1000 ആണ്ട് വാഴ്ച എന്നൊരു ഭാഗമാണ്. കർത്താവിൻ്റെ വരവും 1000 ആണ്ട് വാഴ്ച എന്നൊരു ഭാഗമായിരിക്കും വെളിപ്പാട് പുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തി പ്രതിപാദിക്കുന്നത്. ഇന്ന് അല്പസമയം വൈകിയെങ്കിലും വിഷമിക്കേണ്ട, 9 മണിക്ക് കറക്റ്റ് തീർക്കാം. ശിവലാൽ ഭാഷ പറഞ്ഞ പോലെ നാളെ ഇച്ചിരി നേരത്തെ വന്ന ഒരു 7:15 തുടങ്ങിയാൽ 9 മണിയാകുമ്പോൾ തീരും. 6 നിങ്ങൾ വന്നാലും വന്നില്ലെങ്കിലും 6 മണിക്ക് പാട്ട് തുടങ്ങും. സ്വോത്രം, അത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിരിക്കുക. അതിനായി ദൈവത്തെ വാഴ്ത്തുന്നു. പ്രത്യേകിച്ച് സൗണ്ട് സിസ്റ്റം കൈകാര്യം ചെയ്യുന്ന ഞങ്ങളുടെ കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട സുരേഷ് ബ്രദർ ഏകദേശം 10 പതിറ്റാണ്ടുകളായി ഞങ്ങളോടൊപ്പം ആയിരിക്കുന്ന കർത്താവിൽ വിലപ്പെട്ട ഒരു സഹോദരന അഗൻ സൗണ്ട്സിൻ്റെ സുരേഷ് ബ്രദർ. അദ്ദേഹത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരുമായി തന്ന നല്ല കൂട്ടായ്മയ്ക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. 10 വാക്യങ്ങളായിരിക്കും ഇന്ന് രാത്രി കുഞ്ഞുമായി സഹായിക്കുന്നത്. അവസാനം ഒരു പാട്ട് പാടി ദൈവത്തെ ആരാധിക്കും. 1-2 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വെളിപ്പാട് പുസ്തകത്തിലേക്ക് കടക്കും. എന്താ സുവിശേഷ മഹായോഗം? പലരും വിചാരിക്കും ദൈവകുഞ്ഞുങ്ങൾക്ക് എവിടുന്ന് 5-6 കാശ് കിട്ടിയത് കൊണ്ട് വെക്കുന്ന സുവിശേഷ മഹായോഗമെന്ന്. അതല്ല സുവിശേഷ മഹായോഗം. ചെങ്കവള്ളക്കാർ കേൾക്കണം. 1, ഈ പട്ടണത്തിലെ എല്ലാ കുഞ്ഞുങ്ങളും കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. 2, കാന്തൻ്റെ കാകളത്തിങ്കൽ ഏവരും എടുക്കപ്പെടണം. 3, ദേശത്ത് സമാധാനമുണ്ടാകണം. 4, ഈ പട്ടണത്തിലെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടണം. 5, ഈ സുവിശേഷ യോഗത്തിൻ്റെ അടിസ്ഥാന ഉദ്ദേശം ഈ സഭയിൽ മാത്രമല്ല, ഇവിടെയുള്ള സഭകളിലെല്ലാം ആത്മാക്കൾ കടന്നു വന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തണം. അതിനുവേണ്ടി ദൈവമേൽപ്പിച്ച ദൗത്യമാ സുവിശേഷ മഹായോഗം. ദേശമേ യഹോവയുടെ വചനത്തെ കേൾക്കാം. 1-2 മുന്നറിയിപ്പുകൾ പറഞ്ഞുകൊണ്ട് വിശുദ്ധ വെളിപ്പാട് പുസ്തകത്തിലേക്ക് ശ്രദ്ധയോടെ ഇരിക്കണം. കുഞ്ഞുങ്ങളെല്ലാം വളരെ ശ്രദ്ധയോടെ ഇരിക്കണം. സുന്ദരമായ ലോകം 7 വൻകര: ഏഷ്യ, ആഫ്രിക്ക, തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക. 7 ഭൂഖണ്ഡം, 262 രാഷ്ട്രം, 198 പൂർണ്ണ രാഷ്ട്രങ്ങൾ, 70 കുഞ്ഞൻ ദ്വീപുകൾ, 262 രാഷ്ട്രങ്ങളാ ലോകത്തിൻ്റെ നെറുകയിൽ. 6500 ഭാഷ സംസാരിക്കുന്ന ലോക മനുഷ്യൻ 800 കോടിയിലേക്ക് ലോക ജനസംഖ്യ കടക്കുന്നു. ചൈനയെ കടത്തിവെട്ടി 145 കോടിയിലേക്ക് ഇന്ത്യ കടന്നു കഴിഞ്ഞു. താമസമിന 150 കോടി ജനമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ പട്ടണമായി ഇന്ത്യ മാറാൻ പോകുന്നു. നാളെ എന്ത് സംഭവിക്കുമെന്ന് ഇവിടെ ആർക്കും പറയാൻ വയ്യ. അങ്ങനൊരു കാലമാണ്. ഒരു കഴുകൻ ഇര തേടി ആകാശമണ്ഡലങ്ങളിൽ കറന്നതുപോലെ കമ്പ്യൂട്ടറിൻ്റെ ടെക്നോളജിയും വലിയ കണ്ടുപിടുത്തങ്ങളും സാമ്പത്തിക മണ്ഡലങ്ങൾ ഉന്നതിയുടെ ഉത്തുംഗശൃംഗത്തിൻ്റെ കൊടുമുടിയിൽ വിരാജിച്ചപ്പോൾ മനുഷ്യകുലത്തെ ഞെട്ടിച്ചുകൊണ്ട് 1 ഗ്രാം വൈറസ് കോവിഡ് ഇറങ്ങി. എവിടെ നിന്നിറങ്ങി? 2019 ഒക്ടോബർ മാസം ചൈനയിലെ വുഹാനിൽ നിന്ന് 1 ഗ്രാം വൈറസ് ഇറങ്ങി. അൺസീൻഡ് വൈറസ്, ആർട്ടിഫിഷ്യൽ വൈറസ്, ബയോ വെപ്പൺ. 15 രൂപയുടെ സോപ്പിൻ്റെ കുമിള കൊണ്ട് അവനെ പായിക്കാൻ പറ്റിയ വൈറസായിരുന്നു ഇറങ്ങിയത്. എല്ലാ സ്ഥലത്തും ഇതിറങ്ങി. കഴിഞ്ഞ 3 വർഷം പിറകിൽ ചെങ്കവിളയും ഊരമ്പും ചെറുവാരക്കോണവും പാറശാലയും കണ്ടൊരു കാര്യമുണ്ട്. എവിടെ തൊട്ടാലും വൈറസ്. നോട്ടിനകത്ത് വൈറസ്, പാൽ പാക്കറ്റിനകത്ത് വൈറസ്, കമ്പ്യൂട്ടറിനകത്ത് വൈറസ്, വണ്ടിയുടെ കമ്പിയെ പിടിച്ചാൽ വൈറസ്, ഇടുന്ന ഡ്രസ്സ് പോലും മനുഷ്യർ ഭയത്തോടിട്ട ഒരു കാലം. വൈറസ് അവിടെയെല്ലാം ആഞ്ഞടിച്ചപ്പോഴും അപ്പച്ചാമ്മച്ചി ഇന്ന് രാത്രി വൈറസ് കടക്കാത്ത ഒന്ന് ഞങ്ങളുടെ കരങ്ങളിൽ ഇരിപ്പുണ്ട്. അതിൻ്റെ പേരാ സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായി നിൽക്കുന്ന ദൈവത്തിൻ്റെ വചനം. പലരും ഇവിടുന്ന് പോയപ്പോഴും മാറാത്ത തിരുവചന കൈക്കകത്ത്. ഇനി എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കണം. ഓരോ 100 വർഷത്തിൻ്റെ ഇടയ്ക്കും ഒരു മഹാവ്യാധി ഇവിടെ വരും. കുഞ്ഞുങ്ങളെല്ലാം പഠനത്തോടെ ഇരിക്കണം. 1800 മനുഷ്യകുലത്തെ മുച്ചൂട് മുടിച്ചുകൊണ്ട് ഒരു മഹാവ്യാധി ഇവിടെ വന്നു. അതിൻ്റെ പേരാ പ്ലേഗ്. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, ഡോക്ടേഴ്സ്, ടീച്ചേഴ്സ് ഇവർക്കെല്ലാം അറിയാം പ്ലേഗ്. അത് കഴിഞ്ഞ് 117 വർഷം ലോകം മുൻപോട്ട് പോയി. 1917 വീണ്ടും ഒരു സംഭവം നടന്നു. ആ 917 3 കാര്യങ്ങൾ കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങൾ തുടങ്ങി. ഒരു മഹാമാരി ഉലകത്തിൽ ആഞ്ഞടിച്ചു. അതിൻ്റെ പേരാ സ്പാനിഷ് ഫ്ലൂ. 2, ഈ യഹൂദൻ മടങ്ങി വരുന്നത് 917 നവംബർ 11 രാത്രി 11 സെക്കൻഡ്. ആ വിളംബരത്തിൻ്റെ പേരാ ആർതർ ബാൽഫോർഡ് ഡിക്ലറേഷൻ. അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്ന് ഭവിക്കട്ടെ. 110 രാജ്യങ്ങളിൽ അവൻ ചിതറി. കൊച്ചി, മട്ടാഞ്ചേരി, നൈജീരിയ, ഇത്രയും സ്ഥലത്താ യഹൂദൻ ചിതറിയ. അവരാദ്യമായി മടങ്ങി വരുന്നത് 917. 3, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് ആരാന്ന് പലർക്കും അറിയത്തില്ല. കൊടി പിടിക്കുന്ന ഞങ്ങളുടെ സഹോദരന്മാർക്കും അറിയത്തില്ല ഇത് ആരാ നേതാവെന്ന്. ഇതിൻ്റെ നേതാവ് ഒരു യഹൂദനാ. അവൻ്റെ പേരാ കാറൽ മാർക്സ്. അവനൊരു യഹൂദനാ. അവനാ ഒരു ഭരണത്തിൻ്റെ കീഴിൽ എല്ലാവരും സമാധാനത്തോടെയും, അഥവാ മുതലാളി തൊഴിലാളി അടിമവർഗമില്ലാതെ സമാന രീതിയിൽ ജീവിക്കണമെന്നൊരു തത്വസിദ്ധ ഉണ്ടാക്കിയത് കമ്മ്യൂണിസ്റ്റ് നേതാവ് കാറൽ മാർക്സ്. അവൻ്റെ കൂടെ വേറൊരു പയ്യനുണ്ടായിരുന്നു,
അവൻ്റെ പേരാ ഫ്രെഡറിക് ഏംഗൽസ്. അവന്മാരെ കമ്മ്യൂണിസം കൊണ്ടുവന്ന്, പക്ഷേ വന്നത് അമേരിക്കയിലും അല്ല ഇസ്രായേലിലും അല്ല. ഇവിടെ രണ്ടിടത്ത് യഹൂദന്മാരുണ്ടായിരുന്നു. വന്നത് റഷ്യയിലാണ്. 917 മെയ് മാസം 1-ാം തീയതി സാർ ചക്രവർത്തിമാരെ വെട്ടിമാറ്റിക്കൊണ്ട് തൊഴിലാളി സുഹൃത്തുക്കൾ വിളിച്ചു, സർവ്വലോക തൊഴിലാളികളെ സംഘടിക്കുവിൻ, സംഘടിച്ച് ശക്തരാകുവിൻ. അന്നാ റഷ്യയിൽ കമ്മ്യൂണിസ്റ്റ് ഭരണം. ഇനി ദൈവമക്കൾ, കർത്താവിൻ്റെ വരവിൻ്റെ 3 ചാലുകൾ: 1 ഒരു മഹാമാരി, 2 യഹൂദൻ മടങ്ങി വരുന്നു, 3 റഷ്യയിലെ കമ്മ്യൂണിസ്റ്റ് ഭരണം. ഇത്രയുമായിരുന്നു സംഭവങ്ങൾ. അത് കഴിഞ്ഞ് 102 വർഷം ലോകം മുന്നോട്ട് പോയി. 2019 ചൈനയിൽ നിന്നിറങ്ങിയ വൈറസ്, തുടങ്ങിയത് നോവൽ കൊറോണ, അവസാനിച്ചിട്ടില്ല. 7ാമത്തെ വകഭേദം മ്യൂട്ടേറ്റ് ചെയ്തത് നമ്മൾ കണ്ടു. ചെങ്കവിളയും കണ്ടു, ഒമിക്രോൺ. അവിടം വരെ കണ്ട് നമ്മൾ നിർത്തി. പക്ഷേ ഈ വൈറസ് ഇപ്പോഴും അമേരിക്കയിലുണ്ട്. അതിൻ്റെ പേരാ JN2. യൂറോപ്യൻ രാജ്യങ്ങളിലുമുണ്ട്, ഇന്ത്യയിലുമുണ്ട്. കട്ടി കുറഞ്ഞ പനി JN1. യേശു പറഞ്ഞു, അന്ത്യകാലത്തിൻ്റെ ലക്ഷണങ്ങളിൽ ഇങ്ങനെ ഒരു മഹാമാരി വരും. നമ്മുടെ ബൈബിളിൽ ഇരിക്കുന്ന മത്തായി 24 അവൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങളാണ്. അതിലൊരു ഭാഗം മാത്രം ഇങ്ങനെയുണ്ട്. മത്തായി 24-21 ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ ഒരു വലിയ കഷ്ടമെന്നാളിൽ ഉണ്ടാകും. 6000 കൊല്ലമാ ബൈബിൾ പ്രകാരം ലോകത്തിൻ്റെ ചരിത്രം. പക്ഷേ ഇതുവരെ ഉണ്ടാകാത്ത ഒരു മഹാവ്യാധി അന്നാളിലുണ്ട്. ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്ത ഒരു വലിയ കഷ്ടം. അതിന് ഇംഗ്ലീഷിൽ വിളിക്കുന്ന പാനിക് ഓർ പാൻഡമിക് സിറ്റുവേഷൻ എന്നാ. ആ ഒരു സിറ്റുവേഷൻ്റെ തുടക്കമാ കോവിഡ്. ഒരുപാട് സംഭവങ്ങൾ വരുന്നതിൻ്റെ നിവർത്തി സ്റ്റാർട്ടിങ്. In the beginning of the world, such a panic or pandemic situation not yet in arise, the human kingdom watching a pestilence all over the world. അർത്ഥം, അമേരിക്കയിലെ ഏറ്റവും വലിയ കടല ഒഹിയോ, അതിൻ്റെ 7ാം കടലിനക്കരെ വരുന്നത് കന്യാകുമാരി തേങ്ങാപട്ടണം. ഇവിടം വരെ ഈ വൈറസ് ആഞ്ഞടിച്ചു. അതാ ഈ വൈറസിൻ്റെ പ്രത്യേകത. അതിനോടനുബന്ധിച്ച് കാന്തൻ്റെ വരവിൻ്റെ 30 സംഭവങ്ങൾ പ്രവചനപ്രകാരം നടന്നു തുടങ്ങി. അതിനാസ്പദമായി ഇന്ന് രാത്രി 2 സംഭവങ്ങൾ തൊട്ടുവെച്ചുകൊണ്ട്, ഓരോ ദിവസം ഈ 2 പറയാം, ഇന്ന് 2 സംഭവങ്ങൾ തൊട്ടുവെച്ചുകൊണ്ട് നമുക്ക് പ്രവേശിക്കാം. ഒരു ട്രെയിൻ വരുന്നതിന് മുമ്പ് മുന്നറിയിപ്പ് പോലെ, ഒരു വിമാനം ആകാശത്തിൽ കയറുന്നതിന് മുമ്പ് അനവധി മുന്നറിയിപ്പ് പോലെ കാന്തൻ്റെ വരവിൻ്റെ ചാലുകൾ കോവിഡിൻ്റെ മറവിൽ. നമ്പർ 1, 2023 ഇന്ത്യയും ബഹിരാകാശവും. എല്ലാവരും ശ്രദ്ധിക്കണം. കഴിഞ്ഞ ഒരു വർഷം 5 മേഖലയിൽ ഇന്ത്യ കടന്നു കയറി. നമ്പർ 1, 3.25 ലക്ഷം കിലോമീറ്ററുള്ള ചന്ദ്രനെ പിടിക്കുവാൻ ഒരു ഉപഗ്രഹത്തെ, ഒരു റോക്കറ്റിനെ അയച്ചു. അതിന് പേരുവിട്ട് ചന്ദ്രയാൻ 3. ആ റോക്കറ്റിൽ 36 ഉപഗ്രഹം ഉണ്ടായിരുന്നു. മേലിൽ ചെന്നിട്ട് ഡോറ് തുറന്നു. ഉപഗ്രഹങ്ങൾ അവരുടെ പരിപാടികളെല്ലാം നിർണയിച്ചുകൊണ്ടിരിക്കുക. അതിനുശേഷം ഒരു ക്യാമറ ഉണ്ടായിരുന്നു. അവൻ്റെ പേരാ വിക്രം ലാൻഡർ. അവനെ ഈ ഉപഗ്രഹത്തിൽ നിന്ന് തട്ടി അവനെ ആക്ടിവേറ്റ് ആയിട്ട് എബ്രോ മിഷൻ ചെയ്യുന്നത് പോലെ ചന്ദ്രൻ്റെ അന്നേരമുള്ള കാര്യങ്ങൾ ആരിഞ്ഞോട്ട് അയക്കുന്നറിയാമോ? വിക്രം ലാൻഡർ അയക്കുന്നു. 1 ചന്ദ്രയാൻ, 2 സൂര്യൻ. 15 കോടി കിലോമീറ്റർ സൂര്യനും ഭൂമിയും തമ്മിലുള്ള ആപേക്ഷിക സിദ്ധാന്തം. പ്രിയ ദൈവകുഞ്ഞുങ്ങളെ, സൂര്യനെ പഠിക്കുവാൻ വേറൊരു ഉപഗ്രഹത്തെ അയച്ചു. അതിൻ്റെ പേരാ ഗഗൻയാൻ. അതിനാസ്പദമായി പരിവേഷണം ഗഗൻയാൻ. വിട്ട ഉപഗ്രഹം ആദിത്യ 3. നാഗർകോവിൽ വണ്ടി കളിക്കാവിള ബസ് സ്റ്റാൻഡിൽ സ്വല്പസമയം റെസ്റ്റ് എടുക്കുന്നത് പോലെ 15 ലക്ഷം കിലോമീറ്റർ ഉപഗ്രഹം പോയി തൽക്കാലം അവിടെ നിന്ന് ശൂന്യാകാശത്തിൻ്റെ പടമെടുക്കുന്നു. 3ാമത്തെ സംഭവം 5.25 കോടി കിലോമീറ്ററുള്ള ചൊവ്വയിലേക്ക് മനുഷ്യൻ യാത്രയാകുന്നു. ഇതിൻ്റെ തെളിവെല്ലാം ഉണ്ട്. എബ്രോ മിഷൻ ഇത് കാണിക്കുകയും ചെയ്ത് മലയാളമാണേ ഉള്ളൂ. ചൊവ്വയിൽ ചെന്നാലും മലയാളി. 2 പെങ്കൊച്ചുങ്ങൾ തയ്യാറെടുക്കുന്നു. 1 പാലക്കാടുകാരി ലേഖ ശ്രദ്ധ, 2 തിരുവനന്തപുരംകാരൻ ഒരു പയ്യനും റെഡിയുണ്ട്. അവൻ്റെ പേരാ രാജേഷ് പൂജപ്പുര. അതിന് ഇവിടുത്തെ ജോഗ്രഫി ടീച്ചേഴ്സ്, പാറശാല സ്കൂളാകട്ടെ, തളച്ചാമ്പള ആകട്ടെ, ആയിര ഗവൺമെൻറ് സ്കൂളാകട്ടെ, അവിടുത്തെ ഫിസിക്സ് ജോഗ്രഫി ടീച്ചേഴ്സ് എടുത്ത് ചോദിച്ചാൽ അവരുടെ മൊബൈലിൽ ഇത് എഴുതി വന്നു മാർസ് 1. നിങ്ങളുടെ മൊബൈലിലും കിട്ടും. മാർസ് 1 അടിച്ചാൽ മനുഷ്യൻ ചൊവ്വയിലേക്ക്. പിന്നെ അതിൻ്റെ ഒരു പ്രത്യേകത, ഇന്ന് മൈക്രോചിപ്പിൻ്റെ ഉപജ്ഞാതാവ് നാളെ പ്രസംഗിക്കും. അതിൻ്റെ ഉപജ്ഞാതാവ് എലോൺ മസ്ക് പറയുന്നു, 10 ലക്ഷം പേരെ പൈസ തന്നാൽ ഞാൻ ചൊവ്വയിൽ കൊണ്ടുപോകാം. പിന്നെ ചെങ്കവിളെ പൈസ ഉള്ളവർക്ക് ഒരു സന്തോഷ വാർത്ത. ചൊവ്വയുടെ പ്രത്യേകത, ഒരു ദിവസം അവിടെ രാത്രി സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ 4 മാസം കഴിഞ്ഞിട്ട് സൂര്യൻ ഉദിക്കത്തുള്ളൂ.
ഉറങ്ങുന്നവർക്ക് ഭയങ്കര സന്തോഷം. 4 മാസം കമ്പിളി മൂടി സുഖമായിട്ട് കിടക്കാം. അതിൻ്റെ അർത്ഥം 120 ദിവസം ഒറ്റയടിക്ക് കിടന്നിറങ്ങാൻ പറ്റിയ സ്ഥലമുണ്ട്. ചൊവ്വേ പോകണം, തയ്യാറാക്കിയോ, പൈസ തന്നാൽ എല്ലാവരെയും കയറ്റിവിടാം. സ്വത്രം. അതാണ് ചൊവ്വ. അത് കഴിഞ്ഞ് ഇന്ന് നമ്മുടെ കൺവെൻഷൻ കൂട്ടങ്ങൾ, നൽസെയ്തി കൂട്ടങ്ങൾ, മുതലാവത് ഇറവ്. നിങ്ങൾ ചർച്ചക്കുള്ള ഇരിക്കുമ്പോൾ ഇന്ത്യക്കാർ സുനിത വില്യംസ് നേരെ ശൂന്യാകാശത്തിൽ നിന്ന് സ്പേസ് ഷട്ടിൽ വഴി ഏറ്റവും നല്ല സന്ദേശം നാസയ്ക്ക് അയച്ചുകൊണ്ടിരിക്കുന്ന അമേരിക്കയ്ക്ക് സുനിത വില്യംസ്. 5 ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാർ കഴിഞ്ഞ ദിവസം 2021 ഇലക്ഷൻ തുടങ്ങുന്നതിന് മുമ്പിട്ട് പറഞ്ഞു, എന്നുവെന്ന് നമുക്ക് ഈ ഉപഗ്രഹങ്ങളെ അയക്കുന്നതിൽ നല്ലത് ശൂന്യാകാശത്തിൽ ഒരു ടെൻ്റ് അടിച്ച ഒരു സ്റ്റേഷൻ തുടങ്ങിയാലോ, കളിക്കാവിളെ തട്ടുകട തുടങ്ങുന്ന പോലെ ഇന്ത്യ ശൂന്യാകാശത്തിൽ സകല കാര്യത്തിനു വേണ്ടി ഒരു ബേസ് സ്റ്റേഷൻ. വി നീഡ് എ ബേസ് സ്റ്റേഷൻ അറ്റ് ദ സ്പേസ് സെയിങ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിജി പറഞ്ഞെങ്കിൽ നമ്മുടെ ബൈബിളിലെ പ്രവചനങ്ങൾ കോവിഡിൻ്റെ മറവിൽ നിറവേറുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 21-25 എല്ലാ വാക്യങ്ങളും ഞാൻ പറയത്തില്ല, കൂടെ ബൈബിൾ എടുക്കണം. ലൂക്കോസ് 21-25 സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും മഹാലക്ഷ്യങ്ങൾ ഉണ്ടാകും. എല്ലാവരും മേളിലോട്ടാണ് നോക്കുന്നത്, താഴോട്ട് ആരും നോക്കുന്നില്ല. പൈസ ഉള്ളവരെല്ലാം മേളിപ്പാൻ പോകുന്നത്. രണ്ടാമത്തെ സംഭവം ഇപ്പം നടക്കുന്നത് കടലിൻ്റെയും ഓളത്തിൻ്റെയും മുഴക്ക നിമിത്തം ഭൂസീമവാസികൾക്ക് നിരാശയോടുകൂടിയ പരിഭ്രമം. മലയാളം കള്ളിക്കടൽ, കള്ളക്കടൽ, 4 മീറ്റർ തിരമാല. അതുകൊണ്ട് എന്ന് TV തുറക്കുമ്പോൾ പൂവാർ, പഴവഞ്ചാൽ, ശംഖുമുഖം, പുല്ലുവിള, ശാന്തമ്മ ചേച്ചിയുടെ കലവും ചട്ടിയെല്ലാം തിരമാല എടുത്തുകൊണ്ട് പോയി. സ്വത്രം. അതിനുശേഷം ബാക്കി പല വീടിൻ്റെ മതിലവൻ കൊണ്ടുപോയി. സ്വത്രം. കിടപ്പുമുറി വരെ വെള്ളം കയറുന്നു. ഇത് അന്ത്യകാലം. ഈ ഡിസംബറോട് കൂടി വീണ്ടും സുനാമി അടിക്കുമെന്ന് ജപ്പാന് ലോകരാജ്യങ്ങൾ മുന്നറിയിപ്പ്. കടലിൻ്റെയും ഓളത്തിൻ്റെയും മുഴക്ക നിമിത്തം ഭൂസീമവാസികൾക്ക് നിരാശയോടുകൂടിയ പരിഭ്രമം. നിങ്ങൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. ഈ കൊല്ലങ്കോടും അത് കഴിഞ്ഞ് താഴെ പൂവാറും പഴവഞ്ചാലും കടലിലടുത്തി വയ്ക്കുന്നവരാണ്. അവർ പല കിടന്നുറങ്ങുന്ന രാത്രി എപ്പോൾ കയറുമെന്ന് അറിയത്തില്ല. ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. അങ്ങനെ ഒരു കാലത്തിലേക്ക് വന്നിരിക്കുന്നു. നമ്പർ 1. രണ്ടാമത്തത് ശാസ്ത്രലോകം, മെഡിക്കൽ സയൻസ് മുന്നോട്ട് നീങ്ങുന്നു. എന്താ മുന്നോട്ട് നീങ്ങുന്നത്? പാറശാല SP മുതൽ തിരുവനന്തപുരത്ത് കിംസും നിംസും PRS, മനുഷ്യൻ്റെ മുട്ട, ഹാർട്ട് ഇതൊക്കെ മാറി. ഇപ്പം ലിവറ്, ലങ്സ്, പാങ്ക്രിയാസ്, ഹൃദയത്തിൻ്റെ വാൽവ് സഹിതം വണ്ടിയുടെ സ്പെയർ പാർട്ട് മാറ്റുന്ന പോലെ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. പൈസ കൊടുത്താൽ മതി. സ്വത്രം. എന്ത് വേണേലും മാറ്റാൻ മെഡിക്കൽ സയൻസ്. ആ കാലം മാറി, കഥ മാറി. ദാണ്ടേ എല്ലാ പത്രങ്ങളിലും വാർത്ത വന്നു. ആദ്യം ഇൻ്റർനെറ്റിലായിരുന്നു, ഇപ്പോൾ പത്രങ്ങൾ പഠിച്ചു. തല മാറ്റാൻ ശാസ്ത്രലോകം തയ്യാർ. ദാ കിടക്കുന്നു ചൈനയിലെ ഹാർബിൻ മെഡിക്കൽ സെൻറ്റർ. അവിടുത്തെ ഒരു ഡോക്ടറുടെ പേര് 72-കാരൻ, ഒരു അപ്പച്ചൻ. അദ്ദേഹത്തിൻ്റെ പേര് സർജിയാവോ കനവേറോ. അദ്ദേഹത്തിന് ഒരു പയ്യനെ കിട്ടി, 27 വയസ്സുകാരൻ. തലച്ചോറിൻ്റെ പ്രവർത്തനം മന്ദീഭവിച്ചൊരു പയ്യൻ, സ്പിരിനാവോ വാലിഡോ. ആ മോൻ്റെ അടുത്ത് പറഞ്ഞ്, നീ വിഷമിക്കണ്ട, ഒരു നല്ല തല ഒത്തു വന്നാൽ നിന്റെ തല ഞാൻ അറക്കും, നിനക്ക് വെന്റിലേറ്റർ ഹൃദയത്തിന് ശ്വാസം തരും, എന്നിട്ട് ആ തലയെടുത്ത് നിനക്ക് പകരം കുത്തിക്കെട്ടി തരാം. 8 മണിക്കൂർ സർജറി, 30 ദിവസം കഴിഞ്ഞ് ചെറുപ്പക്കാരന് മടങ്ങിപ്പോകാം. ഒരുങ്ങുന്നു ഹെഡ് ട്രാൻസ്പ്ലാന്റേഷൻ. ചൈനയിലെ ഹാർബിൻ മെഡിക്കൽ സെൻറ്റർ, ഡോക്ടർ സർജിയാവോ കനവേറോ. ഇപ്പോൾ ഡോക്ടർ 2 കാര്യം ചെയ്തു. പൂച്ചയുടെ തല മാറ്റി, എലിയുടെ തലയെ മാറ്റി. ഇനി മനുഷ്യൻ്റെ തല 2027 പോവത്തില്ലെന്നാ പുള്ളി പറഞ്ഞ്. അതിനും വിട്ട് നല്ലൊരു തല കിട്ടിയാൽ ഈ ചെറുപ്പക്കാരന് മാറ്റാൻ തയ്യാർ. ഇപ്പൊ ഡോക്ടർ ആകെ ഭയപ്പെടുന്ന കാര്യം, കുഞ്ഞമ്മയുടെ തലയെടുത്ത് കുഞ്ഞച്ചായന് വെച്ചാൽ എങ്ങനെ സ്വഭാവം പ്രതികരിക്കുമെന്ന് ആകെ പേടിക്കുന്നു. തല മാറിയാൽ മനുഷ്യൻ്റെ സ്വഭാവം എങ്ങനെയാകുന്നു പ്രതികരിക്കുന്നു. അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്ക് ലോകം വന്നിരിക്കുന്നു. കോവിഡിൻ്റെ മറവിൽ ഇന്ന് രാത്രി കണ്ടോ, ദാനിയേൽ എഴുതിയൊരു പ്രവചനമാ. അന്ത്യകാലത്ത് മനുഷ്യൻ്റെ ജ്ഞാനം വർദ്ധിക്കും. ദാനിയേൽ 12 അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അന്ത്യകാലത്ത് മനുഷ്യൻ്റെ ജ്ഞാനം തല മാറ്റാൻ ലോകം തയ്യാർ. ഒരിക്കൽ കൂടി ഇന്ന് രാത്രി അടയ്ക്കാ കൂടിയിരിക്കുന്ന ദൈവ കുഞ്ഞുങ്ങളെ, കാലം അതിൻ്റെ അന്ത്യത്തിൽ, യുഗം അതിൻ്റെ പരിസമാപ്തിയിൽ, ദിനങ്ങൾ അതിൻ്റെ കടശി ദിനങ്ങളിലേക്ക് ഒരു ഘടികാരത്തിലെ സൂചി ചലിക്കുന്നത് പോലെ നമ്മുടെ ബൈബിളിലെ പ്രവചനങ്ങൾ മുഴുവൻ നിറവേറുമ്പോൾ, അകത്തളത്തിനകത്ത് കൃപ പ്രാപിച്ച ദൈവമക്കൾ മണ്ണാഗതമായി വിട്ട് അനന്തതയുടെ കവാടങ്ങൾ തുറക്കുമ്പോൾ, എനിക്ക് വേണ്ടി പ്രതിഫലവുമായി എൻ്റെ നാഥൻ കാകള ധ്വനിയുമായി മധ്യാകാശത്തിൽ വരുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി സ്വർഗമുഖത്തേക്ക് നോക്കിക്കൊണ്ട് കൺവെൻഷൻ കൂട്ടങ്ങളുടെ നൽസെയ്തി കൂട്ടങ്ങളുടെ മുതലാവത് ഈറവ് ഇന്ന് രാത്രി സ്വർഗമാട്ടെ. ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ ഞങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി നിവർന്ന് തലകളെ ഉയർത്തവേ കാത്തിരിക്കുന്ന ദൈവ പിള്ളകളെ ചേർക്കാൻ 10,000 പേർ സുന്ദരനായി എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വെളിപ്പെടാറായി. കാൽവരി മിഷൻ ചെങ്കവിളയെ
നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. വായിക്കാം. എവരിവൺ ഓപ്പൺ യുവർ ബൈബിൾ. എല്ലാവരും വിശുദ്ധ ബൈബിൾ തുറന്നാട്ട്. അരുമയാണ് ചെയ്തി വിശുദ്ധ വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 4-5 വാക്യങ്ങൾ. വെളിപ്പാട് ദീർഘദർശി അധ്യായം 20 വചനത്തെ വാസിക്കുന്നത് 4-5. വെളിപ്പാട് 20-4-5 വാക്യങ്ങൾ. കുഞ്ഞു വായിച്ചിട്ട് എല്ലാവരും ബൈബിൾ തുറന്നാട്ട്. കണ്ടു. എല്ലാവരെയും മോള് വായിക്കുന്നത് ശ്രദ്ധിക്കണം. ഞാൻ ന്യായാസനങ്ങളെ കണ്ടു. അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. ന്യായവിധിയുടെ അധികാരം കൊടുത്തു. അടുത്ത വാക്ക്. യേശുവിന്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തല ഛേദിക്കപ്പെട്ടവരും. അവരുടെ പേരാ പീഡാകാല രക്തസാക്ഷികൾ. അതെല്ലാം ഈ കൺവെൻഷൻ നിങ്ങൾ ശ്രദ്ധിക്കണം. സാക്ഷ്യവും നിമിത്തം. വായിച്ചിട്ട് മക്കളെ. തല ഛേദിക്കപ്പെട്ടവരും. മൃഗത്തെയോ നമ്പർ 1 മൃഗം. 2 അതിന്റെ പ്രതിമ റോബോട്ട്. നമസ്കരിക്കാതിരുന്നവരും. നെറ്റിയിലും കൈമേലും മൈക്രോചിപ്പ്. വായിച്ചേ. അതിന്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുടെയുമായ ആത്മാക്കളെ ഞാൻ കണ്ടു. അടുത്ത വാക്ക്. അവർ ജീവിച്ച് 1000 ആണ്ട് ക്രിസ്തുവിനോട് കൂടി വാണു. കരമുയർത്താം. അവർ ജീവിച്ച് 1000 ആണ്ട് ക്രിസ്തുവിനോട് കൂടി വാണു. ഇതായിരിക്കും 3 ദിവസത്തെ വചന സന്ദേശം. വേറൊരു കാര്യമില്ല. എസക്കേലും മറ്റ് അന്ത്യകാലം ഒന്നുമില്ല. വരുന്നത് 1000 ആണ്ട് വാഴ്ച. ആരവിടെ? അറുക്കപ്പെട്ട ദൈവകുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതിയവർ. 1 മൃഗത്തോട്, 2 പ്രതിമയോട്, 3 സംഖ്യയോടും, 4 മുദ്രയോടും. അതാ 4 കൂട്ടം. 5-ാമത്തെ കൂട്ടമാ തല ഛേദിക്കപ്പെട്ട രക്തസാക്ഷികൾ. 1000 ആണ്ട് ക്രിസ്തുവിനോട് കൂടെ ചേർന്ന് വാണു. ഇതായിരിക്കും ഈ കൺവെൻഷനിൽ 3 രാത്രി ഇതിനെ ബേസ് ചെയ്തായിരിക്കും നാം ചിന്തിക്കുന്നത്. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം. ലഭിക്കപ്പെട്ട വചനത്തിന് മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാഗമാണ് ചിന്തിക്കുന്നത്. എല്ലാ കുഞ്ഞുങ്ങളും കണ്ണുകൾ അടച്ചാട്ട്. സ്തുതിക്കുമ്പോൾ വീരനെ പോലെ ഇറങ്ങി വരുന്ന നല്ല ദൈവം, ഇസ്രായേലിന്റെ സ്തുതികളിന്മേൽ വസിക്കുന്ന പ്രിയൻ ഇന്ന് രാത്രി ഞങ്ങളുടെ നടുവിലുണ്ടോ? പഴയ നിയമത്തിന്റെ ശാപത്തിന്റെ പട്ടണമായ എരികോയുടെ പ്രത്യേകത, യോശുവയുടെ കാലത്ത് പിടിക്കപ്പെട്ട എരികോയിൽ ഒരു പ്രത്യേകതയുണ്ട്. അതിനകത്ത് ആരെങ്കിലും കട്ടള വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ തലമുറ തകരും. അവിടെ ഏതെങ്കിലും അടിസ്ഥാനമിട്ടാൽ അവൻ്റെ കുടുംബം ഇല്ലാതായി തീരും. ആരും അതുവഴി പോകത്തില്ല. എന്നാൽ എരികോയുടെ തെരുവീതിയിൽ ഒരുവൻ ഇരിപ്പുണ്ടായിരുന്നു. ശാപഗ്രസ്തമായ നരകയാതന അനുഭവിക്കുന്ന എരികോയുടെ തെരുവീതിയിൽ ഇരിക്കുന്ന ചെറുപ്പക്കാരനോട് ആരാണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. യേശു ഇതുവഴി വരുന്നു. അവന് കാര്യം മനസ്സിലായി. അധിക ദിവസം ഇനി എനിക്ക് ഇരിക്കേണ്ടി വരത്തില്ല. ഈ കൺവെൻഷൻ കൂട്ടങ്ങളിൽ വരുവാനുള്ളവൻ വന്നാൽ അവൻ്റെ കരം നിനക്ക് വേണ്ടി വെളിപ്പെട്ടാൽ നിന്റെ ശാപക്കെട്ടുകളെ മാറ്റിക്കൊണ്ട് ശാപത്തിൻ്റെ അധീനതയിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ എരികോയുടെ തെരുവീതിയിൽ ഇരുന്നവൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി വന്ന ദൈവകരം ഇന്ന് രാത്രി നിനക്ക് വേണ്ടി വെളിപ്പെടുന്ന രാത്രി. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് തീമായുടെ മകൻ ബർത്തലോമായിക്ക് ഒരു കാര്യം പിടികിട്ടി സൗഖ്യമാക്കുമെന്നവൻ ഇതുവഴി വരുന്നുണ്ട്. ഇന്ന് രാത്രി വരുന്നവന്റെ വരവനുസരിച്ച് നീ സ്വർഗത്തോട് നിലവിളിക്കുമെങ്കിൽ ഇന്ന് രാത്രി നിന്റെ പാരമ്പര്യത്തിന്റെ പുതപ്പ് വലിച്ചെറിഞ്ഞ് എരികോ തന്ന പിച്ചച്ചട്ടി വലിച്ചെറിഞ്ഞ് നാഥന്റെ പുറകെ യാത്ര ചെയ്യുവാൻ നീ തയ്യാറുണ്ടെങ്കിൽ അധിക ദിവസം നീ ശാപത്തിനകത്തിരിക്കേണ്ട. ശാപത്തെ അനുഗ്രഹമാക്കുന്ന കണ്ണുനീരിന്റെ കരം ഇന്ന് രാത്രി നിനക്ക് വേണ്ടി വെളിപ്പെടുന്ന രാത്രിയാ. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. അവൻ ഒറ്റ നിലവിളിയാ വിളിച്ച്, ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ. ഇന്ന് കൺവെൻഷൻ കൂട്ടങ്ങളുടെ മുതലാവത് നൽസെയ്തി കൂട്ടങ്ങളിൽ ഏത് ഭാരവുമാ ഇന്ന് രാത്രി നീ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ ശാപങ്ങളെ തകർക്കുക, നിന്റെ ബന്ധനങ്ങളെ തകർക്കുക. ഒരു പക്ഷേ നീ എഴുന്നേൽക്കത്തില്ലെന്ന് തൂട്ട പിശാച് പദ്ധതി വെക്കാം. അതിൻ്റെ നടുവിൽ നിന്ന് ഇന്ന് രാത്രി നിന്റെ നിലവിളി ഇവിടെ ഉയർന്നാൽ നിന്റെ പാണ്ടക്കെട്ടുകളെ വലിച്ചെറിഞ്ഞുകൊണ്ട് എരികോ തന്ന പിച്ചച്ചട്ടിയെ വലിച്ചെറിഞ്ഞുകൊണ്ട് ഇന്ന് രാത്രി നാഥന്റെ പുറകെ യാത്ര ചെയ്യുക. എരികോയുടെ തെരുവീതിയിൽ ഇറങ്ങിയ ദൈവക്കാര് നിനക്ക് വേണ്ടി വെളിപ്പെടുന്ന രാത്രിയോ. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി കരുണാമയനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രി വേളയ്ക്കായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. ഒരു രാത്രി കൂടി ഞങ്ങൾ തിരുപ്പാദ പീഠത്തിലേക്ക് വരുന്നു. കഴിഞ്ഞ 8 മാസം ഞങ്ങളെ അനുഗ്രഹിച്ച കർത്താവേ, 9-ാം മാസം ഈ ആദ്യ ദിവസങ്ങളിൽ ഞങ്ങൾ ഈ കൺവെൻഷൻ കൂട്ടങ്ങളുടെ നടുവ് അങ്ങയുടെ തിരുനാമം ഉയർത്തുന്നു. വെയിലാറിയ സമയത്ത് ഏതൻ്റെ പർദീസയിൽ വന്ന് തൻ്റെ മക്കളെ കരം തൊട്ട് അനുഗ്രഹിച്ച പൊന്നു കർത്താവ് ഇന്ന് രാത്രി ഞങ്ങളുടെ കൺവെൻഷൻ കൂട്ടങ്ങളുടെ പ്രഥമ രാത്രി അങ്ങ് തേജ
തേജസ് വാരി ഉടുത്തവനായി ഇതിന്റെ നടുവിൽ ഞങ്ങൾ ഉലാവുന്നതിനായി തിരുമേനിയെ വാഴ്ത്തുന്നു. അപ്പച്ച, അങ്ങ് എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, അങ്ങയുടെ പാദം ഒന്ന് ചലിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങ് ഒരു വാക്ക് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു വിടുതൽ നടന്നതുപോലെ ഇന്ന് രാത്രി കൺവെൻഷൻ കൂട്ടങ്ങളുടെ പ്രഥമ രാത്രി വേദനയോടെ വന്ന കുഞ്ഞുങ്ങളുടെ വേദനകൾ മാറുക, ദുഃഖത്തോടെ വന്ന മക്കളുടെ ദുഃഖങ്ങൾ മാറുക, പ്രയാസത്തോടെ വന്ന കുഞ്ഞുങ്ങളുടെ പ്രയാസങ്ങൾ മാറുക. അടിപ്പിണറിന്റെ കര ഇന്ന് രാത്രി മുതൽ അടുത്ത 7 ദിവസങ്ങൾ ചലിക്കുന്ന രാത്രിയായി മാറട്ടെ. അഗ്നിസർപ്പത്തിന്റെ ദംശനമേറ്റ് ആയിരങ്ങൾ പട്ടു വീഴുമ്പോൾ, മരുഭൂ പ്രയാണത്തിൽ മോശം ഇച്ചള സർപ്പത്തെ ഉയർത്തിയപ്പോൾ അത് കണ്ട് ഇസ്രായേൽ ജനം രക്ഷ പ്രാപിച്ചതുപോലെ കാൽവറി മിഷൻ കൺവെൻഷൻ ഇന്ന് രാത്രി മുതൽ ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഇവിടെ ഉയർത്തുമ്പോൾ അനേകം പേരുടെ പേരുകൾ ജീവന്റെ പുസ്തകത്തിൽ ചേർക്കപ്പെടുവാൻ ഞങ്ങൾ അപ്പച്ചനോട് പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ പിൻപിലായിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവം അനുഗ്രഹിക്കണേ. സഭയാ മക്കളെ ദൈവം അനുഗ്രഹിക്കണേ. ചെങ്കവിളയും അടയ്ക്കാക്കൂടിയും എൻ്റെ കർത്താവിൻ്റെ കരത്താൽ മാനിക്കപ്പെടട്ടെ. ഒരു രാത്രി കൂടി വചനവുമായി അടിയൻ നിൽക്കുന്നു. വചനത്തിൻ്റെ പൊരുളുകളെ തിരിക്കണേ. ശബ്ദം, വെളിച്ചം, പ്രകൃതി എല്ലാം കാക്കണം. കടന്നു വന്ന കുഞ്ഞുങ്ങളെല്ലാം ദൈവ കരത്താൽ അനുഗ്രഹിക്കപ്പെടണം എന്ന് രാത്രി വിടുതലോടെ കടത്തിവിടും. ഞങ്ങളുടെ പ്രാർത്ഥന മാനിച്ചതിനായി നന്ദി. മഹത്വവും പുകഴ്ചയും അങ്ങയ്ക്ക് യേശു ക്രിസ്തുവിൻ ധന്യ നാമത്തിൽ തന്നെ. ആമേൻ. കരമുയർത്തി കർത്തർക്ക് മഹിമ കൊടുക്കാം. ശക്തിയോടെ മഹിമ കൊടുക്കാം. ഉത്സാഹത്തോടെ കർത്തന് മഹിമ കൊടുക്കാം. നിങ്ങളുടെ സഹകരണത്തിന് നന്ദി. എല്ലാവരും ബൈബിളിലേക്ക് വരാം. നമ്മുടെ കരങ്ങളിലിരിക്കുന്ന ബൈബിൾ ശ്രദ്ധയോടെ ഇരിക്കണേ. 31,171 വാക്യങ്ങൾ, 39 പഴയ നിയമഗ്രന്ഥങ്ങൾ, 27 പുതിയ നിയമ പുസ്തകങ്ങൾ, 66 ഗ്രന്ഥങ്ങളുടെ സമാഹാര ഹോളി ബൈബിൾ, 1189 അധ്യായങ്ങൾ വിശുദ്ധ ബൈബിളിനകത്ത്. അതിൽ 5 തലങ്ങൾ നാളെ ഒന്നുകൂടെ ക്ലിയർ കട്ടായിട്ട് തരാൻ നേരത്തെ തുടങ്ങുന്നുണ്ട്. 1 സുവിശേഷം, 2 സഭയുടെ ചരിത്രം, 3 വലിയ ലേഖനം, 4 ചെറിയ ലേഖനം, 5-ാമത്തെ ഭാഗമാ വിശുദ്ധ വെളിപ്പാട് പുസ്തകം. ഒരേ ഒരു പ്രവചന ഭാഗമേ പുതിയ നിയമത്തിലുള്ള 27-ാമത്തെ പുസ്തകം. പഴയ നിയമത്തിൽ 17 പ്രവചനങ്ങളുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൻ്റെ പ്രത്യേകത ശ്രദ്ധയോടെ ഇരിക്കണമേ. AD 30 ഏപ്രിൽ മാസം കാൽവരുടെ കൊലക്കളത്തിൽ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി നമ്മുടെ നാഥൻ പരമയാഗമായി. അതിനുശേഷം റോമിൻ്റെ ഭരണകൂടം ശ്രദ്ധയോടെ വളരെ ക്രൂരമായ പീഡനങ്ങൾ അഴിച്ചുവിട്ടു. അതിൽ ചക്രവർത്തിമാർ ആരൊക്കെ? 1 ഹെരോദാവ്, 2 പീലാത്തോസ്. ഹെരോദാവ് ഏദോമിൻ്റെ കൈസർ, പീലാത്തോസ് റോമിൻ്റെ ഗവർണർ. ഇവരുടെ ഭരണത്തിന് ശേഷം അനവധി ചക്രവർത്തിമാർ പുറകെ വന്നു. അതിലൊരുവനാണ് വെസ്പേഷ്യൻ. അതിനുശേഷം വേറൊരുത്തൻ വന്നു ഡൊമീഷ്യൻ. അതിനു മുമ്പ് വന്നവരാ നീറോ, റോമാ നഗരം ചുട്ടരിച്ചു. അതിനുശേഷം വന്ന് ടൈറ്റസ് യെരുശലേം ദൈവാലയം തകർത്തു. അതിനുശേഷം ലൗദിയോസ്, ക്ലൗഡിയോസ്. ആ കാലഘട്ടത്തിൽ യേശുവിൻ്റെ അപ്പോസ്തലന്മാർക്ക് ക്രൂരമായ പീഡനം. ആ ഭാഗങ്ങളുടെ മുന്നോട്ട് നമ്മൾ ചിന്തിക്കും അടുത്ത ദിവസങ്ങൾ. ആ പീഡനം നടക്കുമ്പോൾ 90 കാലഘട്ടത്തിൽ പത്മോസിൻ 90 കാലഘട്ടത്തിൽ ഒരുവൻ AD 64 യാത്രയായി. അവൻ്റെ പേര് യോഹന്നാൻ അപ്പോസ്തലൻ. AD 64 അവൻ്റെ യാത്രയായി. അവൻ വന്ന് തുർക്കിയിലെ ഏഷ്യ മൈനറിൽ ആസിയയിലെ 7 സഭകൾ അവൻ ഉണ്ടാക്കുന്നു. അതിലൊന്ന് എഫെസോസ്, 2 സ്മർണ, 3 തിദയൂര, 4 പെർഗമോസ്, 5 സർദീസ്, 6 ലവോദിക്ക, 7 ഫിലാഡൽഫിയ സഭ. 7 സഭകൾക്ക് വേണ്ടി എഴുതുന്നത് വിശുദ്ധ വെളിപ്പാട് പുസ്തകത്തിൻ്റെ തുടക്കം. ഇനി അന്നത്തെ കാലത്ത് ഒരു ഭാഗം മാത്രം ദൈവമക്കളോട് പറയാം. അന്ന് സത്യവചനം പ്രസംഗിക്കുന്നവരെ എല്ലാവരും കേൾക്കണമേ. ഒരിക്കൽ കൂടി ചെങ്കവിളയിൽ പരസ്യയോഗം പ്രസംഗിക്കുന്ന ഒരു ഉപദേശിയെ കിട്ടിയാൽ ഈ റോമിൻ്റെ പടയാളികളെ എവിടെ കൊണ്ടുപോകുമെന്നറിയാമോ? അവനെ ഭൂമിക്കടിയിൽ നല്ല തിയേറ്റർ ഉണ്ട്. അവിടെ ഇന്നത്തെ കണക്ക് സുരേഷ് പ്രതലൊരിക്കലും ലൈറ്റല്ല ഉള്ളത്. അവിടെ നല്ല ഈ തൂണുണ്ട്. തൂണിനകത്ത് ഉപദേശിയെ കെട്ടും. എന്നിട്ട് മൺചട്ടി വെക്കും. രാത്രിയിൽ നല്ല പരിപാടി നടക്കുമ്പോൾ മൺചട്ടിക്കകത്ത് കൽക്കരി വാരി വിതറുമ്പോൾ ഒരു സംഭവം നടക്ക്. രാത്രിയിൽ മണ്ണെണ്ണ ഒഴിക്കും. പടപടാ തലകത്ത്. ഉപദേശിക്ക് ഓടാൻ പറ്റത്തില്ല, താഴെ കട്ട. അപ്പോൾ തല വീവുമ്പോൾ ഒരു ശബ്ദം പുറത്തു വരും, മാറാനാഥ യേശുവേ വരണമേ. യോഹന്നാൻ പോകാൻ എല്ലാവരും ഇത് പഠിക്കണം. 2 ചെങ്കവിളയിൽ എവിടെങ്കിലും ഒരു ട്രാക്ട് കൊടുക്കുന്ന ഉപദേശിയെ കിട്ടിയാൽ ഇന്ന് ഊരമ്പ് പൂവാറോട് ടാറിട്ടിരിക്കുന്ന പോലെ നല്ല ടാർപ്പാട്ട എടുക്കും. ഉപദേശിയുടെ തലയുടെ ആകൃതിയിൽ ഒരു വൃത്തമുണ്ടാക്കും, കട്ട് ചെയ്ത് കളയും. എന്നിട്ട് ടാർപ്പാട്ട ചൂടാക്കും. ഉപദേശിയുടെ തല ഇടിച്ചു കയറ്റും. മുന്നോട്ടും പിന്നോട്ടും പോകാൻ പറ്റത്തില്ല. പടപട പൂവാറോട്ടിൽ ഉരുക്കി വിടുന്നത് പോലെ, വിരാലിന്ന് തട്ടിവിടുന്നത് പോലെ തല കടന്ന് ഉരുളും. ഉപദേശിയുടെ തല ടാറിനകത്ത് കമ്മട്ടത്തിനകത്ത് മുങ്ങുമ്പോൾ കാലുകൾ പുറത്ത് കിടന്ന് പടപട ജീവശ്വാസം പിടയ്ക്കുമ്പോൾ ഒരു ശബ്ദം പാട്ട കേൾക്കും, മാറാ നാഥ യേശുവേ വരണമേ. 3-ാമത്തെ കാര്യം, പരസ്യയോഗത്തിനകത്ത് എവിടെങ്കിലും നാഥൻ്റെ കരമുയർത്തുന്ന ഒരു ഉപദേശിയെ കണ്ടാൽ ഇവിടെ നിങ്ങൾ കേൾക്കണം. ഈ ഊരമ്പ് ചന്തയിൽ നല്ലൊരു മരന്നിപ്പുണ്ട്. പരസ്യമായിട്ട് ഉപദേശി അവിടെ കൊണ്ടുവരും. ഉപദേശിയെ കൊണ്ടുവന്നിട്ട് വടം കൊണ്ട് 2 ചില്ലകൾ കൂട്ടിക്കിട്ടും. ഉപദേശിയുടെ കാലുകൾ താഴെ ചെറിയ ചില്ലയ്ക്കകത്ത്, മുകളിലെ വടം ടൈറ്റ് ആകുമ്പോൾ ചെറിയ കയർ കൊണ്ട് 2 കാലുകൾ കെട്ടുമ്പോൾ ചില നിമിഷങ്ങൾ കഴിഞ്ഞ് സൈന്യാധിപന്റെ വിസിൽ
വിസിൽ കേൾക്കുമ്പോൾ, വടമഴിച്ചു വിടുമ്പോൾ, സീക്രത്തിൽ 2 ചില്ലകൾ മാറുമ്പോൾ, വീട്ടിനകത്ത് മീൻ കീറുന്നത് പോലെ ഉപദേശിയുടെ ശരീരം 2ആയി മരച്ചില്ലകൾക്കകത്ത് കീറും. ഒരു ശബ്ദം പുറത്തു വരും, മാറാ നാഥ യേശുവേ വരണമേ. 4-ാമത്തെ ഭാഗം ഇന്ന് പാറശാലയിലോ ഒരുപക്ഷെ കളിക്കാവിളയിലോ അരുമയാന ചെയ്തികളെ കൊടുക്കുന്ന ഒരു ഊളിയക്കാരനെ കിട്ടിയാൽ അവരെന്താ ചെയ്തതെന്നറിയാമോ? പച്ചയ്ക്ക് പിടിച്ചുകൊണ്ടോ, എന്നിട്ട് എന്തോ ചെയ്യോ? കാരാഗ്രഹത്തിൽ കൊണ്ട് ചെല്ലും. ഉപദേശിയുടെ കൈകാലുകൾ ബന്ധിക്കും, ഹോസ് വായ്ക്കകത്ത് പമ്പ് ചെയ്യും, വയറ് പള്ള വീർക്ക്. അപ്പോൾ അബോധാവസ്ഥയിലോ പിന്നെ ചലനമില്ല. അബോധാവസ്ഥയിൽ കിടക്കുമ്പോൾ ഒരു സൈന്യാധിപൻ വളരെ വേഗത്തിൽ കുതിരയുമായി വരും. കുതിരയുടെ കുളമ്പ് ഉപദേശിയുടെ വയറ്റിനകത്ത് ചവിട്ടുമ്പോൾ വയറ് പൊട്ടും, കുടൽമാല പുറത്തു വരും. ജീവശാസ്ത്രത്തിൽ ഒരു വിളി കേൾക്കും, മാറാ നാഥ യേശുവേ വരണമേ. ഇന്ന് രാത്രി തായെ തകർപ്പരെ തമ്പി തങ്കച്ചേ, இந்த നാൾക്കളിലെ നമ്മ കൈകളിൽ ഈ വചനം വരുവാൻ കാരണം ആരുടെയൊക്കെ തലകൾ ടാർപ്പാട്ടയ്ക്കകത്ത്, ആരുടെയൊക്കെ കൈകാലുകൾ മരക്കൊമ്പിനകത്ത്, ആരുടെയൊക്കെ ശരീരത്തിൽ വന്യമൃഗങ്ങൾ ചവിട്ടിയത് കൊണ്ട് ഇന്ന് രാത്രി ജീവന്റെ വചനം നമ്മുടെ കരങ്ങളിൽ വന്നത്. സ്വത്രം. ഈ ശിക്ഷാവിധി കാണുമ്പോൾ യോഹന്നാൻ യാത്രയാകുന്നത്. ഡൊമീഷ്യൻ എന്ന ചക്രവർത്തി യോഹന്നാന് വേണ്ടി കൽപ്പന കൊടുത്തു. അതേ പടയാളികളെ വിളിച്ചു. യേശുവിൻ്റെ വചനം, തച്ചൻ്റെ മകൻ്റെ രക്ഷയുടെ വചനം പറയുന്ന ആരെങ്കിലും പട്ടണത്തിലുണ്ടോ? അവർ പറഞ്ഞു, എൻ്റെ പൊന്ന് സാറെ, അനേകം പേരെ കാലപുരിക്ക് അയച്ചു, ഇനി ഒരു വല്യപ്പൻ കിടപ്പുണ്ട്. എങ്കിൽ അവർ പറഞ്ഞു, തുർക്കിയിലെ യേശാമ്മേന് കൽപ്പന തരാം. എന്താ കൽപ്പന? താളിയൂലക്കകത്ത് തിരുത്താണി കൊണ്ട് കൽപ്പന ആരുടെ കയ്യിൽ കൊടുത്ത്? പടയാളികളുടെ കയ്യിൽ കൊടുത്ത കൽപ്പന എന്താ? അപ്പച്ച അമ്മച്ചി യോഹന്നാൻ അപ്പോസ്തലനെ പിടിച്ചുകൊണ്ടുപോയി കാരാഗ്രഹത്തിനകത്ത് കൊണ്ടുപോയി ഇതുപോലൊരു തടിയുടെ പ്രതലത്തിൽ കിടക്കണം. അവൻ്റെ കൈ മുതൽ കാല് വരെ ബന്ധിച്ച് കളയണം. തലയിൽ മുഖാഭരണം ധരിപ്പിക്കണം. ആ കഴുത്തിൻ്റെ അവിടെ അന്നനാളത്തെ നിന്ന് താഴോട്ട് ശരീരം പച്ചയ്ക്ക് കീറിക്കൊല്ലണം. ഒരു പ്രഭാതത്തിൽ പടയാളികൾ വന്നു. എഫെസോസ് സഭ ഇതുപോലൊരു സഭയാണ്. അപ്പോൾ 90 വയസ്സ് കഴിഞ്ഞ ഭക്തനായ ഒരപ്പച്ച, കൈകാലുകൾ വിറയ്ക്കുന്ന മനുഷ്യൻ ഒരു കപ്പ് കാപ്പി പിടിച്ചാൽ വിറയ്ക്കുന്ന മനുഷ്യൻ്റെ അടുത്ത് പടയാളികൾ വന്നിട്ട് പറഞ്ഞു, അപ്പച്ച, ഇന്ന് താങ്കളുടെ ശിക്ഷാവിധിയുടെ ദിവസം ഞെട്ടിപ്പോയി. സഭയിൽ ആരുമില്ല, കൈക്കാലന്മാരോ ഡീക്കന്മാരോ പാട്ടുകാരോ ആരുമില്ല. അപ്പച്ചൻ്റെ കൈകാലുകളിൽ വിലങ്ങുകൾ വീണു. കുതിരയ്ക്കകത്ത് 6 കുതിരകൾ ടക്ക് ടക്കടിച്ച് 12 പടയാളികൾ റോമിൻ്റെ കാരാഗ്രഹത്തിനകത്ത് കൊണ്ടുപോയി. ബൈബിളിൻ്റെ ചരിത്രം പുറത്തു വായിച്ചാൽ കരഞ്ഞു പോകും. യോഹന്നാൻ അപ്പോസ്തലനെ എവിടെ കടത്തിയെന്നറിയാമോ? ഒരു തടിയുടെ പ്രതലത്തിൽ. 6 ആയപ്പോൾ കൈകാലുകൾ ബന്ധിച്ചു. ക്യാൻസറിന് റേഡിയോ തെറാപ്പി കൊടുക്കുന്നതിന് മുമ്പ് കറുത്ത മാർക്കടിക്കുന്നത് പോലെ മാർക്കടിച്ചു. അവിടെ ഒരു പടയാളി ഉണ്ടായിരുന്നു. യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിനകത്ത് പെരിട്ടോണിയസ് എന്ന് പറയുന്ന റോമിൻ്റെ പടയാളിയാ. ചാട്ടവാർ ബിയ്യക്കട്ടയും വെച്ച് യേശുവിൻ്റെ ശരീരം തകർത്തത്. അവൻ്റെ കസിനായ ഒരുവൻ ഉലക ചരിത്രം പറയുന്നു, ഈ കാരാഗ്രഹത്തിലുണ്ടായിരുന്നു. അവൻ പറഞ്ഞു, ഞാൻ ശിക്ഷ നടപ്പാക്കാം. 7 മണിക്ക് സൈറൺ മുഴങ്ങിയപ്പോൾ യോഹന്നാൻ അപ്പോസ്തലന്റെ ശരീരത്തിനകത്ത് പെരിയ ഇങ്ങനെ വാളുകൊണ്ട് കീറുവാൻ തുടങ്ങി. കീറിയപ്പോൾ ശരീരം വിണ്ടു, പക്ഷേ ശരീരം മുട്ടിപ്പടിക്കുന്നു. രക്തം അങ്ങനെ പുറത്തേക്ക് വരുന്നില്ല. അനവധി ശരീരത്തിലകത്ത് മൂർച്ചയേറിയ ആയുധം കുത്തിയിറക്കിയ പടയാളി പറഞ്ഞ്, ഈ മനുഷ്യനെ കൊല്ലുവാൻ കഴിയത്തില്ല, കെട്ടടിച്ചു വിട്ടേക്കാൻ. അവൻ ഉടവാളെടുത്ത് കാരാഗ്രഹത്തിനകത്ത് പച്ചക്കെറിഞ്ഞെന്ന ചരിത്രം രേഖപ്പെടുത്തുന്നത്. ഇന്ന് രാത്രി നിങ്ങൾ ചോദിക്കുക, കാരാഗ്രഹത്തിനകത്ത് അവനെ തുറന്നു വിടാൻ ആരുമില്ലായിരുന്നു. ശരീരത്തിനകത്ത് മൂർച്ചേറിയ ആയുധം കയറിയിട്ടും എന്തുകൊണ്ട് യോഹന്നാൻ മരിച്ചില്ല? അപ്പച്ച അമ്മച്ചി, കാൽവറി ദർശനം കണ്ടവനെ തകർക്കുക ഒരു ഡൊമീഷ്യന്റെ കരത്തിന് കഴിയത്തില്ല. വചനം ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്ക് ഇന്ന് രാത്രി പരാജയത്തോടെ ഈ ഗ്രൗണ്ടിനകത്ത് എഴുന്നേക്കരുത്. ആലയത്തിനകത്ത് നിന്നെപ്പറ്റി ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ, നിന്റെ കുടുംബത്തിനെ പറ്റി ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ, ഹാർട്ട് അറ്റാക്ക് 4-ാമത്തെ സ്റ്റേജ്, 336 ഗ്രാമുള്ള താങ്കളുടെ ഹൃദയം, 2 ആർട്ടിക്കിളും 2 വെൻട്രിക്കിളും, ഇനി ബൈപ്പാസ് നടക്കത്തില്ലെന്ന് നിംസും കിംസും പറയും. എന്നാൽ ഇന്ന് രാത്രി പറയണം, ഞാൻ മുട്ടുമടക്കി പ്രാർത്ഥിച്ച വിഷയത്തിൻ്റെ മറുപടി എൻ്റെ പുരയ്ക്കകത്ത് ഇറങ്ങി വരുന്നത് വരെ എൻ്റെ കണ്ണുകൾ അടയുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് രാത്രി വചനം കേൾക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. സിസ്റ്റർ, ഇന്ന് രാത്രി ഭയപ്പെടേണ്ട. ക്യാൻസർ 4-ാമത്തെ സ്റ്റേജ്. വീട്ടുകാരെടുത്ത് പറഞ്ഞു കാണും, ഇനി 3 മാസമേ കാണത്തുള്ളൂ. എന്നാൽ ഇന്ന് രാത്രി കരമുയർത്തി പറയണം, എൻ്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് ഞാൻ പറഞ്ഞത്, ഞാൻ കണ്ണുനീരിൽ നിലവിളിച്ചത്, എൻ്റെ ബൈബിളിനകത്ത് എഴുതിയ തുണ്ട് പേപ്പറിൻ്റെ മറുപടി എൻ്റെ വീട്ടിനകത്ത് ഇറങ്ങി വരുന്നത് വരെ ഇന്ന് രാത്രി എൻ്റെ കണ്ണുകൾ അടയുക എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ദൂതേറ്റെടുക്കുന്നവർക്ക് ഇന്ന് രാത്രി നിന്റെ കൈമേൽ ഒരുവൻ പിടിച്ചിട്ടുണ്ട്. സാധാരണ ദൈവമല്ല, അണ്ടഘടാകങ്ങളെ സൃഷ്ടിച്ച ദൈവം, ആകാശ നക്ഷത്രങ്ങളെ ഉളവാക്കിയ ദൈവം, സൂര്യനെയും ചന്ദ്രനെയും അതതിൻ്റെ ഓർബിറ്റിനകത്ത് കറക്കുന്ന ദൈവം, ആകാശപ്പാറകളെ മിൽക്കി വേ ഗാലക്സിക്കകത്ത് വെച്ച ദൈവം, ഇന്ന് രാത്രി സോംപൂറയ്ക്കകത്ത് ഗ്രഹങ്ങളെ വെച്ച ദൈവം, അവൻ അറിയാതെ ചെങ്കവിളയിൽ എൻ്റെ തലയിലെ ഒരു മുടി നാര് പോലെ താഴെ വീഴുവാ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. വചനം ഏറ്റെടുക്കുന്നവർക്ക് ഇന്ന് രാത്രി കുഞ്ഞെ പർവ്വതങ്ങൾ നിന്റെ മുൻപിൽ മാറും, കുന്നുകൾ നിന്റെ മുൻപിൽ നീങ്ങിപ്പോകും. എന്നാൽ ഇന്ന് രാത്രി വിളിച്ച ദൈവത്തിൻ്റെ ദയ ഇന്ന് രാത്രി നിന്നെ വിട്ടുപോകുകയില്ല. ആത്മാവിൽ ചലിക്കുന്ന ദൈവമക്കൾക്ക് ക്യാൻസർ അല്ല വലുത്, ഉയർത്തെഴുന്നേറ്റ
യേശുവിന്റെ കരമാ ഇന്ന് രാത്രി വലുത്. ഇന്ന് രാത്രി ട്യൂമറല്ല വലുത്, ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ കരമാ വലുത്. ഇന്ന് രാത്രി ഹാർട്ട് അറ്റാക്ക് അല്ല വലുത്. ഇന്ന് രാത്രി കല്ലറയെ ഭേദിച്ച് ഇമ്പീരിയൽ മുദ്രയെ തകർത്ത് പുറത്ത് വന്നവന്റെ കരം ഇന്ന് രാത്രി എന്റെ കൂടെ ഉണ്ടെങ്കിൽ കൺവെൻഷൻ കൂട്ടങ്ങളുടെ മുതലാവത് രാത്രി പറയണം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്ക്, വചനം ഏറ്റെടുക്കുന്ന ദൈവ കുഞ്ഞുങ്ങൾക്ക് ഇന്ന് രാത്രി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ എൻ്റെ ഹല്ലേലൂയ സകലത്തിനും മതിയായവൻ. അവിടെ മരിച്ചില്ല. നമ്മുടെ കരങ്ങളിലിരിക്കുന്ന ബൈബിൾ സാധാരണ പുസ്തകമല്ല. 8000 പ്രോമിസ് ബൈബിളിനകത്തുണ്ട്. പ്രസംഗിച്ചാൽ നമ്മുടെ പ്രസംഗം മാറും. വാഗ്ദത്തങ്ങൾ ഉവ്വ ഉവ്വ ഉവ്വ. നിങ്ങൾക്ക് ഏവർക്കും അറിയാം. ഇന്ന് രാത്രി അത് പറയുമ്പോൾ അവസാനിക്കാം. പഴയ നിയമത്തിൽ ഭക്തനായ ഒരുവൻ യാക്കോബ്, ഇസ്രായേൽ എന്ന് പേര് ലഭിച്ച അവൻ്റെ വാർദ്ധക്യ സന്തതിയായി ഒരുവനുണ്ടായിരുന്ന യോസഫ്. ഇന്ന് ആ ഭാഗമൊക്കെ ചിന്തിച്ച് മുൻപോട്ട് പോകും. ഈ യോസഫിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാം? അവൻ ചെങ്കപിള്ളയുടെ ഉപവാസം അഥവാ ഊരമ്പ് കൊല്ലങ്കോട് മഹോത്സവത്തിലൊക്കെ പോയി ദൈവദാസന്മാർ കയ്യൊക്കെ വെച്ച് പ്രാർത്ഥിച്ചു. ഈ ചെറുപ്പക്കാരൻ ഒരു ദർശനം കണ്ടു. ദർശനം കണ്ടവനെതിരെ എന്നും പോരാട്ടമാണ്. സ്വോത്രം. നാട്ടുകാരും പോരാടും, ശത്രുവും പോരാടും. സ്വോത്രം. ദർശനമുള്ളവനെതിരെ സ്വോത്രം. ദർശനം ഇല്ലാത്തവനെതിരെ ഒരു കുഴപ്പമില്ല. പിശാചു പറയുന്നത് നല്ലവൻ, അവന് ദർശനം ഇല്ലാതിരിക്കട്ടെന്ന്. സ്വോത്രം. ദർശനവും വെളിപ്പാടും ഉള്ളവനെതിരെ പോരാട്ടം. അങ്ങനെ ഇരുന്ന ഈ ദർശനമൊക്കെ കണ്ട് നിലത്തിലെ കച്ചയുടെ കാര്യമൊക്കെ പിടികിട്ടി. പിന്നെ യോസഫിനൊരു കുഴപ്പമുണ്ടായിരുന്നു. ഊളിയക്കാരെങ്കിൽ മേടയിലൊക്കാർക്ക് അരുമയാണ് ഊളിയക്കാരെങ്കിൽ പറയാം, ഈ ഞങ്ങളുടെ കൊച്ചു പാസ്റ്റർമാർ എന്ന് വലിയ സെൻട്രൽ പാസ്റ്റർ ചെവി നുണ പറയുന്നതിൽ ഒരു നുണ പറച്ചിൽ യോസഫിനുണ്ടായിരുന്നു. സ്വോത്രം. ചേട്ടന്മാരെ പറ്റി അങ്ങനെ പറഞ്ഞുകൊണ്ടാ അവന് പോത്തീസിൽ നിന്ന് നല്ലൊരു മേലങ്കി കിട്ടിയത്. സ്വോത്രം. മനസ്സിലാക്കണം. 2 കാര്യം പോരെ, കാര്യം റെഡിയാവാം. സ്വോത്രം. അങ്ങനെ ഇരുന്നപ്പോഴാണ് കോവിഡ് വന്നത്. ചേട്ടന്മാരെവിടെ പോയെന്നറിയാമോ? നമ്മുടെ ഈ മേൽപ്പാലയ്ക്ക് അപ്പുറത്ത് മലയിൽ പോയി ആട് മേയ്ക്ക് അരിമന പോകുന്ന സ്ഥലത്ത്. സ്വോത്രം. ഇവരിവിടെ ആയിപ്പോയി. അപ്പനാകെ വേദന. 3 മാസമായിട്ട് അവരുടെ ഓരോല്ല. തമിഴ്നാട്ടിലും കോവിഡ് കമ്മിയാച്ച് 36,000 കേസ് മാറി 3000. இந்த காவல்துறை கொல்லங்கோடு போய் அருமையான ஒரு லெட்டர் போட்டுது. தமிழ் പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല. സ്വോത്രം. ഞങ്ങളുടെ ചേട്ടന്മാരെ കാണാൻ ഒരു ലെറ്റർ മായിട്ട് നേരെ പോയി. സ്വോത്രം. അങ്ങനെ ഇന്ന് ചേട്ടന്മാർ ദൂരെ നിന്ന് കണ്ട് മേൽപ്പാറ മേൽപ്പുറത്ത് അരിമനയോട്ട് വരുന്ന വഴിയേ അവനെ കണ്ട് ദൂരെ നിന്ന് പെട്ടിയാട്ടമായിട്ട് യോസഫിഞ്ഞത്. ചേട്ടന്മാർ ഞങ്ങളുടെ ഉപദേശിമാരെ, വിശ്വാസിയുടെ ഭാഷയെ പറഞ്ഞല്ല, ഉപദേശിമാരുടെ ഭാഷയെ പറഞ്ഞ് അവനെ ഇന്ന് ഒതുക്കണം. ഇതോടുകൂടി നമുക്ക് അവനെ കൈകാര്യം ചെയ്യണം. സ്വോത്രം. സന്തോഷമില്ലേ? ഉപദേശിമാർ പറയത്തില്ലയോ സ്ഥലമാറ്റമൊക്കെ വരുമ്പോഴും ഈ സ്ഥലമാറ്റത്തെ ട്രാൻസ്ഫർ അവൻ്റെ ആ പരിപാടി ഞാൻ നിർത്തും. സന്തോഷമില്ലല്ലോ? സ്വോത്രം. ഇത് മാതിരിയാണ് യോസഫിൻ്റെ സഹോദരന്മാർ പറഞ്ഞത്. പാവപ്പെട്ട യോസഫ് അവിടെ ചെന്ന് പെട്ടിയാട്ടോയിലെ സ്വോത്ര സാധനങ്ങളെല്ലാം അവരെടുത്തു. എന്നിട്ട് എവിടെ ആയിട്ടെന്നറിയാം? പ്രോമിസ് പൊട്ടക്കിണർ. പൊട്ടക്കിണറിൻ്റെ പ്രത്യേകത എന്താ? പല്ലി, പാമ്പ്, ചെരുപ്പിൻ്റെ വാ, ഇതൊക്കെയാണ് അതിനകത്തുള്ളത്. ഓർക്കണ്ടവർ നിന്നെ ഓർക്കത്തില്ല. നിന്റെ കുപ്പായം അവരഴിച്ചെടുക്കും. വാഗ്ദത്തമുള്ളവൻ പൊട്ടക്കിണറ്റിൽ കിടന്നാലും നീ അസ്തമിക്കത്തില്ല. നിനക്ക് വേണ്ടി സ്വർഗത്തിൻ്റെ കോവണി ഇറങ്ങി വരും. കൺവെൻഷൻ്റെ ആദ്യ രാത്രി വചനമേറ്റെടുത്തുകൊണ്ടേ പോകാവൂ. നിങ്ങളുടെ തലയിൽ ആരും കൈവെക്കണ്ട. ഇന്ന് ജയദാസ് പറഞ്ഞുള്ള ഹൃദയം നുറുങ്ങിയവർക്ക് വചനത്തിൽ കൂടി ഇന്ന് രാത്രി മറുപടിയാണ്. മനസ്സ് തകർന്നവർ ഇന്ന് ദൈവത്തെ ആരാധിച്ച് വിടുതലേറ്റെടുക്കും. അതിനായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. 1, അവൻ എവിടുന്നോ രക്ഷപ്പെട്ടു. 2, അവനെ ചന്തയെ കയറ്റി. എവിടെയാണെന്നറിയാമോ? പനച്ചുമൂടി ചന്ത പോലെ ചന്തയെ കയറ്റി. കൊല തൂക്കുന്നത് പോലെ മിദ്യാന്യ കച്ചവടക്കാരിവിടെ തൂക്കി. വല്ല രക്ഷയുണ്ടായോ? 2. 3, അവൻ നല്ല അരുമയാനൊരു വീട്ടുക്കുള്ളേ ചെന്ന്. സ്വോത്രം. അതാ നമ്മുടെ പറവോൻ്റെ അകമ്പടിതായ പൊത്തിപ്പേറിൻ്റെ വീട്ടു മുന്നകത്ത് ചെന്ന് പൊത്തിപ്പേറിൻ്റെ ഭാര്യ ഒരു സാംസങ് ഗാലക്സി മൊബൈലും അൽബഗാമ് ഊട്ടുപുരിയിൽ നിന്ന് നല്ല സുന്ദരമായ ചപ്പാത്തിയൊക്കെ കൊണ്ട് ഞങ്ങളുടെ യോസഫന്മാരെ നല്ല വീട്ടുക്ക് വാസലെന്നും പറഞ്ഞ് അരുമയാണ് തമിഴ് പാട്ട് പാടി അവിടെ നിന്നേനെ. സ്വോത്രം. പക്ഷേ യോസഫിന് കിട്ടി இந்த ചേച്ചിക്കൊത്ത് ഞാൻ പാട്ട് പാടി നിന്നാൽ എൻ്റെ കാര്യം പോവും. എന്തായാലും യോസഫ് മതിലിയാടി. പിന്നെ ചേച്ചിക്കുള്ള കിട്ടിയിരിക്കുന്നത് പേശിയെ കിട്ടിയിരിക്കുന്നത്. അതാ ഈ കേസ് പോകാൻ കാര്യമില്ല, രക്ഷയില്ലായിരുന്നു. സ്വോത്രം. യോസഫ് ചാടിയപ്പോൾ പേശി ചേച്ചിക്ക് കിട്ടി. 4, അവൻ കാരാഗ്രഹത്തിൽ കിടക്കുക. സ്വോത്രം. കാരാഗ്രഹത്തിൻ്റെ പ്രത്യേകത, അവിടുത്തെ പ്രത്യേകത കള്ളസാക്ഷികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വാഗ്ദത്തമുള്ളവൻ കാരാഗ്രഹത്തിൽ കടന്നപ്പം ആരെ ദൈവം അയച്ചു? അന്തഃപുരത്തിനകത്തിരിക്കുന്നവന് സ്വർഗത്തിലെ ദൈവം കാരാഗ്രഹത്തിൽ അയച്ചു. ഇന്ന് രാത്രി മനസ്സിലാക്കണം. അതുകൊണ്ട് ദൈവത്തിൻ്റെ ദാസന്മാർ ഞങ്ങൾ പറയാറുണ്ട്, ദർശനത്തിന് ദൈവം ഒരു അവധി വെച്ചിട്ടുണ്ട്. കണ്ണുനീരിന് ദൈവം ഒരു മറുപടി വെച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി ആത്മാവിൽ ദൂതേറ്റെടുക്കുന്നവർക്കായി പൊട്ടക്കിണറിന് നിന്നെ തകർക്കാൻ കഴിയത്തില്ല. അടിമച്ചന്തയിൽ നിന്റെ ചേട്ടന്മാർ നിന്നെ വിറ്റ് കാശാക്കിയാലും പൊത്തിപ്പേറിൻ്റെ ഭാര്യ നിനക്കെതിരെ നിന്നാലും കാരാഗ്രഹത്തിനകത്ത് നീ തീരുമെന്ന് ലോകം പറഞ്ഞാലും അതിൻ്റെ നടുവിൽ നിന്ന് നീ കാരാഗ്രഹത്തിനകത്ത് പട്ടിണി കഞ്ഞി കുടിച്ചു കിടക്കുമ്പോൾ നീ അറിയാതെ പറവോന്റെ കൊട്ടാരത്തിനകത്ത് സ്വർണ്ണ സരിപ്പളை ചേർമൊരുക്കുക ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. വചനം
വചനം ഏറ്റെടുക്കുന്നവർക്കായി ഇന്ന് രാത്രി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. നിന്ദിച്ചവരുടെ നടുവിൽ മാനിക്കുന്ന ദൈവ, ശത്രുക്കളുടെ നടുവിൽ നിന്നെ ഉയർത്തുന്ന ദൈവ, നിന്റെ ചേട്ടന്മാരുടെ നടുവിൽ നിന്നെ മാനിക്കുന്ന ദൈവ. സഹോദര, നാട്ടുകാർ, നിന്റെ കുടുംബക്കാർ നിന്റെ പരാജയം കാണുവാൻ കാത്തിരിക്കുക. നിന്റെ വീട്ടിനകത്ത് ശവപ്പെട്ടി വരുന്നത് കാണുവാൻ നാട്ടുകാർ കാത്തിരിക്കുക. നിനക്കെതിരെ മതിൽ അവർ കെട്ടിവെക്ക്. എന്നാൽ യോസഫേ, നീ ഫലപ്രദമായ ഒരു മുന്തിരിവള്ളി അങ്ങ്. ആരൊക്കെ നിനക്കെതിരെ മതിൽ കെട്ടിയാലും സന്തരാധികജാന ബൗദാരവ സന്തുര്, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുക. വാഴ്ചകളെയും അധികാരങ്ങളെ, അന്ധകാരത്തിന്റെ പോരുകളെ, കാൽവരുടെ കൊലക്കളത്തെ തകർത്തുയർത്തുക. യേശുവിന്റെ നാമം ഇന്ന് രാത്രി നിനക്ക് വേണ്ടി വെളിപ്പെടുമ്പോൾ സിസ്റ്റർ, ബ്രദർ, നിനക്കെതിരെ ഏതൊക്കെ മതിൽ കെട്ടിയാലും ഏതൊക്കെ പ്രതിസന്ധികൾ വന്നാലും അതിന്റെ നടുവിൽ വാഗ്ദത്തമുള്ളവന് മുന്തിരിവള്ളി പോലെ പടർത്തുക. യോസഫിന്റെ കണ്ണുനീരിനകത്ത് ഒരു കരം ഇറങ്ങി വന്നെങ്കിൽ ഇന്ന് രാത്രി ആ കരം തളർന്ന കരമല്ല. വചനം ഏറ്റെടുക്കുന്ന കുഞ്ഞുങ്ങൾ പറയണ, ദർശനത്തിന് ദൈവം ഒരു അവധി വെച്ചിട്ടുണ്ട്. ഹബക്കൂക്കിനോട് ചേർന്ന് പറയണ, ഈ മാസം അവസാനിക്കുന്നതിന് മുമ്പ്, ഈ വർഷം അവസാനിക്കുന്നതിന് മുമ്പ് എൻ്റെ പ്രാർത്ഥനയുടെ മറുപടി എൻ്റെ കുടുംബത്തിനകത്ത് ഇറങ്ങി വരും. ഇന്ന് രാത്രി ആത്മാവിൽ ചലിക്കുന്നവർക്കായി എല്ലാ കാലത്തും കാരാഗ്രഹത്തിന് നിന്നെ ഒതുക്കാൻ കഴിയത്തില്ല. എല്ലാ കാലത്തും ചേട്ടന്മാർക്ക് നിന്നെ ഒടുക്കാൻ കഴിയത്തില്ല. അപ്പൻ്റെ മുൻപിൽ അവർ കള്ളം പറയും, നാട്ടുകാരുടെ മുമ്പിൽ കള്ളം പറയും. ഇന്ന് രാത്രി പറ, ഓർക്കണ്ടവർ ഓർക്കത്തില്ല, നിന്റെ രക്തബന്ധങ്ങൾ നിന്നെ മറക്ക്. എന്നാൽ ഇന്ന് രാത്രി ചെങ്കവിള പറയണ, വചനമെടുത്ത് ഞാൻ ഇറങ്ങിയപ്പോൾ എൻ്റെ ദൈവത്തിന് എന്നെ പറ്റി ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ എൻ്റെ പതനം കാണാനിരുന്നവരുടെ നടുവ് എൻ്റെ പൊന്നുപോലെ മാനിക്കുക. യോസഫിന്റെ കണ്ണുനീരിനകത്ത് ഇറങ്ങി വന്ന കര എനിക്ക് വേണ്ടി വെളിപ്പെട്ടു വരുന്ന രാത്രിയാ. Something is happened in this moment. The precious moment, the mighty presence of Holy Spirit surround the first convention. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ചില കുടുംബങ്ങൾക്കെതിരെ, ചില കുഞ്ഞുങ്ങൾക്കെതിരെ, ചിലരുടെ വാഗ്ദാനങ്ങൾക്കെതിരെ ഇന്ന് രാത്രി ഉയർത്തിയ മതിലുകളെ തകർക്കുക. ഇന്ന് രാത്രി പരിശുദ്ധമായ ശാഖയിൽ ഇന്ന് രാത്രി വ്യാപരിക്കുന്ന രാത്രിയാണ്. ഹല്ലേലൂയ. പ്രോമിസുകൾ മരിക്കത്തില്ല. സ്തോത്രം. യോഹന്നാൻ അപ്പോസ്തലനെ പത്മോസിലേക്ക് നാട് കടത്തുന്നു. അടുത്ത ദിവസങ്ങൾ ചിന്തിക്കുക. സ്വർഗം അവന് വേണ്ടി തുറക്കുന്നു. 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നിലയെങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടി അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ, കാൽ ചൂലോയിൽ ചുട്ടുപടിപ്പിച്ചതുപോലെ പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ മഹാനാഥം 7 നക്ഷത്രമാകുന്ന സഭയെ വലം കയ്യിൽ. യോഹന്നാനോട് പറഞ്ഞു. അവൻ മുട്ടുമടക്കി തലയിലേക്ക് കരമിറങ്ങി വന്നു. അരുമയാന കൊലുവിനാറിനല്ല അരുമയാന പാടലെ കൊടുത്തത്. 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നിലയെങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവൻ്റെ കരമിറങ്ങി വന്നു. അവൻ മുട്ടുമടക്കി, ആദ്യൻ അന്ത്യൻ, ആൽഫ ഓമേഗ, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. യോഹന്നാനെ, ഒരിക്കൽ ഞാൻ മരിച്ചവൻ, എന്നാൽ എന്നും എന്നേക്കും ജീവിച്ചിരിക്കുന്നു. നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും മേലാൽ സംഭവിപ്പാനുള്ളത് ഒരു പുസ്തകത്തിൽ എഴുതി. ആ പുസ്തകമാ വിശുദ്ധ വെളിപ്പാട് പുസ്തകം. 404 വാക്യങ്ങൾ, 22 അധ്യായങ്ങൾ. രംഗപടത്തിന് പിൻപിൽ നടക്കാൻ പോകുന്ന സംഭവങ്ങൾ. അപ്പോക്കാലിപ്സ്, ഗ്രീക്ക് മൂലഭാഷ. ഇന്ന് കുഞ്ഞു വായിച്ചത് 20ാമത്തെ വാക്യം. 1 തേജസ്കരിക്കപ്പെട്ട ക്രിസ്തു. 2, 3 ആസിയിലെ 7 സഭ. 4 സഭ ഇവിടില്ല, അനന്തരം സ്വർഗത്തിലൊരു വാതിൽ. 5 പുസ്തകം തുറപ്പാൻ യോഗ്യനാര്. 6 കുഞ്ഞാട് മുദ്രകൾ പൊട്ടിക്കുന്നു. 7 മുതൽ 11 വരെ ഇസ്രയേലിന്റെ നിലവിളി. 12 ആൺകുട്ടി സിംഹാസനത്തിൽ. 13 പിശാചിന്റെ തൃത്വത്വം. 14 സിയോൻ മലയിലെ കുഞ്ഞാട്. 15 കൈമേലും നെറ്റിമേലും മുദ്രയേൽക്കാത്തവർ കുഞ്ഞാടിന്റെ വീണകൾ. 16 7 കാഹളം, 7 കലശം, 7 ദൂതന്മാർ. 17 മഗതിയാം ബാബിലോൺ. 18 വ്യാപാര ബാബിലോൺ. 19 കുഞ്ഞാടിന്റെ കല്യാണം. 20 ന്യായാസനങ്ങൾ തുറക്കുന്നു. സ്തോത്രം. 1000 ആണ്ട് വാഴ്ച. 1000 ആണ്ട് വാഴ്ചയിൽ ആര്? യേശുക്രിസ്തുവിന്റെ സാക്ഷ്യവും വചനത്തിന്റെ നിറവ് പ്രകാരം തല ഛേദിക്കപ്പെട്ട രക്തസാക്ഷികൾ അവിടെ. 2 മൃഗത്തോട് ജയിച്ചവർ. 3 പ്രതിമയോട് ജയിച്ചവർ. 4 സംഖ്യയോട് ജയിച്ചവർ. 5 അതിൻ്റെ മുദ്രയോട് ജയിച്ചവർ. 1000 ആണ്ട് ക്രിസ്തുവിനോട് കൂടെ ചേർന്ന് വാണു. ഇതായിരിക്കും ഈ കൺവെൻഷൻ്റെ പ്രമേയം. ശ്രദ്ധയോടെ ഇരിക്കുന്ന ഒരു ബൈബിൾ ക്ലാസ്സിലിരിക്കുന്നത് പോലെ. അപ്പോൾ വിശുദ്ധ ബൈബിൾ 10 യുഗങ്ങൾ. അതിൽ ഒരു ഭാഗം മാത്രമായിരിക്കും ഇന്ന് രാത്രി 2 പാർട്ടുകൾ ചിന്തിക്കുമ്പോൾ അവസാനിക്കും. അതിൻ്റെ പ്രത്യേകത, വിശുദ്ധ ബൈബിൾ 10 യുഗങ്ങൾ, 31,173 വാക്യങ്ങളിൽ 10 യുഗങ്ങൾ, 10 ഡിസ്പെൻസേഷൻസ്. 1 ദൂതന്മാരുടെ യുഗം. 2 നിൽക്കൽമഷ യുഗം. 3 മനസാക്ഷി യുഗം. 4 ന്യായപ്രമാണ യുഗം. 5 സങ്കലന യുഗം. 6 കൃപായുഗം. 7 ഉപദ്രവം. 8 മഹോപദ്രവം. 9 1000 ആണ്ട് വാഴ്ച. 10 നിത്യ യുഗങ്ങൾ നാം പ്രിയനോട് ചേർന്ന് വാഴും.
എവർ ലാസ്റ്റിംഗ് എറ്റേണിറ്റി. അതിനാ പാടുന്ന പുത്തനാമ യെരൂശലേമിൽ. അങ്ങനെയെങ്കിൽ കൃപായുഗത്തിൻ്റെ പ്രത്യേകത. എവിടെ കൃപായുഗം തുടങ്ങി? ശ്രദ്ധയോടെ ഓടിച്ചൊരു വാക്ക് പറയാം. ഒന്ന്, ദൂതന്മാരുടെ യുഗം. എല്ലാവരും കേൾക്കണം. ആദ്യത്തെ സൃഷ്ടി, മകുടമായി ഉലകം, അതോടൊപ്പം ദൂതന്മാർ. അതിനകത്തൊരു നേതാവുണ്ടായിരുന്നു. അവൻ്റെ പേര് ആരാധനാ വീരൻ. അവൻ്റെ പേര് ലൂസിഫർ. ലൂസി പ്രകാശം, ഫെർ രശ്മി. വചനം പഠിക്കണം. അവൻ ദൈവത്തോട് മറുതലിച്ചു, അത്യുന്നതൻ്റെ സിംഹാസനത്തിൽ ഞാൻ കയറിയിരിക്കും. യെശയ്യാ പ്രവചനം. അരുണോദയ പുത്രനായ ശുക്ര, നീ വെട്ടേറ്റു വീണതെങ്ങനെ? അവൻ ആ തേജസ് നഷ്ടപ്പെട്ടവൻ, സാത്താനായി മാറിയത്. ലൂസിഫർ, ലൂസി പ്രകാശം, രശ്മി. അതുകൊണ്ടാണ് നമ്മൾ ദൈവസഭയെ പാട്ടുപാടും, ദൂതനെ തള്ളി. ദൂതർക്കും കൂടെ അവകാശം ലഭ്യമാകാതുള്ള രക്ഷ ദൂതറിയിപ്പാൻ ഭാഗ്യം ലഭിച്ചെനിക്ക്. അതാ ദൂതൻ. രണ്ട്, നിൽക്കൽമഷ യുഗം. അതിൻ്റെ പ്രത്യേകത, അതിൻ്റെ ആദമും ഹവ്വായും തോട്ടത്തിൽ കൊണ്ടുവന്നു. സർപ്പം ഹവ്വയെ ഉപായത്തിൽ ചതിച്ചു, രക്ഷയുടെ വസ്ത്രം നഷ്ടപ്പെടുത്തി. രണ്ടാം യുഗം. മൂന്നാം യുഗമാ ഒന്ന്, ദൂതന്മാർ. രണ്ട്, നിൽക്കൽമഷം. മൂന്ന്, മനസാക്ഷി. സ്വന്തം ചേട്ടൻ അനിയനെ വെട്ടിക്കൊന്നു. കുവൈറ്റും ഇറാഖും അല്ല, റഷ്യ ഉക്രൈൻ അല്ല. ആദ്യത്തെ കൊലപാതകം ബൈബിളിൽ. ഒരമ്മയുടെ ഉദരത്തിൽ പിറന്ന 2 കുഞ്ഞുങ്ങൾ ആരാധനയ്ക്ക് വന്നവൻ ചേട്ടനെ അനിയനെ കൊന്നുകളഞ്ഞു. അതിൻ്റെ പേരാ മനസാക്ഷിയില്ലാത്ത കാലം. 4, ന്യായപ്രമാണ യുഗം. സീനായിൽ മോശെ 750 പ്രമാണം, 10 കൽപ്പന. അവസാന കൽപ്പലകൾ വലിച്ച് എറിഞ്ഞ് ഇസ്രായേൽ മക്കൾ തന്നെ തീർത്തു. ന്യായപ്രമാണത്തിൻ്റെ അവസാന കണ്ണിയായി ഒരുവൻ വന്നു, സ്നാപക യോഹന്നാൻ. സ്നാപക യോഹന്നാൻ്റെ പ്രത്യേകത, ന്യായപ്രമാണത്തിൻ്റെ അവസാന കണ്ണിയാവും വരുന്നു. അവൻ്റെ യുഗം ആരംഭിക്കുന്നത് സങ്കലന യുഗം, 5ാമത്തെ യുഗം. ബൈബിൾ 66 പുസ്തകങ്ങൾ. അതിൽ ഒരു മിനി ബൈബിളുണ്ട്, യെശയ്യാ പ്രവചനം. 66 അധ്യായങ്ങൾ, 39 നിഴൽ. പഴയ നിയമം 40. യോഹന്നാൻ ഒരു പ്രസംഗമുണ്ട്, സർപ്പസന്തതികളെ, വരുവാനിരിക്കുന്ന കോപസ ദിവസത്തിൽ നിന്ന് വിട്ടൊഴിഞ്ഞ് മരുഭൂമിയിൽ ദുർഘടപാതകൾ നിരപ്പാക്കി യഹോവയ്ക്ക് വഴിയൊരുക്കുവിൻ. വായിച്ച എത്ര പേരുണ്ട്? ഇന്ന് ഞങ്ങൾ കൺവെൻഷന് തായെ, തകർപ്പരെ, തമ്പിയെ, അരുമയാന ദേവ പിള്ളകളെ എന്ന് വിളിക്കുന്ന സ്വോത്രം. യോഹന്നാൻ വിളിച്ചെന്ത്? സർപ്പസന്തതികളെ. ഇന്ന് വർഗീസ് ഭാഷങ്ങൾ, ശുഭലാൽ ഭാഷക്ക് ഇവിടെ ഇരിക്കും. സർപ്പസന്തതികളെങ്ങാനും പറഞ്ഞാൽ പിന്നെ ഭാഷം കുടുംബം മാത്രം കറുവാപ്പസി എല്ലാ സ്ഥലം കാലിയാക്കുക. സ്വോത്രം. യോഹന്നാൻ പറഞ്ഞതാ സ്വോത്രം. ആ സർപ്പസന്തതികളെ വിളിച്ച യോഹന്നാൻ ഹേരോദാവിൻ്റെ കൽപ്പനയാൽ തല ഛേദിക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ സങ്കലന യുഗത്തിൽ ഒരുവൻ വന്നു. മാനവകുലത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ വന്നു. 33.5 വർഷം അവൻ തിരുവെഴുത്ത് പ്രകാരം ജീവിച്ചു. അവൻ മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. 40 ദിവസം ശിഷ്യന്മാരുടെ ഇടയിൽ അവർക്ക് പ്രത്യക്ഷനായി. 40-ാം ദിവസം ഒരു മേഘം താഴേക്ക് വന്നു. ഉസ്നെ ചലാകിയ പരമേശ്വർ ക മഹിമാമേ. അവൻ പിതാവിൻ്റെ സന്നിധിയിൽ എടുക്കപ്പെട്ടു. പോയപ്പോൾ ഒരു കാര്യം പറഞ്ഞു, വാഗ്ദത്തത്തിൻ്റെ ശക്തി പ്രാപിച്ചിട്ട് വേണം നിങ്ങൾ പട്ടണം വിട്ടുപോകാൻ. യേശു പോയി. 12 അപ്പോസ്തലന്മാരും താടിക്ക് കൈ കൊടുത്തോലെ നിൽക്കുക. സെൻട്രൽ പാസ്റ്റർ തലമൈ ബോധകർ പോയി. ഊളിയക്കാർ ഇങ്ങനെ നിന്നപ്പോൾ ഒരു ദൂതൻ മേളിൽ നിന്നോട്ട് 2 പേര് വന്നിട്ട് പറഞ്ഞു, ചെങ്കവിളെ നിൽക്കാതെ കുമാരി മാവട്ടത്തിലും തമിഴ്നാട്ടിൽ പോയി വചനം പറയാം. സ്വോത്രം. യഹൂദിയയിലും ശമരിയയിലും ലോകത്തിൻ്റെ അറ്റത്തോളം വചനം പറയും. ഗലീലാ പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളെ വിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോയി യേശു പോയതുപോലെ മടങ്ങി വരും. കേട്ടോണം. കറക്റ്റ് ബൈബിൾ കോളേജിൽ ഇരിക്കുന്ന പോലെ. 10 ദിവസത്തെ വഴിദൂരം. 50-ാം ദിവസം പെന്തക്കോസ് പെരുന്നാൾ സെഗിയോൻ മാളിക മുറിയിൽ ഏകദേശം 120 പേർ മുട്ടുമടക്കുന്നു. യോവേലിൻ്റെ പ്രവചനം, അന്ത്യകാലത്തെ സകല ജഡത്തിന്മേൽ എൻ്റെ ആത്മാവിന്. പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, യുവാക്കൾ ദർശനങ്ങളെ കാണും, വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. മേലാകാശത്തിലും കീഴഭൂമിയിലും അത്ഭുതങ്ങളും അടയാളങ്ങളും. നാഥൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ രക്ഷിക്കപ്പെടും. ആ യുഗത്തിൻ്റെ പേരാ കൃപായുഗം. ഈ കൃപായുഗം അപ്പം കൃപായുഗം തുടങ്ങിയത് എവിടാ? പാളയല്ലമ്മസിലാന്നു, അല്ലെ പുനലൂർ അസംബ്ലി സ്കൂളിലാന്നു, അല്ലെ കുമ്പനാട് ഹെബ്രോനിലാന്നു, അല്ലെ ഇരുമ്പലിയൂരാന്നു. സ്വോത്രം. ഇവിടെ ഒന്നും അല്ല കൃപായുഗം തുടങ്ങിയത് പെന്തക്കോസ് പെരുന്നാളിൽ. പ്രസിഡന്റ് ഉണ്ടായിരുന്നു, സെക്രട്ടറി ഉണ്ടായിരുന്നു, സ്വോത്രാഴ്ച അടിച്ചുകൊണ്ടുവന്ന ട്രഷറർ ഉണ്ടായിരുന്നു, ഉപദേശിയുടെ പേര് വിട്ടുന്ന ആരെങ്കിലും ഉണ്ടായിരുന്നു? ഒരുത്തരും ഇല്ലായിരുന്നു. സഭ ആരംഭിച്ചത് ഹോളി സ്പിരിറ്റ്. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവ് ഇവിടെ നിൽക്കുമ്പോൾ ഈ സഭ മധ്യാകാശത്തിൽ എടുക്കപ്പെടും. ഹല്ലേലൂയ, സ്വോത്രം. ഇനി ആ കൃപായുഗം നമ്പർ 1 റാപ്ചർ. നാളെ അത് വിശദമാക്കി തരാം. ദൈവസഭ മധ്യാകാശത്തിൽ എടുക്കപ്പെടും. 2, ഇന്നത്തെ ഇസ്രായേൽ
ഹമാസ്, സിറിയ, ലബനോൻ, അത് കഴിഞ്ഞിട്ട് ഇറാൻ, തുർക്കി, അഫ്ഗാൻ. ഈ അടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഒരിടത്ത് റഷ്യ, ഉക്രൈൻ. ഇതെല്ലാം അവസാനം വരുന്നത് തേർഡ് വേൾഡ് വാർ. കൃപായുഗത്തിൽ 1, ദൈവസഭ മധ്യാകാശത്തിൽ 2. ഇവിടെ നിന്നൊരു സംഭവം നടക്കും. 3-ാം ലോക മഹായുദ്ധം നടക്കും. അത് കഴിയുമ്പോൾ ഒരുവൻ ലോകത്തെ ഭരിക്കുവാൻ വരും. ഒരു റോബോട്ട്, ഒരു മൃഗം, ഒരു സംഖ്യ, ഒരു മുദ്ര. അവനെപ്പോൾ വരും? വായിച്ചു തുടങ്ങാം എല്ലാം. ആഫ്റ്റർ ദ തേർഡ് വേൾഡ് വാർ. നാളെ ഇലാബറേറ്റ് ആയിട്ട് നാം ഒന്നുകൂടെ വായിക്കും. വെളിപ്പാട് 13:1-2 മോള് വായിച്ചാട്ട് ആരെഴുന്നേറ്റ് വരും? വെളിപ്പാട് 13:1-2 കൃപായുഗം വായിക്കാം. അപ്പോൾ 10 കൊമ്പും 10 കൊമ്പും 7 തലയും 7 തലയും കൊമ്പുകളിൽ 10 രാജമുടിയും തലയിൽ ദൂഷണനാമങ്ങളും ഉള്ള ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ്. കുഞ്ഞാവാക്യം വായിക്കട്ടെ, മാറ്റല്. അപ്പോൾ 10 കൊമ്പ്. ആരാ 10 കൊമ്പ്? എല്ലാവരും കേൾക്കണം. കുഞ്ഞുങ്ങളെല്ലാം പഠിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം കേൾക്കണം. അതുകൊണ്ട് വളരെ സ്പീഡ് കുറഞ്ഞു പോകുന്നത്. 10 കൊമ്പാര ഇന്നത്തെ യൂറോപ്യൻ യൂണിയൻ. 2001 യൂറോപ്യൻ യൂണിയൻ ആഗോള വ്യാപകമായി രജിസ്റ്റർ ചെയ്യുന്നത്. ഇന്ന് 29 രാജ്യങ്ങൾ യൂറോപ്യൻ യൂണിയനകത്തുണ്ട്. 12 രാജ്യങ്ങൾക്ക് മാത്രമേ വോട്ടവകാശമുള്ളൂ. യൂറോപ്പിലേക്ക് പോകാൻ ഒറ്റ വിസ. തമിഴ്നാട്ടിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളോട് പറയാം, ഒരു വിസയുടെ പേരാ ഷെങ്കൻ വിസ. ഒറ്റ വിസ എടുത്താൽ 29 രാഷ്ട്രങ്ങളിൽ ഒറ്റ പാസ്പോർട്ടുമായിട്ട് യാത്ര ചെയ്യാം. ലോകഭരണം ഒരുവന്റെ കയ്യിൽ. വരാൻ പോകുക ന്യൂ വേ വേൾഡ് ഓർഡർ. അതിനാസ്പദമായി 12 രാജ്യങ്ങൾക്ക് വോട്ടവകാശം. ബെൽജിയം, ഫ്രാൻസ്, ഇറ്റലി, ഈസ്റ്റ് ജർമ്മനി, ലംസംബർഗ്, നെതർലാൻഡ്, പോർച്ചുഗൽ, സ്പെയിൻ, ഡെൻമാർക്ക്, ഗ്രീസ്, അയർലൻഡ്, ബ്രിട്ടൻ. ദാണ്ട് ബ്രിട്ടനെ ഇപ്പം ദൈവം വെട്ടി. എല്ലാവരും കാണണം. 12-ൽ 1 പോയി. നമ്മുടെ ചെങ്കവിളിയിലെ ചിന്നമ്മ ചേച്ചി മീനിന്റെ വാല് വെട്ടുന്ന പോലെ സ്വർഗത്തിലെ ദൈവം ബ്രിട്ടനെ വെട്ടി. 12-ൽ 1 പോയി, 11 ഇനി ഒന്നുകൂടെ പോയാൽ, ഒറ്റ രാജ്യം കൂടെ പോയാൽ അന്ന് രാത്രി എൻ്റെ പ്രിയൻ വാനമേഘത്തിൽ വരും. നിങ്ങൾക്ക് സന്തോഷമില്ലല്ലോ? പണ്ട് ഇங்கே அருமையான வேலை பார்க்குற பிள்ளார் எங்கே போய் பண்டு செங்கவிளை கேட்டிருக்கு. அவர் பாம்பேக்கு போயிருக்குது, அவர் ന്യൂഡൽഹിക്ക് പോയി. അത് കഴിഞ്ഞ് മതിലിയാടി ഗൾഫിക്ക് പോയി. സ്വോത്രം. അതിന് ശേഷം കാനഡയിൽ പോയി, അതിനുശേഷം അമേരിക്കയിൽ പോയി. അന്ത കാലം മുടിഞ്ചാച്ച്. ഇന്ന് നിങ്ങൾ പാറശാല കുഞ്ഞമ്മാമയോട് ചോദിക്കണം. കുഞ്ഞമ്മാമ മൂത്ത മോൻ അയർലൻഡ്, രണ്ടാമത്തെ മോൻ ന്യൂസിലൻഡ്, അത് കഴിഞ്ഞ് അടുത്തവൻ മാൾട്ടാദേവി, മരുമോളവിടെ, അവൾ ലണ്ടൻ പട്ടണത്തിൽ. ഇപ്പം കുഞ്ഞമ്മാമയും വേലക്കാരി ഉണ്ട്. വേലക്കാരി പോകാതിരിക്കുന്നതിന് ഹല്ലേലൂയ. കുഞ്ഞമ്മാമയും പെരുവഴിയായി പോ. സ്വോത്രം. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. എല്ലാം പോയില്ലേ UK-ലേക്ക്? അതാ ഈ UK യൂറോപ്യൻ യൂണിയനിൽ പോയി. 12-ൽ 1 പോയി. 11 ഇനി 1 പോയാൽ അതാ 10 കൊമ്പ് 7 തല. ക്ലിയർ ആയിരിക്കണം. ഇറ്റലിക്കകത്തൊരു ടൈബർ നദീതീരം. അവിടെ 7 മലയുണ്ട്. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ കാപ്പിറ്റോളിയൻ, പാലിറ്റേലിയൻ, അവന്റേൻ, കൊറിയൻ, ബിമിനൽ, എസ്കലൻ, ജാനിക്കുലൻ. ഒരുപക്ഷെ നിങ്ങൾക്ക് സംശയം വരുവാണെങ്കിൽ ഹെബ്രോൻ ബിഷപ്പ് പിന്നെയും കാണാം. ഇത് വീണ്ടും യൂട്യൂബിൽ കിട്ടത്തില്ല, കാണാം. നിങ്ങൾക്ക് വീണ്ടും ഞാൻ പോയാലും ഇത് ക്ലിയർ ആവും. അതുകൊണ്ടാണ് പറഞ്ഞ് 7 മല. കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ അവിടെ ഇരിക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം 10 രാജമുടി. തമിഴ്നാടിൻ മുതലമച്ചർ നിങ്ങൾക്കറിയാം. இந்த നാൾക്കല്ല സ്റ്റാലിൻ. അവരൊറ്റയ്ക്കല്ല ഭരിക്കുന്നത്, അവരുടെ കൂടെ മന്ത്രിമാർ അനവധി. അതുപോലെ യൂറോപ്പിനോട് 10 രാജ്യം ചേരും, അമേരിക്ക തകരും. ഇതൊക്കെ ഒരു അന്ത്യകാലത്തിന്റെ ലക്ഷണമാണ്. ദൂഷണനാമം, എതിർ ക്രിസ്തു, തുമ്പുകെട്ട ഇടയൻ, നാശയോഗ്യൻ, വരുവാനിരിക്കുന്ന പ്രഭു, അധർമ്മത്തിന്റെ മർമ്മം. ഇങ്ങനെ ഒരുവൻ ഭരണത്തിൽ വരും. അടുത്ത വാക്ക് വായിച്ചാട്ടെ. നീ കണ്ട മൃഗം. വായിച്ചിട്ട് മോളെ അടുത്ത വാക്ക്. ഞാൻ കണ്ട മൃഗം. യോഹന്നാൻ പത്മോസിൽ കണ്ട മൃഗം പുള്ളിപ്പുലിക്ക് സദൃശ്യവും. പുള്ളിപ്പുലിയ ആരാ? ഫിലിപ്പിന്റെ രാജ്യം. അഥവാ നിങ്ങൾക്ക് ഏവർക്കും അറിയാം, റോമിന്റെ ഭരണം അഥവാ നിർണായകമായ സംഭവമുണ്ട്. ഗ്രീസിലെ ഒറ്റക്കൊമ്പന. ആ ഗ്രീസ് വഴിയാ യൂറോപ്പിൽ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന വരാൻ പോകുന്നത്. അതാ പുള്ളിപ്പുലി. അതിവേഗത്തിൽ ഓടുന്നു. അടുത്തത്, അതിന്റെ കാൽ കരടിയുടെ കാൽ പോലെ. ഇബ്രാഹിം റൈസി ഈ ദിവസം മരിച്ചു. ഇപ്പൊ ആയത്തുള്ള കൊമേനി, ഇറാന്റെ നേതാവ്, ഇറാന്റെ പ്രസിഡന്റ് പെസ്കിയാൻ, ഇവരിതിന് പിന്തുണ കൊടുക്കും. അതുകൊണ്ട് ഇറാന്റെ പ്രസിഡന്റൊക്കെ മരിച്ചപ്പം പല സംഭവങ്ങൾ ഇവിടെ നടക്കുന്നു. അതാ ഇറാൻ കരടിക്കാൽ. അത് ഏറ്റവും നിർണായകമായി ഇറാൻ. അടുത്തത്, വായ് സിംഹത്തിന്റെ വായ് പോലെയും ബാബിലോൺ, ട്രേഡ് ബാബിലോൺ. ഇന്ന് രാത്രി ഇത് പണിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതാ ഇറാഖ്. അതാ സിംഹമുഖം. അടുത്ത വാക്ക്, അതിന് മഹാസർപ്പം. ഏദനിൽ കണ്ട കുഞ്ഞു പാമ്പെന്ന് ഉലകത്തെ പിടിക്കുന്ന മഹാസർപ്പമായി. മഹാസർപ്പം തന്റെ ശക്തിയും വലിയ ശക്തിയും സിംഹാസനവും അധികാരവും കൊടുത്തു. മസിൽ പവർ, മണി പവർ, ക്രൗൺ പവർ. എല്ലാവരും നോക്കണം. വരാൻ പോകുന്നു ന്യൂ വേ വേൾഡ് ഓർഡർ, ഏകലോക ഭരണം, മൈക്രോ ചിപ്പുമായി. അതിന്റെ പ്രത്യേകത, തമിഴ്നാട്ടില്
ഒരു സുന്ദരിയായ സഹോദരി എന്ന് കേരളത്തിൽ ഇന്ത്യയുടെ ധനമന്ത്രി, അവരുടെ പേരാ നിർമ്മല സീതാരാമൻ. അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇനി ലോകം നയിക്കണമെങ്കിൽ ഒരു വ്യക്തി ഭരിക്കണം. പറഞ്ഞത് ഇന്ത്യൻ ധനമന്ത്രി നിർമ്മല സീതാരാമൻ. 2023 G20 ഉച്ചകോടി സെർമണി ഓർഡിനേറ്റഡ് ന്യൂഡൽഹി വെച്ച് അവർ ലോകരാഷ്ട്രങ്ങളോട് പറഞ്ഞ ഭയങ്കര ബുദ്ധിജീവിയായി പിന്നെ നിർമ്മല സീതാരാമൻ. അതുകൊണ്ട് എപ്പോഴും അവരെ ഫൈനാൻസ് മിനിസ്റ്ററായിട്ട് കൊണ്ടുവച്ചിരിക്കുന്നത് വളരെ തലയുള്ള സൗകര്യ. അവർ പറഞ്ഞു ഒരുവൻ ഭരിക്കണമെന്ന്. കാർപ്പറ്റ് ശരിയാകുന്നു. അപ്പം നിങ്ങൾ ചോദിക്കും പാസ്റ്ററെ ഭരിക്കുമോ? അമേരിക്ക സാമ്പത്തിക പ്രശ്നം, തെരഞ്ഞെടുപ്പ്, ഇസ്രായേൽ ഹമാസ് സംഘടനം ആര് തീർക്കും? സ്വോത്രം. റഷ്യ ഉക്രൈൻ 2 മാസത്തിൽ കൂടുതൽ അടി തുടങ്ങിയിട്ട് എത്രയോ സ്ഥലത്ത് പ്രസംഗിച്ച്, സെൽവപുരത്ത് ഞാൻ പ്രസംഗിച്ച് ചായം കുടിച്ച് കാശും മേടിച്ച് പോയിട്ട് 2 കൊല്ലം ഇതുവരെ അടി തീർന്നിട്ടില്ല. സ്വോത്രം. റഷ്യ ഉക്രൈൻ സ്വോത്രം. ഇതെല്ലാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. അതിനുശേഷം ഇപ്പം വേറെ ഇറങ്ങിയിട്ടില്ലേ? പണ്ട് ഞാൻ എവിടേക്കോ പ്രസംഗിച്ചതാ, മങ്കി എന്ന് പറയാൻ പേടിയാണ്ട് ഇപ്പൊ സയൻസ് വിളിക്കുന്ന എംബോക്സ് അല്ല ചിന്നമാമ, അവന്റെ പേരാ മങ്കി പോക്സ്. സ്വോത്രം. അതാ ഇന്ന് ലോകത്തെ അടിക്കുക. അത് ഊരമ്പും കൊല്ലങ്കോടും കാണുമ്പോൾ അവൻ അടുക്ക വാതിൽക്കൽ ഒരുവൻ എഴുന്നേറ്റ് വരും. അവന്റെ പേരാ ന്യൂ വേ വേൾഡ് ഓർഡർ. ഇന്ത്യയിൽ അത് റിലയൻസ് ജിയോ കൊണ്ടുവരാൻ പോകുന്നു. അങ്ങനെയെങ്കിൽ ബൈബിളിനകത്തുണ്ടോ? ഒരു വാക്ക് തെളിയിച്ചു തരാം. യവൻ എവിടുന്ന് വരും? അതുപോലെ തന്നെ ഈ തല ഏതാ? ക്ലിയറാക്കാം. വെളിപ്പാട് 17:8-9 മോള് വായിച്ച് സഹായിക്കണം. വെളിപ്പാട് 17:8-9 അവൻ എപ്പോൾ വരും? ആരാ ഇവൻ? വായിച്ചാട്ട് വെളിപ്പാട് 17:8-9. മക്കൾ നീ കണ്ട മൃഗം ഉണ്ടായിരുന്നതും നേരത്തെ ഉണ്ടായിരുന്ന റോമാ സാമ്രാജ്യം മാറി ഇപ്പൊ ജനാധിപത്യ ഭരണം. അടുത്തത് ഇപ്പോൾ ഇല്ലാത്തതും ഇനി അഗാധത്തിൽ നിന്ന് കയറി ദൈവസഭ എടുക്കപ്പെട്ടാൽ അഗാധത്തിൽ നിന്ന് കയറി വരുന്നതും നാശത്തിലേക്ക് പോകുവാനിരിക്കുന്നതുമാകുന്നു. ആ നാശത്തിലേക്ക് പോകും. കാന്തന്റെ വരവിലെടുക്കപ്പെടും. കരമുയർത്തുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. അതുകൊണ്ട് ആ കൺവെൻഷൻ കൂട്ടങ്ങൾ ഞങ്ങൾ പറയും, ജീവ പുസ്തകത്തുള്ള പേർ എഴുതപ്പെടണം. സ്വോത്രം. അടുത്തത് ഈ സ്ത്രീ ഇരിക്കുന്ന തല 7 മല. കുഞ്ഞൊന്ന് വായിച്ചാട്ടെ അടുത്ത വാക്യം. ഇവിടെ ജ്ഞാനബുദ്ധിയുണ്ട്. തല 7 സ്ത്രീ ഇരിക്കുന്ന 7 മലയാകുന്നു. വെളിപ്പാട് സ്ത്രീ തല 13 തല 17 മല. അതാ ക്യാപിറ്റോളിൻ, പാലിറ്റേലിയൻ, അവന്റേൻ, കൊറിയൻ, വിമിനൽ, എസ്കലൻ, ജാനിക്കുലൻ. ഈ ഭരണം എപ്പോൾ വരും? ചെങ്കവിളയിലെ കുഞ്ഞുങ്ങൾ നല്ലോണം വചനം പഠിക്കണം. അതുകൊണ്ട് വർഗീസ് പാസ്റ്ററിന് സമയം മേടിച്ചത്. ഈ ഭരണം എപ്പോൾ വരും? ബൈബിളിനകത്ത് 2 പ്രവാസ പ്രവചനം. ഒന്ന്, പത്മോസിന്റെ ഏകാന്തതയിൽ ആര് കിടക്കുന്നു? അപ്പോസ്തലനായ യോവാൻ. അത് കഴിഞ്ഞിട്ട് ദാനിയേൽ എവിടെ കിടക്കുന്നു? പഴയ നിയമം 27 ബാബേൽ പ്രവാസത്തിൽ തൻ്റെ പ്രിയ പുരുഷനായ ദാനിയേൽ. 2 ക്ലിയർ. അപ്പൊ ദാനിയേലിനകത്ത് ക്ലിയർ എഴുതിയിട്ടുണ്ട് ഈ ഭരണം എപ്പോൾ വരും. ദാനിയേൽ പ്രവചനം 8-ാം അധ്യായം 23, 24, 25. ദാനിയേൽ ദീർഘദർശിൻ കടിതം അധ്യായത്തെ വാസിക്കുന്നത് 8 വസനം 23, 24, 25. ബൈബിൾ തുറന്നാട്ട് ദാനിയേൽ 8, 23, 24, 25. ഈ ഭരണം എപ്പോൾ വരും? മോള് വായിച്ചേ. എന്നാൽ അവരുടെ രാജ്യത്വത്തിന്റെ, ഈ രാജ്യത്തിന്റെ ഭരണത്വത്തിന്റെ അന്ത്യകാലത്ത് അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പോൾ ഉഗ്രഭാവവും ഉപായബുദ്ധിയും ഉള്ള ഒരു രാജാവ് എഴുന്നേൽക്കും. ന്യൂ വേൾഡ് ഓർഡർ. അരുമயான മൊബൈൽ ഉങ്ക കയ്യിൽ இருக்குது. இந்த கன்வென்ஷன் கூட்டங்களை முடிச்சாச்சு. ഇന്ന് നൈറ്റിക്ക് വീട്ടിലേക്ക് ചെന്ന് മൊബൈൽ ഗൂഗിളിൽ ഒറ്റയടി ന്യൂ വേ വേൾഡ് ഓർഡർ. ബാക്കി അവർ ഇങ്ങോട്ട് കാണിച്ചു തരും. ഞങ്ങൾ ആരും പറയണ്ട. ഉപായ ബുദ്ധിയുമുള്ള രാജാവ് എഴുന്നേൽക്കും. അടുത്തത് അവന്റെ അധികാരം വലുതായിരിക്കും. 7 ഭൂഖണ്ഡങ്ങളെ 262 രാഷ്ട്രങ്ങളെ അവൻ കയ്യിലെടുക്കും. ഇന്റർനെറ്റ് ഇന്ന് രാത്രി കുട്ടി ഞാൻ വായിച്ചുതരാം. അടുത്തത് സ്വന്തം ശക്തിയാൽ അല്ല, പിശാച് അവന് ശക്തി കൊടുക്കും. ലോക ഭരണാധികാരികൾ ശക്തി കൊടുക്കും. പിശാച് ശക്തിയെ കൊടുക്കും. അടുത്തത് അവൻ അതിശയമാം വിധം നാശം പ്രവർത്തിക്കുകയും കൃതാർത്ഥനായി അത് അനുഷ്ഠിക്കുകയും പലരെയും വിശുദ്ധ ജനത്തെയും നശിപ്പിക്കുകയും ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം വരും, ഇന്ന് ലോകം എങ്ങനെ ഒരുവൻ ഭരിക്കുമെന്ന്. 3.5 കോടി ഭരിക്കുന്ന ഞങ്ങളുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പം കണ്ണുനീരെന്ന് മാറുമെന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുക. സ്വോത്രം. അദ്ദേഹത്തിന് വേണ്ടി ഞാനും വിചാരിക്കുന്ന പ്രത്യേകിച്ചൊന്ന് പ്രാർത്ഥിക്കണമെന്ന് വിചാരിക്കുക. എല്ലാം വീണുകൊണ്ടിരിക്കുക. സ്വോത്രം. അതുപോലെ തമിഴ്നാട്ടിൽ വലിയ കുഴപ്പമില്ലാതെ പോവുക. ഇന്നാളെങ്ങാണ്ട് കള്ളക്കള്ള എല്ലാം കൂടെ വിഷമത്തി അടിച്ച് രാമനാഥപുരത്ത് 35 തീർന്നപ്പോൾ സ്റ്റാലിന് ഒന്ന് കണ്ണു മങ്ങി. സ്വോത്രം. ഇപ്പം നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാന്ന് ഇപ്പം 2 വള്ളത്തെ കാലിയ വിട്ടു. കഷ്ടകാലത്തിന് ഇസ്രായേലിലൂടെ അതിൻ്റെ കൂടെ അമേരിക്കയുടെ കൂടെ നിന്നിട്ട് ഇടയ്ക്ക് ഞങ്ങളുടെ ഉപദേശകർ IPC ഷാരോണിന്ന് AG ന്യൂ ഇന്ത്യ അങ്ങനെ ചാടിയോളൂ. ഒറ്റ ചാട്ടം ചാടി റഷ്യയിലൊന്ന് പോയി.
ആ സമയത്ത് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി, അമേരിക്കയിലെ ബാൻ, നിങ്ങളുടെ മൊബൈലിനകത്ത് ഒരു ഇൻസ്റ്റാൾ P1 അമേരിക്ക, 2 1961 P2, 3 1971 P3, 87 P4. അന്നാ പാറശാല ഒരു തൂക്കിട്ട പെൻഡിയം 4. അന്നത്തെ കമ്പ്യൂട്ടറിന്റെ പ്രത്യേകത എന്താ? അച്ചായനും അമ്മാമ്മയും പെട്ടിയാട്ടോ പിടിച്ചു വേണം. 1 ഒരു പെട്ടി, 2 ഒരു വലിയ സ്ക്രീൻ, താഴെ വെക്കുന്ന മോഡം, എല്ലാം കൂടെ ഒരു പെട്ടിയാട്ടോയിലുണ്ടായിരുന്നു. സ്വോത്രം. അങ്ങനെ അല്ലയോ കമ്പ്യൂട്ടർ കൊണ്ടുവന്ന്. അന്ത കാലം ഒടിഞ്ചാത് ഇതായിരിക്കുന്നു. ഒരു LED 4 കുത്തും, ലോകം വിരൽ തുമ്പിൽ. ക്ലിയറായോ? സ്വോത്രം. അതിനാസ്പദമായി പെൻഡിയം 4 ഒരു മൈക്ക് ഡോമായിരുന്നത്, കറങ്ങുന്ന ഒരു CD വെച്ചാ ചെയ്ത്. അന്ന് ആ പ്ലെയിനും ട്രെയിനും എല്ലാം റെയിൽവേ സ്റ്റേഷനിൽ റിസർവേഷൻ വന്ന്. പക്ഷെ ഇന്ന് രാത്രി നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ 5Gയിലേക്ക് ഇന്ത്യ കരമുയർത്തുന്നവർക്കായി എന്താ കമ്പ്യൂട്ടർ? കമ്പ്യൂട്ടർ സമ 666. എല്ലാവരും കേട്ടോണം. WWW. കുഞ്ഞുങ്ങളല്ല, ഇതെല്ലാം ബൈബിളും സയൻസുമാണ്. അതിൻ്റെ പ്രത്യേകത പറഞ്ഞു തരാം. ഇംഗ്ലീഷ് അക്ഷരമാരെ Aയും Bയും Cയും വരുമ്പോൾ തമിഴിലായാലും മലയാളത്തിലായാലും 23ാമത്തെ അക്ഷര W. യഹൂദൻ്റെ അക്ഷരമാലയിൽ 6ാമത്തെ അക്ഷരമാണ് W. ആസ്പദമായി നിങ്ങളുടെ ബൈബിളിനകത്ത് 119 സങ്കീർത്തനം, അതിൻ്റെ ഓരോ പാരഗ്രാഫും ഉണ്ട്. അതിനകത്ത് 1 ആലേഫ്, 2 ദാലത്ത്, 3 GML, 6ന്റെ തലയിൽ എഴുതി വെച്ചിട്ടുണ്ട്. വാവ് യൂദ് വൗഹെ 6. അങ്ങനെയെങ്കിൽ യഹൂദന്റെ അക്ഷരമാല, എല്ലാവരും ശ്രദ്ധിക്കണം. യഹൂദന്റെ അക്ഷരമാല ഒരക്ഷരത്തിന് 6ന്റെ വില അവർ കൊടുക്കുന്നത്. ഒരക്ഷരം സമ 6. A 6, B 12, C 18, D 24, E 30, F 36 എങ്കിൽ കമ്പ്യൂട്ടർ COMPUTR. ആ കമ്പ്യൂട്ടറിന്റെ പ്രത്യേകത എന്താ? അതിന് ടോട്ടൽ സംഖ്യ എഴുതിയാൽ വരുന്നു 666. അർത്ഥം C 18, O 90, M 78, P 96, U 126, T 120, C 30, R 108 സമം 666. അത് തന്നെ WWW. One more time I revise. C 18, O 19, M 78, P 96, U 126, T 120, E 30, R 108 is equal to 666. 666 മൃഗത്തിന്റെ സംഖ്യ. ഇനി കമ്പ്യൂട്ടറിന്റെ പ്രത്യേകത. ലോകം ഒരുവൻ ഭരിക്കുമോ? എല്ലാവരും കേൾക്കണം. അതിൻ്റെ പേരാ ന്യൂ വേ വേൾഡ് ഓർഡർ. ഞാൻ റിലയൻസിലേക്ക് പോകുമ്പോൾ ഇന്ന് രാത്രി നിർത്താം. അതിൻ്റെ പ്രത്യേകത പറഞ്ഞു തരാം. സ്വോത്രം. ഇന്ന് നമ്മുടെ പാറശാലയിൽ നല്ലൊരു വീടും, അവിടുത്തെ അച്ഛൻ അദ്ദേഹം അമേരിക്കയിലാണ്, ന്യൂയോർക്കിൽ. ചൊല്ലി കേട്ടിരിക്കത്. സ്വോത്രം. വയറും വേണ്ട കയറും വേണ്ട കമ്പ്യൂട്ടർ. ഒന്നാമത്തെ സംഭവം. രണ്ടാമത്തെ സംഭവം, ലോകം ഒരുവന്റെ കയ്യിൽ. ഈ പറഞ്ഞു അമ്മച്ചി വാതൊക്കെ നിർത്തി. എന്നിട്ട് മോളുടെ ഡയറക്റ്റ് കണ്ടു, ലോകം ഒരുവന്റെ കയ്യിൽ. കേട്ടോണം. മൂന്നാമത്തെ സംഭവം എല്ലാം മനസ്സിലായിക്കോണം. ഇന്ന് കേട്ടോ, നല്ല ടെക്നിക്കൽ പറഞ്ഞുതരാം. മൂന്നാമത്തെ സംഭവം, ഇവിടെ നല്ല കുഞ്ഞുങ്ങളിരിക്കുന്നു, കണ്ണാടി വെച്ച ജോമോൻ ഇവിടെ ഇരിക്കുന്നു, ചിന്നുമോൻ പുറയിലും ഇരിക്കുന്നു. ഇപ്പൊ ഇവർക്ക് എവിടെ പോകണം? ചെന്നൈ 2020 കാണാൻ. അമ്മച്ചിയുടെ പൈസയില്ല, കോവിഡ് ടൂര് പൈസയില്ല. അമ്മ ഒരു കാര്യം ചെയ്തു, ഊരമ്പ് ചെന്നൊരു മൊബൈൽ ലോൺ എടുത്ത് EMI 1000, 300 രൂപയ്ക്ക് വോഡാഫോൺ ഐഡിയ. അവൻ കൊല്ലംകോട് കടലിൻ്റെ അവിടെ ചെന്ന് ജോമോൻ ഒരു ഞെക്ക് 10 സ്പോർട്സ് കിട്ടി. ചെന്നൈ റോയൽ ചലഞ്ചേഴ്സും ബാംഗ്ലൂരും അടിക്കുന്ന 6 അവൻ്റെ മൊബൈലിൽ കണ്ട് കൊല്ലംകോട് ഇരിക്കുന്ന കടലിൻ്റെ അവിടെ വെച്ച്. സ്വോത്രം. 4. ഇനി കേൾക്കേണ്ട ഒരു കാര്യം, പാറശാല വരാൻ പോകുന്നൊരു സംഭവം നിങ്ങളെല്ലാവരും കണ്ടോണം. ആശുപത്രിയുടെ വാതയ്ക്ക് ഒരു വര ബോർഡ്. അർത്ഥം റോബോട്ടിൻ്റെ സഹായത്തോടെ സർജറി. പറയാം. തിരുവനന്തപുരം നിംസിനകത്ത് നെയ്യാറ്റിൻകര. ഇവിടുന്ന് ഒരു വാലിബൻ ഹാർട്ട് അറ്റാക്ക് വന്ന് അവിടെ കൊണ്ടുപോയി. അവർ രാത്രി സ്കാൻ ചെയ്തു, ഒരു ബ്ലോക്കേ ഉള്ളൂ. മെയിൻ സർജൻ മധു ശ്രീധർ അപ്പോളോ ചെന്നൈ ഒരു കാര്യത്തിന് പോയത്. അപ്പം അവർ പറഞ്ഞ് ഈ സ്റ്റണ്ട് മാറ്റിയിട്ടാൽ മതി, കുഴപ്പമൊന്നുമില്ല. ഇവനെ മയക്കിയപ്പോൾ ഒരറ്റാക്ക് കൂടെ വന്നു. സ്വോത്രം. ഡോക്ടർക്ക് ഒരു സംശയം, ഇവിടെ ശരീരവും കട്ട് ചെയ്തു. അപ്പം വീണ്ടും ഒന്ന് സ്കാനർ കൊണ്ട് നോക്കിയപ്പോൾ ഒരു ബ്ലോക്ക് കൂടെ ഉണ്ട്, 2 സ്റ്റണ്ട് ഇടണം. ഡോക്ടർക്ക് ഒരു വല്ലായ്മ. അനസ്തേഷ്യം കൊടുത്ത് കാർഡിയാക് യൂണിറ്റിൽ കിടക്കാം. ഉടനെ മധു ശ്രീധരനെ വിളിച്ചു. ഹെബ്രോൻ ലൈവ് കാണിക്കുന്നത് പോലെ അവരവിടെ ഇരുന്ന് ലൈവ് കാണിച്ച് ഡോക്ടർ മധു ശ്രീധർ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, ലൈവ് ഇങ്ങനെ. അദ്ദേഹം അവിടെ ഇരിക്കുന്നു. സർജറി എന്ന ജൂനിയറോട് ഇങ്ങനെ സ്റ്റെൻഡ് ഇടണം, സിസ്റ്ററോട് പറയണം ഇങ്ങനെ തയ്ക്കണം, എന്നിട്ട് പ്ലാസ്റ്റർ നെറ്റിൻ്റെ തോറ്റയാടി. മനസ്സിലാകുന്നവർക്കായി. രോഗി കിടക്കുന്നത് നിംസ്, കാണുന്നത് ചെന്നൈ, സപ്പോർട്ടഡ് വിത്ത് ഇന്റർനെറ്റ്. വേണേ റോബോട്ടിനെയും കൂടെ വെച്ച് കാര്യം നിർത്തും. റോബോട്ടിക് സർജറി. അന്ത്യകാലം. അതിൻ്റെ പേരാ WWW. ലോകം ഒരുവന്റെ കയ്യിൽ. വായിക്കാം. ബൈബിളിനകത്ത് 5W. വെളിപ്പാട് പുസ്തകം 13, 3, 4, 5, 6, 7 വാക്യങ്ങൾ വായിച്ചു തുടങ്ങാം. അതിന്റെ തലകളിൽ ഒന്ന്, അന്തിക്രിസ്തു തലകളിൽ ഒന്ന് മരണകരമായ മുറിവേറ്റതുപോലെ ഞാൻ കണ്ടു. അതാ സിറിയ എന്നവൻ വരാൻ പോവാ. മുറിവിന്റെ ഇംഗ്ലീഷ് വൂണ്ട്. കമ്പ്യൂട്ടർ റിലേറ്റഡ് ടു അവർ ബൈബിൾ.
ഞാൻ മൃഗത്തിലേക്കാണ് കടക്കുന്നത്. പ്രതിമയുടെ ഒരു ഭാഗം മാത്രം പറഞ്ഞെന്ന് നിർത്തും. ബാക്കി ഒത്തിരി കാര്യം നമുക്ക് പറയാനുണ്ട്. 1000 ആണ്ട് വാഴ്ച പറയുമ്പോഴേ അവസാനിക്കും ഈ കൺവെൻഷൻ. വായിക്കാം. 1 മുറിവ് wounded man. രണ്ടാമത്തെ വായിച്ചിട്ട് മോളെ. അതിന്റെ മരണകരമായ മുറിവ് പുറത്തുപോയി. അതാ ഇന്നത്തെ സിറിയ പ്രശ്നം, ഹമാസ്. ഇതൊക്കെ പുറത്തിട്ടാ ഈ ആന്റി ക്രൈസ്റ്റ് എഴുന്നേറ്റ് വരുന്നത്. ഇനി ഒരുവനെയും കൂടെ കൊല്ലും. ഇസ്മായിൽ ഖനിയെ കൊന്നു. ഇനി ഇപ്പൊ ഒരു ഹമാസിന്റെ നേതാവുണ്ട് സിൽവാർ, അദ്ദേഹത്തെയും കൂടെ കൊന്നതിന് ശേഷം ഒരു ശാന്തത വരും. പിന്നെ അന്തിമ ദിനമാണ്. സ്വത്രം. ഇതൊക്കെ മനസ്സിലാക്കണം. ആന്റി ക്രൈസ്റ്റിന്റെ വഴിയാ ഇസ്രായേൽ ഹമാസ്. യഹിയ സിൻവാർ. അതുകൊണ്ടാണ് ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് ഇപ്പൊ തീർക്കത്തിൽ ഒരു നമ്പരൂടെ വീഴാനുണ്ട്. അത് 1, 2, 3 ഓരോന്നേരം തീർത്തുകൊണ്ടിരിക്കുക. അത് സിറിയായി വരെ എത്തും. അതിന്റെ മുറിവ് പുറത്തു ഉണ്ട്. രണ്ടാമത്തെ വാക്ക് വായിച്ചിട്ട് മോള്. സർവഭൂമിയും മൃഗത്തെ കണ്ട് വിസ്മയിച്ചു. കമ്പ്യൂട്ടർ റിലേറ്റഡ് ടു ബൈബിൾ. വണ്ടർഫുൾ. രണ്ടാമത്തെ W ഇൻഡിക്കേറ്റ്. വായിക്കാം അടുത്തത്. മൃഗത്തിന് അധികാരം കൊടുത്തതുകൊണ്ട്. മൃഗത്തിന് അധികാരം കൊടുത്തതുകൊണ്ട് അവർ മഹാസർപ്പത്തെ നമസ്കരിച്ചു. നമസ്കാരം, ആരാധന, സാത്താൻ ആരാധന, കൊതിയൻ വർഷിപ്പ്. Now a time we are studying coming new way world order. The computer is related to Bible. Number 1 wound, the second one wonderful, the third one worship. ആരാധന, കൊതിയൻ. 4 fourth one വൈരുമളെ. മൃഗത്തോട് തുല്യൻ ആർ. മൃഗത്തോട് തുല്യനാർ. അതിനോട് പൊരുതുവാൻ ഒരു ഭരണാധികാരിക്കും കഴിയത്തില്ല അതിനോട് പൊരുതുവാൻ. അടുത്ത വാക്ക്. മൃഗത്തെ നമസ്കരിച്ചു. മൃഗത്തെ നമസ്കരിച്ചു. വമ്പും ദൂഷണവും സംസാരിക്കുന്ന വായ് അതിന് ലഭിച്ചു. സാത്താൻ ലോകത്തോട് സംസാരിക്കും. വാക്കിന്റെ ഇംഗ്ലീഷ് വേർഡ്. അവന്റെ ശബ്ദം ഉലകത്തെ മുഴുവൻ ഉലകം കേൾക്കുമെന്ന്. അടുത്ത വാക്ക്. 5ാമത്തെ. 42 മാസം ഇറക്കപ്പെട്ട രക്തസാക്ഷികൾ. ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കി. അവന്റെ കൂടാരത്തെയും സ്വർഗത്തിൽ വസിക്കുന്നവരെയും ദുഷിപ്പാൻ ദൈവദൂഷണത്തിനായി വായ് തുറന്നു. പ്രസംഗത്തിന്റെ 1ാം ഭാഗം വായിച്ചാട്ടെ. വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത്. യുദ്ധത്തിന്റെ ഇംഗ്ലീഷ് ആർ പേശുമെന്ന്. യുദ്ധത്തിന്റെ ഇംഗ്ലീഷ് ആര് പറയും കുഞ്ഞ്? സന്തോഷമായിട്ട് പറഞ്ഞാട്ടെ. ചിക്കൻ കാലിൽ നിന്ന് കുഞ്ഞുങ്ങളും മിണ്ടാതിരിക്കുന്നു. സ്വോത്രം. കട്ടൻ ചായ കുടിച്ച് ഞാൻ എന്ത് സന്തോഷമായിട്ട് സംസാരിക്കുന്നു. സ്വോത്രം. ഇതെല്ലാം കർത്താവ് കാണുക. വാർ പറഞ്ഞവർക്കായി. സ്വോത്രം. അവസാന ദിവസം പ്രസംഗത്തിന്റെ ഭാഗ്യം ചോദിക്കും. $1 തന്നിട്ടേ പോക്കറ്റ് ഇരിപ്പുണ്ട്. സ്വോത്രം. നോട്ട് ചെയ്താൽ നിങ്ങൾക്ക് നല്ലതാ. സ്വോത്രം. അവസാന ദിവസം സ്വോത്രം. അവസാന ദിവസം ഞാൻ ഈ പ്രസംഗിച്ചതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. അതാര് പറയുന്നത് $1 കിട്ടും. സ്വോത്രം. അതുകൊണ്ട് ഗഗനമായി എന്താ വസനത്തെ കേൾക്കുന്നത്. സ്വോത്രം. അടുത്തത്. സകല ഗോത്രത്തിന്മേലും വംശത്തിന്മേലും ഭാഷമേലും ജാതിമേലും അധികാരം ലഭിച്ചു. അവന്റെ കയ്യിൽ അധികാരം. ന്യൂ വേ വേൾഡ് ഓർഡർ. ജാതി, ഭാഷ, വംശം. കേട്ടോണം. എവിടൊക്കെ അധികാരം? 1ാമത്തെ അധികാരം സകല മതത്തിന്മേലും. എല്ലാവരും കേൾക്കണം. 3 ഭാഗം ഇവിടെ ചിന്തിക്കും. ദാണ്ടേ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ. ഒരു മതത്തെ ഞാൻ കുറ്റം പറയത്തില്ല. എല്ലാവരെയും നമ്മൾ സ്നേഹിക്കുന്നു. കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ദാ നിൽക്കുന്നു ഇറാഖിൽ. ആര്? ഇറാഖിലെ പ്രസിഡന്റ് ഷിയായ്ക്ക് കൈ കൊടുക്കുന്നു. അതിന്റെ അർത്ഥമാ അവരൊന്നാകുന്നു. 2 കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ. ഇതിന്റെ പേര് എക്യൂമെനിക്കൽ കോൺക്ലേവ്, മതസംഗമം. കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ മാതാ അമൃതാനന്ദമയുമായി വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്യുവാൻ സകല ഗോത്രം, ഭാഷ. 3rd one കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ തുർക്കിയില് ഇസ്തംബൂളിൽ മസ്ജിദിൽ പോയി നിസ്കരിക്കുന്നതിന് കൂട്ടത്തേക്കുന്നു. ബൈബിൾ, കോരിന്ത്യ, പൗലോസ് അവിശ്വാസികളുമായി ഇണയില്ല, പിണ കൂടരുത്. ഇതെല്ലാം സംഭവിക്കും. 4 ശിവഗിരി മഠാധിപതി വത്തിക്കാനകത്ത് നിൽക്കുന്നു. കിടക്കുന്നു. കഴിഞ്ഞ ദിവസം അവിടുത്തെ ആൾക്കാർ അവിടെ പോയി. 5 സിറിൽ മാർ ബെസേലിയോസ് വത്തിക്കാനിൽ എല്ലാ മതക്കാരെ അവിടെ കൊണ്ടുചെല്ലും. എക്യൂമെനിക്കൽ കോൺക്ലേവ്. 6 ദാണ്ടേ രാജകീയം ഊഷ്മളം. இந்த അരുമயான செய்தி നിങ്ങൾ കേൾക്കണം. കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ അബുദാബിയിൽ വന്നു. അമേരിക്കയിലെ ട്രംപ് അവിടെ കൊണ്ടുവന്ന് എന്നിട്ട് പറഞ്ഞ എന്താണെന്നറിയോ? അബ്രഹാമിന്റെ മക്കളെ നമ്മൾ ഒരുമിക്കണം. ആന്റി ക്രൈസ്റ്റ് വെള്ളക്കുതിരയുടെ പുറമോടി വരുന്നതിന് മുമ്പ് അനൗൺസ്മെന്റ് ദാണ്ടേ കിടക്കുന്നു. എന്നിട്ട് ഇന്ന് ദാണ്ടേ അബുദാബി 3 தேவாலயம். உங்க பிள்ளை வெளிநாட்டு யார் இங்க வேலை பார்க்குது? அபுதாபி, துபாய், சவுதி அரேபியா. அவர்கிட்ட கூப்பிடு. ஐயா, അബുദാബിയിൽ അങ്ക ചാനൽ മുഴുവൻ, പത്രം മുഴുവൻ 3 ദേവാലയം. 1 യഹൂദന്റെ സിനഗോഗ്, 2 ക്രൈസ്തവരുടെ ആലയം, 3 അത് കഴിഞ്ഞിട്ട് മുസ്ലിമിന്റെ മസ്ജിദ്. ഇത് 3ഉം ഒരു കോമ്പൗണ്ടിലെങ്കിൽ കത്തോലിക്ക സഭ പരമാധ്യക്ഷന്റെ സന്ദർശനത്തിൽ ഇത് അടിസ്ഥാനമിട്ടെങ്കിൽ സഭ എടുക്കപ്പെട്ടാൽ വെളിപ്പാട് 6:1-2 വായിക്കണ്ട. കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ ഞാനൊരു വെള്ള കുതിരയെ കണ്ടു. അതിന്മേലിരിക്കുന്നവന്റെ കയ്യിൽ ഒരു വില്ലുണ്ടായിരുന്നു. ജയിപ്പാനായി പുറപ്പെട്ടു. അവന് ലോകം ഒരു കിരീടം കൊടുത്തെങ്കിൽ അവൻ വരുന്നു യെരുശലേമിന്റെ ദൈവാലയം പണിയുവാൻ. എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ ഇന്ന് നൽസെയ്തി കൂട്ടങ്ങൾ 1ാമത് ഇരവ് പറയണം. 2
ദേവാലയം ഇവിടെ കാണുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. യഹൂദന്റെ സിനഗോഗ് അവിടെ ഉയരുന്നതിന് മുമ്പ് ഇവിടുന്ന് ഒരു കൂട്ടം എടുക്കപ്പെടും. പെന്തക്കോസ്ത് പെരുന്നാളിൽ ഉയരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന പരിശുദ്ധാത്മ ശക്തിയിൽ ആരാധിച്ച ദൈവസഭ ഈ തലമുറയിൽ എടുക്കപ്പെടും. നാഥൻ വരാറായി. ലോക സംഭവങ്ങൾ കേട്ടോ. അടുത്തത് എല്ലാം കേൾക്കണം. ഗഗനമാ ചെയ്തി കേൾക്കണം. അതൊക്കെ തന്നെ ഈ വിഷയം. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാർ ദാണ്ട് കത്തോലിക്ക സഭ പരമാധ്യക്ഷമായിട്ട് കൈ കൊടുക്കുന്നത് ഞാൻ പാത്തെടുക്കുന്നത് ഇതായിരിക്കുന്നത് അരിമയാണ് ചെയ്തി. എന്നിട്ട് മോഡി സാർ പറഞ്ഞെന്തോന്നറിയാം? കേൾക്കണം. മോഡി സാർ പറഞ്ഞെന്തോന്നറിയാം? സാർ ഇന്ത്യ വരണമെന്ന്. ഈ പറച്ചിൽ കേട്ടോണ്ടാ തൃശ്ശൂരുള്ള ബിഷപ്പുമാര് സുരേഷ് ഗോപിക്ക് നല്ല വോട്ട് കൊടുത്ത് സ്വോത്രം. ഇവിടുത്തെ ചാനലുകാർ പറഞ്ഞ 10,000 വോട്ടേ ജയിക്കുമെന്ന്. വോട്ട് കിട്ടിയപ്പോൾ സുരേഷ് ഗോപി അറിഞ്ഞില്ല 75,000 വോട്ട് തൃശ്ശൂർ കത്തോലിക്കർ മൊത്തം വോട്ട് കൊടുത്ത്. അപ്പം മോഡി സാറ് മര്യാദയുള്ള ആളായിരുന്നു. ഇങ്ങോട്ടൊരു പാലം വിട്ടാൽ ഞങ്ങളുടെ ബന്ധിക്കോസുകാരാണെങ്കിൽ പാലം വലിക്കുന്നതല്ല, ആ പാലത്തിൽ കൂടെ ഒരു കടത്തും കൊടുത്ത് അതിനാസ്പദമായി മലയാളിയായ ജോർജ് കുര്യനെ മന്ത്രിയാക്കി. സ്വോത്രം. മോങ്ങാനിരുന്ന പട്ടിയുടെ തലയിൽ തേങ്ങ വേണമെന്ന് പറയുന്നത്. ഇവിടെ പലരും കുപ്പായം തയ്പ്പിച്ചു, പക്ഷെ ഒരു രക്ഷയില്ല. ആരെ തലയ്ക്ക് കിട്ടിയെന്നറിയാം? കത്തോലിക്ക സഭയ്ക്ക് കിട്ടി. ഇതെല്ലാം അന്ത്യകാല സംഭവം. വർഗീസ് മാസ്റ്റർ സ്വോത്രം നടക്കുന്നത്. മോഡി സാർ അബുദാബി ചെന്നപ്പോൾ അടുത്ത വാക്ക് എല്ലാവരും കേൾക്കണം. അബുദാബി ചെന്നപ്പോൾ ആൾക്കാർ ചോദിച്ചു സാറിന് ലോകത്തോട് എന്തോ പറയാനുണ്ട്. 7,000 കോടിക്ക് അമ്പലം പണിഞ്ഞത്. അവിടെ ചെന്നപ്പോൾ പറഞ്ഞ എന്തെന്നറിയാവും? ഭായിയോ ബഹനോ ये सुनना मांगता आने वाला दिन में एक आदमी हुकूमत में बैठेगा अपना दुनिया शांति समाधान मिलेगा. ഒരു ഗവൺമെന്റ് വന്നാൽ ശാന്തി സമാധാനം കിട്ടുമെന്ന്. സ്വോത്രം. ഇതൊക്കെ കാണണം. അല്ലാതെ തമിഴ് സൺ ടി വിയിലെ സീരിയൽ കണ്ടുകൊണ്ടിരുന്ന പെരുവഴിയാവും ചിന്നമ്മ. സ്വോത്രം. ഇതൊക്കെ ടെലിവിഷനിൽ കാണും. ദാണ്ടേ മത ഏകീകരണത്തിനായി ന്യൂ വേ വേൾഡ് റിലീജിയൻ ആരൊക്കെ ഇരിക്കുന്നതെന്ന് അറിയാമോ? കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ മാതാ അമൃതാനന്ദമയി, നമ്മുടെ ഭൂമി വിറ്റ കുഴിയാറ്റിൽ പടിയാറ്റിൽ എല്ലാം എത്രാനും ഇതിനകത്തിരിപ്പുണ്ട്. 4 പേര് ഇതിനകത്തില്ല. അതിലാരൊക്കെ ഉണ്ടെന്നറിയാവും? 1 CSI, 2 ബ്രദറൻ, 3 പെന്തിക്കോസ്, 4 ഇവാഞ്ചലിക്കൽ മർത്തോമാക്കാർ. അതിൻ്റെ അർത്ഥം ഞങ്ങൾക്ക് ഇതുവരെ ഓഫർ വന്നില്ല. വരും വരും വരും. പഴയ കാലം ഇപ്പം കേരളാവിൽ തമിഴ്നാട്ടിൽ അത്ര ചെയ്തി കൂടാതെ കേരളാവിൽ ഓണത്തെ ഇരിക്കുന്നത്. മുന്നാടി ഓണം എന്താ? 3 കാര്യം. നമ്പർ 1 ഊഞ്ഞാല്, 2 ഉപ്പേരി, 3 മണിക്ക് ഉറിയടി. ഇതായിരുന്നു ഓണം. സ്വോത്രം. இந்த നാൾക്കളിൽ ഓണം എങ്ക കിടക്കും. കഴിഞ്ഞ മാസം തൊട്ട് ഓഫർ. 1 രൂപയ്ക്ക് സാരി, 5 രൂപയ്ക്ക് വാഷിംഗ് മെഷീൻ, 1000 രൂപയ്ക്ക് കാറ്. ഓഫർ. സ്വോത്രം. കരം ഉയരുന്നില്ലല്ലോ അമ്മാമ. സ്വോത്രം. അതുപോലെ പെന്തിക്കോസുകാർക്ക് എന്ന് കവർ വരും അന്ന് ഞങ്ങൾ അവിടെ ചാടും. അന്ന് എൻ്റെ കർത്താവ് വരികയും ചെയ്യും. സ്വോത്രം. ആ കിടക്കുന്ന ക്ലിയറായി. 1 വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്യാൻ സകല ഗോത്രത്തിന്മേലും. 2ാമത്തെ കാര്യം കേട്ടോണേ. കുഞ്ഞുങ്ങളൊരു പാട്ട് പാടും. ജയദാസൊക്കെ പണ്ട് പാടുവരുന്നത് ഭരണകൂടങ്ങൾ തകരുന്നു, കടലിൻ മുഴക്കം കേൾക്കുന്നു. 2009 ഒറ്റ പ്രസംഗം പറഞ്ഞാൽ 3 മണിക്കൂർ വേണം. 2009 അറബ് വസന്തമെന്ന് നാട്ടുകാർ പേരിട്ട് ഭരണകൂടം തകർന്നു. എല്ലാം കണ്ണിമയ്ക്കുന്ന നേരത്തിൽ അൾജീരിയ, ടുണീഷ്യ ആഫ്രിക്കയുടെ വടക്കേറ്റം, ലിബിയ കേണൽ ഗദ്ദാഫിയെ തട്ടി, ഈജിപ്റ്റ് ഹോസ്നി മുബാറക്ക് ജയിലിനകത്ത്, ജോർദാൻ ഹുസൈൻ രാജാവ് പോയി. അത് കഴിഞ്ഞ് സിറിയ ബാഷർ. അതെവിടം വരെ വന്നെന്നറിയാമോ? ഇന്ന് ബംഗ്ലാദേശിലെ പ്രസിഡന്റ് ഇന്ത്യക്കകത്തിരുന്ന് ചപ്പാത്തി തിന്നുന്നു. കരമുയർത്തുന്നവർക്കായി ഭരണകൂടം തകരും. ക്ലിയറായി ബൈബിൾ. വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്യുവാൻ സകല ഗോത്രത്തിന്മേലും ഭാഷമേലും ജാതിമേലും അവൻ അധികാരം. 3 ജനമിളകും. എവിടാ ജനമിളകുന്നത്? ജനമിളകുന്നത് അമേരിക്കയിൽ തുടങ്ങി. വർഗീസ് ഭാഷയോടി ഒരു അമേരിക്കയിൽ എല്ലാവരും കൂടെ റോഡിൽ ഇളകി പ്രകടനം. ഒരു കർത്തവർഗക്കാരനെ തട്ടിയെന്ന്. അത് കഴിഞ്ഞ് ഇസ്രായേൽ ഇതാ ഇന്നലെ നടക്കുന്ന പ്രകടനം, ബന്ദികൾ. അത് കഴിഞ്ഞ് ചൈനയിലെ ടിയാമൻ സ്ക്വയറിൽ പിള്ളേരിളകി. ഗൾഫിൽ നിങ്ങൾ വേല പാക്കത് ഷേക്കിൻ്റെ വണ്ടി തടഞ്ഞ് ശമ്പളം കിട്ടാഞ്ഞു. അത് കഴിഞ്ഞ് ഡൽഹിയിൽ ഒരു അപ്പച്ചൻ വിസിലടിച്ച് അണ്ണാ ഹസാരെ. അന്നൊരു പാർട്ടി വന്ന് ആപ്പ് പാർട്ടി. ചൂല് സഹോദരിമാർക്ക് ഇഷ്ടമല്ല മുറ്റം തൂക്കുന്ന സാധനം. സ്വോത്രം. അവരെ പാറശാലയിലുണ്ട് ചൂല് പാർട്ടി. 2 സ്റ്റേറ്റാണ് ഭരിക്കുന്നത്. ഡൽഹി അവരാ, പഞ്ചാബ് അവരാ, ബാക്കിയൊക്കെ നോക്കിയോ. സ്വോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി അവർ ആ സമരം കേരളത്തിലേക്ക് വന്നു. എല്ലാ സ്ഥലത്തു നിന്ന് ജനം റോഡിൽ ഇളകുകയല്ലേ. സ്വോത്രം. പറഞ്ഞുതരാം. ഞാൻ ഇന്ന നാൾക്കളിൽ അരുമயான ചെയ്തിയെ കൊടുക്കുന്നത് ഇടുക്കി പോയി. അപ്പോൾ ഏതെങ്കിലും സ്ഥലത്ത് പോയി നല്ല ആൾക്കാരെ കാണും. ജയദാസിനൊക്കെ ഞങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ നല്ല നല്ല ആൾക്കാരെ കാണും. ഞാൻ ഇടുക്കി CSI പ്രസംഗിക്കാൻ പോയപ്പോൾ ഞാൻ അച്ഛനോട് ചോദിച്ചു, അവിടുത്തെ CSI എല്ലാം എന്നെ കൺവെൻഷൻ വിളിക്കുന്നത്. അപ്പോൾ ഞാൻ അച്ഛനോട് ചോദിച്ചു,
അച്ഛാ ഈ സഹോദരി ഗോമതി എന്ന് പറയുന്ന പെമ്പിളെ ഒരു ഭയങ്കര സമരം 3-6 സമരം നടത്തിയ സൗകര്യമുണ്ട്, ഒന്ന് കാണാൻ പറ്റും അവരെ പാക്കതക്ക്. അച്ഛൻ പറഞ്ഞു വെയിറ്റ് ചെയ്യും, ഞാൻ അങ്ങ് പള്ളി അച്ഛനെ വിളിക്കാന്ന്. പൂപ്പാറ ശാന്തപ്പാറയ്ക്ക് പുറത്ത് CSIയിൽ അച്ഛനെ വിളിച്ചു. അച്ഛൻ പറഞ്ഞു അമ്മ പക്കത്തിലാ വീട്, പാസ്റ്റ് വന്നാട്ടെ. അച്ഛൻ ചെന്ന് അവരോട് പറഞ്ഞു ഒരു ഊളിയക്കാരൻ വരുന്നു നിങ്ങളെ പാക്കത്. അവർ പറഞ്ഞു നല്ല കാര്യമൊന്നും. ഞാനിവിടുത്തെ അച്ഛനെയും കൂട്ടി ഈ സൗകര്യം കാണാൻ പോയി. വേറെ ഗിഫ്റ്റ് ഒന്നും കൊടുക്കാനില്ല. അവിടുത്തെ ഞങ്ങൾ 3 പേര് അവിടെ ചെന്ന് ഒരു ചെറിയ വീട്, ചിന്ന വീട്. അവരോട് ചോദിച്ചത്, ഞാൻ ചോദിച്ചു സിസ്റ്റർ ഗോമതിയാണോ? അതെ. അവരാ പറഞ്ഞ ഉങ്കൾ താൻ ഊളിയക്കാർ. ഞാൻ പറഞ്ഞു ഉങ്കൾ താൻ ഊളിയക്കാർ എതൊക്കെ പാത്രക്ക് വന്ന്. ഞാൻ പറഞ്ഞു സിസ്റ്ററെ വേറെ ഒന്നിനുമല്ല, താങ്കൾ ഒരു പെമ്പിളെ ഒരുമ തുടങ്ങി 3000 പെൺകുട്ടികളെ റോഡിയിരുത്തി. ഞാൻ അവരോടൊരു സംശയം ചോദിച്ചു. ഞങ്ങൾ 2 ലക്ഷം രൂപയ്ക്ക് പോസ്റ്റർ അടിച്ച 500 പേര് കൺവെൻഷൻ വരത്തില്ല, 2 ലക്ഷത്തിൻ്റെ പോസ്റ്റർ. സഹോദരി എങ്ങനെ 3000 പേരെ റോഡിലിറക്കി? അപ്പോൾ അവരെഴുന്നേറ്റ് പറ, അയ്യാ ഇതുക്ക് മേലെ ഞാൻ ഒരു വാട്സപ്പ് കൊടുത്താൽ 5000 പെമ്പിളെ ഞാൻ മൂന്നാറി ഇറക്കുമെന്ന്. റെഡിയായോ? സ്വോത്രം. അന്ന് അവിടുത്തെ സഖാവ് VS ഗോമതിയുടെ കൂടെ ചെന്ന് അസാധ്യമായി എനിക്കൊന്നുമില്ല എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. സ്വോത്രം. എന്തായി? അന്ന് VS പാടിയതാ. വയസ്സ് 102. സ്വോത്രം. പിണറായി 2ാമത് സത്യപ്രതിജ്ഞ ചെയ്ത പറയാ എല്ലാവരെയും പരിപ്പോടെ തിന്നിട്ടേ ഞാൻ പോകുന്നു. സ്വോത്രം. എത്ര ക്ലിയറായി. സ്വോത്രം. നാട്ടുമാങ്ങ വീണോലെ വീണുകൊണ്ടിരിക്കുക. അപ്പച്ച ഇപ്പോഴും TV ഗബ്രവും കാണുന്ന പോലും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. പറയും കണ്ടില്ലേ? സ്വോത്രം. ഇതാ ദൈവം ഓരോരുത്തരെ വെച്ചേക്കുന്നത് 102. സച്ചിൻ 100 അടിച്ചോളൂ, 102ആയി. പ്രാർത്ഥിച്ചു. ക്ലിയർ ആയില്ലേ? സ്വോത്രം. അങ്ങനെയെങ്കിൽ അവരിളകി. അത് കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞ ദിവസം ഡൽഹിയിലെ കർഷക സമരം കരമുയർത്തുന്നവർക്കായി ടെലിവിഷൻ എത്ര പേര് കണ്ട്? 14 സംസ്ഥാനക്കാർ, ഹരിയാന, അംബാല, സിംഗു, ഡൽഹി മുഴുവൻ ഇളകി. ഇന്ത്യൻ പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ വരെ വിറച്ചുപോയി. പഞ്ചാബികളും രാജസ്ഥാനികളും മലയാളികളും തമിഴ് കർഷക മക്കളും ഡൽഹിയെ വിറപ്പിച്ചുകൊണ്ട് ഇളകിയെങ്കിൽ ഞങ്ങളുടെ ബൈബിളിലെ പ്രവചനം നിവർത്തി. ഇനി കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെ ഇളക്കും, വയനാട് ഭൂമിയെ ഇളക്കും, പുത്തുമല, ഇന്ന് രാത്രി കവളപ്പാറ, നിലമ്പൂർ, സകല ഇനി കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെയും ഭൂമിയെയും കരയെയും കടലിനെയും ഇളക്കും, സകല ജാതികളെയും ഇളക്കും. ഇതിൻ്റെ നടുവിൽ സകല ജാതികളുടെ മനോഹര വസ്തു വരാറാ. എന്താ? കാൽവറി കൺവെൻഷൻ முதலாவது செய்தி. സകല ജാതികളുടെ മനോഹര വസ്തു. യേശുക്രിസ്തു പെന്തക്കോസിന്റെ ദൈവമല്ല, യേശുക്രിസ്തു CSIയുടെ ദൈവമല്ല, യേശുക്രിസ്തു മർത്തോമയുടെ ദൈവമല്ല, യേശുക്രിസ്തു ഹൈന്ദവന്റെ ദൈവമല്ല, യേശുക്രിസ്തു ഇസ്ലാമിന്റെ ദൈവമല്ല. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്ക് കരങ്ങളെ തട്ടി കർത്തർക്ക് മഹിമയായി അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ ഇന്ന് രാത്രി ദൈവം അധികാരം കൊടുത്തു. இந்த ஒளி பக்கத்தில் யாவரு நீங்க புண்ணிய ஸ்தலங்கள் தேடாது, பணத்தை வாரி சுடுசுடா துட்ட வாரி எறியாது. ഇന്ന് രാത്രി നെഞ്ചത്ത് കൈവച്ച് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവരുടെ കൊലക്കളത്തിൽ എൻ്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായി കൊണ്ട് ഏറ്റുപറഞ്ഞ ഇന്ന് രാത്രി നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ചേർക്ക്. ജീവപുസ്തകത്തിൽ പേരുള്ളവനെ ചേർക്കാൻ യേശു വരാറായി. നമ്പർ 1 ഇന്റർനെറ്റ്, കമ്പ്യൂട്ടർ. ആന്റി ക്രൈസ്റ്റ്. ആ 2 കാര്യം കൂടെ പറഞ്ഞ് നിർത്താൻ, ബാക്കി നാളെ വായിക്കാം. ആരാദ്യം വരും? ഉൽപ്പത്തി 49:10. മോള് വായിച്ചാട്ടെ. ആര് വരും ആദ്യം? യാക്കോബ് തന്റെ മക്കളെ അനുഗ്രഹിക്കുന്നു. ബൈബിൾ എടുത്താട്ടെ. ആര് വരും ആദ്യം? ആന്റി ക്രൈസ്റ്റ്. വായിച്ചാട്ടെ. അതോ യേശു വരുമോ? ഉൽപ്പത്തി 49:10. മോള് വായിച്ചാട്ടെ. അവകാശമുള്ളവൻ വരുവോളം, അവകാശമുള്ളവൻ വരുവോളം ചെങ്കോൽ യഹൂദയിൽ നിന്നും, ചെങ്കോൽ യഹൂദയിൽ നിന്നും, രാജദണ്ഡ് അവന്റെ കാലുകളുടെ ഇടയിൽ നിന്നും നീങ്ങിപ്പോകയില്ല. കിടക്കുന്ന രാജാക്കന്മാരുടെ രാജാവായ യഹൂദ ഗോത്രത്തിലെ സിംഹം വരും. അത് കഴിഞ്ഞ് 7 വർഷം സിറിയാക്കാരൻ ഭരിക്കുമെന്ന്. ചിലർ പറയുന്ന അന്തിക്രിസ്തു തമിഴ്നാടിന് മുതലமைச்சർ പറയല്ലേ, ചിലർ പറയുന്ന പിണറായി വിജയനാണ്. അങ്ങനെ പറയരുത്. അത് കഴിഞ്ഞ് ചില പെന്തിക്കോസുകാർ ചർച്ച കത്തോലിക്ക സഭ അധ്യക്ഷനാണ്. പള്ളിക്കുടുത്തി പോകത്താണ്ട് അവൻ അത് എഴുതുന്നു. സ്വോത്രം. കത്തോലിക്ക സഭയുടെ അധ്യക്ഷൻ ഒന്നുമല്ല അന്തിക്രിസ്തു, വഴിയൊരുക്കുന്നേ ഉള്ളൂ. സ്വോത്രം. അന്തിക്രിസ്തു ആര്? ചില അമ്മച്ചിമാർ വൈകിട്ട് കുഞ്ഞുറങ്ങാത്തതിന് കൊറിയയുടെ പ്രസിഡന്റ് പേര് പറയും കിങ് ജോങ് വരുന്നു, അപ്പോഴേ കുഞ്ഞുങ്ങൾ പാല് കുടിച്ച് ഉറങ്ങിക്കോളൂ. സ്വോത്രം. അവനല്ല അന്തിക്രിസ്തു. സ്വോത്രം. ആരാ അന്തിക്രിസ്തു എന്ന് ബൈബിളിനകത്തുണ്ട്. ഉൽപ്പത്തി 49:17, ജനസിസ് ചാപ്റ്റർ 49:17. വായിച്ചിട്ട് മോളെ അടുത്ത വാക്യം. വഴിയിൽ ഒരു പാമ്പും, വഴിയിൽ ഒരു പാമ്പും പാതയിൽ ഒരു സർപ്പവും ആകുന്നു. കിടക്കുന്ന സിറിയാക്കാരനാ അന്തിക്രിസ്തു. അത് യഹൂദന്റെ ജീനിലുള്ളവനാ. ഇസ്ലാം അവന്റെ പേരൊക്കെ വരുന്നെങ്കിലും യഹൂദന്റെ ജീനിൽ 12 ഗോത്രങ്ങളാ യാക്കോബിന്റെ തലമുറകൾ. അത് ദാൻ ഗോത്രം ആവർത്തന പുസ്തകം കഴിഞ്ഞാൽ ഇല്ല. ആവർത്തന പുസ്തകത്തിൽ ദാനിന്റെ കുതിരകളുടെ ചിറാലിപ്പ്, അതാ ഇന്നത്തെ സിറിയ. ദാനിന്റെ പകരമായി വെളിപ്പാടിൽ വരുമ്പോൾ വേറൊരുത്തനെടുത്തു മനശ്ശെ. അതാ
യഹൂദന്റെ ജീനിലുള്ളവനാ വന്ന് പള്ളി വെക്കുന്നത്. സ്വോത്രം. അവൻ മറ്റൊരു വേഷത്തിലാ വരുന്ന, ഉപായത്തിൽ. സ്വോത്രം. ഇതാ അപ്പൊ ആന്റി ക്രൈസ്റ്റ് പെന്തിക്കോസുകാരെ, CSIക്കാര്, എൻ്റെ അരുമയാണ് ദേവമക്കളെ, ദയവ് ചെയ്ത് ഇവിടുത്തെ പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി, കത്തോലിക്ക സഭ അധ്യക്ഷനെ പിടിക്കരുത്. ആന്റി ക്രൈസ്റ്റ് സെറിയ. 3 കാര്യം കൂടെ പറയുമ്പോൾ നിർത്താം. അവൻ വന്നാൽ 2 കാര്യം നടക്കും. നിങ്ങളെ കാണും. അതിന്റെ പേരാ റിലയൻസ് 100 GB വിത്ത് ക്ലൗഡ്. ലോകം ഒരുവന്റെ കയ്യിലേക്ക്. ദീപാവലിക്ക് ഇന്ത്യ മുഴുവൻ ഒരു നെറ്റ്വർക്കിന്റെ കീഴിൽ നിങ്ങളുടെ മൊബൈലിൽ 100 GB തൊട്ടാൽ ലോകം വിരൽ തുമ്പിൽ. കരമുയർത്തുന്നവർക്കായി, വാർത്ത വായിച്ചവർക്കായി. സ്വോത്രം. അതിന്റെ ബേസായി പ്രസംഗം വരാൻ പോകുന്നു. വായിക്കാം. ദാനിയേൽ പ്രവചനം 7, 7, 8 വാക്യങ്ങൾ. 2 ബേസിക് സയൻസ്, 2 വാക്യം. ബാക്കി നാളെ വായിച്ചാട്ട് മോനെ. രാത്രി ദർശനത്തിൽ ഞാനൊരു പിന്നെയും ഘോരവും ഭയങ്കരവും അതിബലവുമുള്ള നാലാമതൊരു മൃഗത്തെ കണ്ടു. ഉത്സവപ്പെട്ടാണ് വീട്ടിൽ ചെന്ന് ദാനിയേൽ വായിക്കണം. നമുക്ക് പ്രസംഗിക്കാൻ സമയമില്ല. മഹാസമുദ്രത്തിന് നേരെ 4 കാറ്റടിക്കുന്നത് ഞാൻ കണ്ടു. ഇതാ നെബൂഖദ്നേസറിന്റെ സ്വപ്നം. ഇതാ ദാനിയേൽ വെളിപ്പെടുത്തിയത്. 1 തല തങ്കം കൊണ്ട്, അതാ ബാബേൽ ചക്രവർത്തി. 2 നെഞ്ചും കൈയും ദാര്യാവേശും കോരശും. വായിക്കകത്ത് 3 വാരിയൽ, ലിബിയ, ഈജിപ്റ്റ്, ജോർദാൻ. ബൈബിളും പ്രവചനവും. 3 അരഭാഗം. ഗ്രീക്കിലെ ഒറ്റക്കൊമ്പൻ അലക്സാണ്ടർ. അരഭാഗം കഴിഞ്ഞ റോം. അതിൽ നിന്ന് നമുക്ക് 200 വർഷം ഈസ്റ്റ് ഇന്ത്യന്ന് സ്വാതന്ത്ര്യം കിട്ടിയത്. ഇന്നത്തെ ഭരണം ഇരുമ്പും കളിമണ്ണും കൊണ്ടുള്ള ജനാധിപത്യ ഭരണം. ഇത് അവസാനിക്കും. ഒരുവൻ വരും. അടുത്ത വാക്ക് ക്ലിയർ. ബൈബിൾ വായിച്ചാട്ടെ. അടുത്ത വാക്ക്. അതിന് വലിയ ഇരുമ്പ് പല്ലുണ്ടായിരുന്നു. അത് തിന്നുകയും റോമാ സാമ്രാജ്യം മടങ്ങി വരും. അടുത്തത് തകർക്കുകയും ചെയ്തിട്ട് ശേഷമുള്ളതിനെ കാൽ കൊണ്ട് ചവിട്ടിക്കളഞ്ഞു. അതാ അതിന്റെ അവസാന കയ്യ. ബംഗ്ലാദേശിന് ഇന്ത്യയൊക്കെ നോക്കിക്കൊണ്ടിരുന്ന മതി. ഭരണകൂടം അങ്ങ് തകരും. ജന റോഡിലിളകും. സ്വോത്രം. അതിന്റെ കാൽ കൊണ്ട് ചവിട്ടിക്കളഞ്ഞു. അത് വായിച്ചിട്ട് മോളെ. മുമ്പേ കണ്ട സകല മൃഗങ്ങളിലും വെച്ച്. മൃഗം എന്ന് പറയുമ്പോൾ ചിലർ വിചാരിക്കും കടുവായോ പുലിയല്ല. ബൈബിളില് പ്രവചന ഭാഷ മൃഗം സമ ഭരണാധികാരിയാ. സ്വോത്രം. അതുകൊണ്ട് മുമ്പേ കണ്ട സകല മൃഗങ്ങൾ. ഹിറ്റ്ലർ 60 ലക്ഷം യഹൂദനെ കൊന്നവനാ. മുസോളിനി ആ ഭരണാധികാരികൾ വെച്ച് അതിലും വലുതായ വായിച്ചിട്ട് അതിന് സകല മൃഗങ്ങളിലും വെച്ച് ഇത് വ്യത്യാസമുള്ളതായിരുന്നു. അതിന് 10 കൊമ്പുണ്ടായിരുന്നു. ആ കരമുയർത്തിയാട്ടെ. ദാനിയേലിനകത്തും 10 കൊമ്പ്, വെളിപ്പാടിനകത്തും 10 കൊമ്പ്. ബൈബിൾ. യൂറോപ്യൻ യൂണിയൻ മടങ്ങി വരും ഇന്ന് രാത്രി. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദാനിയേലും യോഹന്നാനും തങ്ങളിൽ കണ്ടിട്ടില്ല. പക്ഷെ ഞങ്ങളുടെ ബൈബിൾ എത്ര ക്ലിയർ. 1400 വർഷങ്ങൾ ആട്ടിടയനും മീൻ പിടിക്കുന്നവനും യുദ്ധക്കാരനും മുട്ടുമടക്കിയവന്റെ ഉള്ളിൽ സ്വർഗത്തിന്റെ ആത്മാവ് തങ്കലിപികൾ കൊടുത്തതാ. ഇന്ന് രാത്രി ഞങ്ങളുടെ ബൈബിൾ വചനം മനസ്സിലാകുന്നവർക്കായി യൂറോപ്പ് മടങ്ങി വരും. കണ്ടോ? ദാനിയേൽ യോഹന്നാനും കണ്ടിട്ടില്ല. യോഹന്നാൻ 2000, ദാനിയേൽ 2600 വർഷങ്ങൾക്ക് മുമ്പ് ബാബേല് കിടക്കുന്ന 10 കൊമ്പ് യൂറോപ്പ്. അതിനാൽ വായിച്ചാട്ട് അടുത്ത പ്രവചനം. ഞാൻ ആ കൊമ്പുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയ അവയുടെ ഇടയിൽ മറ്റൊരു ചെറിയ കൊമ്പ് മുളച്ചു വന്നു. ഇവന്റെ പേരാ എതിർ ക്രിസ്തു, ചെറിയ കൊമ്പ്. അതിനാൽ മുമ്പിലത്തെ കൊമ്പുകളിൽ 3 വേരോടെ പറഞ്ഞു പോയി. ഇന്നത്തെ 3 ഭരണങ്ങളെ അവൻ തകർക്കും. 1 മിനിറ്റ് എല്ലാവരും കേൾക്കണം. നിങ്ങൾ ജ്ഞാനത്തോടെ ഇത് കേൾക്കണം. ഇനി ചങ്കവള വന്നത് പ്രസംഗത്തില്ല. അതുകൊണ്ടായി പറയുന്നത് 3 എണ്ണത്തിനെ അവൻ തീർക്കും. 1 രാജാധിപത്യം, 2 ജനാധിപത്യം, 3 ഏകാധിപത്യം. കരമുയർത്തുന്നവർക്കായി. ഇന്നത്തെ ഗൾഫിലെ ഭരണം പോവും. നമ്മുടെ പ്രധാനമന്ത്രി മോഡിയുടെ ഭരണവും പോവും. ഇന്ന് രാജാക്കന്മാരായി വാഴുന്ന ചൈനയുടെ പ്രസിഡന്റ് ഷീ ജിൻപിങ്, റഷ്യയുടെ പുടിൻ, കൊറിയയുടെ കിങ് ജോങ്, ഇവരെല്ലാം വീഴണമെങ്കിൽ ഇവിടെ ഒരു സംഭവം വരണ. ഭൂകമ്പം അല്ല, സുനാമി അല്ല, കത്തിക്കുത്തല്ല. ഭരണകൂടം വീഴണമെങ്കിൽ വരണം സാമ്പത്തിക മാന്യം. കരമുയർത്തുന്നവർക്കായി. സ്വത്രം. പണമില്ലേ ഭരണകൂടം വീഴും. അതായി കോവിഡ്. യേശു പറഞ്ഞു ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതും വലിയ കഷ്ടമെന്നാളിൽ ഉണ്ടാകും. അതിൻ്റെ തുടക്ക കോവിഡ്. ഇത് വീഴ്ത്തും. ഞാൻ ആ കൊമ്പിൽ 2 ബേസിക് സയൻസ്, റിലയൻസിന്റെ ബാക്കിയൂടെ പറഞ്ഞിട്ട് ഇന്ന് നിർത്താം. 2 ബേസിക് സയൻസ് മോളൊന്ന് വായിച്ചാട്ടെ. ഈ കൊമ്പിൽ മനുഷ്യന്റെ കണ്ണുപോലെ കണ്ണും. അവിടെ നിൽക്കട്ടെ മോളിനി മാറ്റരുത്. അവൻ ഉലകത്തെ മുഴുവൻ കാണാൻ പോന്നു. അതാ നിങ്ങളുടെ 20 GB പോയി, 32 GB പോയി. കഴിഞ്ഞ ദിവസം റിലയൻസ് പറയുന്നു എന്താ ദീപാവലിക്ക് എല്ലാ മൊബൈലും അവർ മാറ്റുന്നു. 100 GB അഥവാ ലോകം വിരൽ തുമ്പിൽ. കരമുയർത്തുന്നവർക്കായി 1 സെക്കൻഡ് കൊണ്ട് 100 GB ഉണ്ടെങ്കിൽ അമേരിക്ക മുതൽ ഇന്ത്യ വരെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താൻ പോകുന്നു.
അതിൻ്റെ പേര് വേൾഡ് ഓൺ എ ഫിംഗർ ടിപ്പ്. നൗ 5G റിലയൻസ് ക്ലിയറായോ? HD ക്ലൗഡ്. അങ്ങനെയെങ്കിൽ അവൻ എല്ലാവരെയും കാണുന്ന കാലമായില്ലയോ? ഇനി എല്ലാവരും നോക്കിക്കോണം. ഇന്നത്തെ കോൾ എവിടായി? മെസ്സഞ്ചർ കോൾ, വാട്സപ്പ് കോൾ, ട്വിറ്റർ കോൾ, വോട്ടിംഗ് കോൾ. പണ്ടത്തെ കോൾ എന്തുവാ? പണ്ടത്തെ കോള് പറഞ്ഞുതരാം. ടെലിഫോൺ കോൾ. ഇത്രയുള്ളൊരു ടെലിഫോൺ, 2 കിലോ ഉള്ള ഒരു റിസീവർ. സ്വോത്രം. പാറശാല ഒരു അച്ചായനും അമ്മാമ്മയും എല്ലാവരും കേൾക്കണം. അവരെ മക്കൾ ഗൾഫിലായിരുന്നു, മസ്കറ്റിൽ. മോളും മരുമോനും. പണ്ട് ലൈനില്ല. പാറശാല BSNL അഥവാ ഭാരത് ടെലിഫോണിൽ വിളിച്ചു പറയും, ഞങ്ങൾക്കൊരു ലൈൻ തരണം, വൈകിട്ടൊരു ഇന്റർ കണക്ഷൻ മറ്റു രാജ്യമായിട്ട്. അവർ തിരുവനന്തപുരം വെള്ളയമ്പലത്ത് പറയും, ട്രങ്ക് കോൾ ബുക്ക് ചെയ്യും. 6:30 പാറശാലയിൽ അച്ചായന് ഒരു കോൾ കൊടുക്കണം. 6:30 ആകുമ്പോൾ അച്ചായനും അമ്മയും താണ്ടിങ്ങനെ മേശയുടെ അടുത്ത് വന്നിരിക്കും. ഇങ്ങനൊരു വലിയ ടെലിഫോണും 2 കിലോ ഉള്ള റിസീവർ. ഒരു മണിയടി കേൾക്കണം, കിണിങ് കിണിങ്, തിയേറ്റർ സിനിമാവെല്ലാം അടിക്കുന്ന പോലെ ഒറ്റയടി. അപ്പോൾ പാറശാലക്കാരൻ വിളിച്ചിട്ട് പറയും, അച്ചായനും അമ്മാമേ ദാ ഇപ്പം കണക്ഷൻ കിട്ടാൻ പോവുക തിരുവനന്തപുരത്ത് നിന്ന് മസ്കറ്റിലേക്ക്. മസ്കറ്റിൽ മോനെടുക്കും ജോസ്. അച്ചായൻ്റെ വിളി പാറശാലയിൽ നിന്ന്, ജോസ് മോനെ. 5 വീടും കേൾക്കും. പാറശാലയിൽ അടുത്ത വീട്ടിലെ പട്ടിയും കുറയ്ക്കുമായിരുന്നു. സ്വന്തം. അന്നത്തെ ടെലിഫോൺ പിടികിട്ടുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. അന്ന് ചോദിക്കുന്നൊരു കാര്യമുണ്ട്, മോള് ജോലി കഴിഞ്ഞ് വന്നു, കാര്യങ്ങൾ എങ്ങനെ പോന്നു, ഇതൊക്കെയാണ് ചോദിക്കുന്നത്. പപ്പായ്ക്കും മമ്മിക്കും സുഖമാണോ, ഇതെല്ലാം ചോദിച്ച് കട്ട് ചെയ്യും. അണ്ടക്കാലം മുടിഞ്ചാച്ച്. ഇന്ന് പാറശാലയിൽ അവറാച്ചാനും അന്നമ്മാമയും 14 ലാപ്ടോപ്പ് ഭിത്തിയിലൊരു മോണം. ആരും അറിയണ്ട, കീക്കൂ ഒറ്റ ഞെക്ക്. സ്വോത്രം. ദാവരക്കുന്ന മസ്കറ്റിലെ ലൈൻ. 2 പേരും അവിടെ ഇരിക്കുക. സ്വോത്രം. ഉടനെ മോനും മരുമോള് ജോലി കഴിഞ്ഞ് വന്ന് മോനോട് ചോദിച്ചു, പ്രോജക്റ്റ് എങ്ങനെ? മരുമോള് നേഴ്സാ, നാട്ടുകാർക്കൊക്കെ ഇഞ്ചക്ഷൻ കൊടുക്കുന്നു, കോവിഡ് കുറഞ്ഞു. എന്നിട്ട് അപ്പച്ചനും അമ്മച്ചില്ലേ ചോദിക്കുക, വൈകിട്ട് എന്തോ ടുഡേ സ്പെഷ്യൽ? മോൻ പറഞ്ഞൊരു കാര്യമുണ്ട്, പപ്പ ഇന്ന് കെൻഡക്കി ഫ്രൈഡ് ചിക്കനും കൊക്കക്കോള. ഉടനെ പപ്പായോട് ഇങ്ങോട്ട് ചോദിച്ചു, നിങ്ങൾക്ക് എന്തോ സ്പെഷ്യൽ? അപ്പോൾ അപ്പച്ചനും അമ്മച്ചിയും പറഞ്ഞു, ഞങ്ങളുടെ ഷുഗർ ഇച്ചിരി കൂടുതലാണ്. പാറശാല SP ചെന്നപ്പോൾ പറഞ്ഞു, കട്ടിയാഹാരം കഴിക്കേണ്ടതുകൊണ്ട് ഗോതമ്പ് കഞ്ഞിയും താണ്ട് ഉപ്പാങ്ങായിരിക്കുന്നു. സ്വോത്രം. ക്ലിയർ ആയില്ലയോ? സ്വോത്രം. അങ്ങനെയെങ്കിൽ സകല മനുഷ്യരെ കണ്ണുകൊണ്ട് കാണും. അതായി കോവിഡ്. അതിനാസ്പദമായി നിങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം കമ്പ്യൂട്ടർ പഠിപ്പിച്ചില്ലേ? സന്തോഷമില്ലല്ലോ? പണ്ട് താണ്ട് കൊച്ചു കുഞ്ഞുങ്ങൾ താണ്ടിരിക്കുന്ന മോൻ ആരെങ്കിലും ടച്ച് ഫോൺ കൊടുക്കും, അമ്മച്ചി മേളിൽ വട്ടിയിലിട്ടേക്കും തൈരിൻ്റെ കൂടെ. സ്വോത്രം. ആ ഭാഗത്തുനിന്ന് ഫോൺ എടുക്കത്തില്ല. സ്കൂൾ അടച്ചപ്പോൾ ഇവിടം വരായി. എല്ലാം കോവിഡിന് കാലത്ത് എവിടായി? കുഞ്ഞുങ്ങളോട് പറഞ്ഞില്ലേ, ഓൺലൈനിൽ കയറി ഗൂഗിൾ മീറ്റ്, സ്കൂൾ മീറ്റ്, ഫേസ് മീറ്റ്, പെന്തിക്കോസുകാരുടെ സൂം മീറ്റ് വേറെ. സ്വോത്രം. സൂമിനെ ഞാൻ കുറ്റം പറയത്തില്ല. ജയദാസ് വീട്ടിലിരിപ്പുണ്ട്. ഇടയ്ക്ക് സൂം ഉണ്ടായിട്ട് കട്ടൻ ചായ കുടിച്ച് വർഗീസ് വാസം. സ്വോത്രം. 2 മാസം വീട്ടിൽ ഇരുന്നപ്പോൾ. സ്വോത്രം. 2 വർഷം. സ്വോത്രം. പക്ഷേ സൂമെ കൂടി രക്ഷപ്പെട്ടത് കുറേ സഹോദരിമാർ തമിഴ്നാട്ടിലില്ല. തമിഴ്നാട്ടിൽ അരിമയാണ് ഊളിയക്കാർ. ഇന്ന് കേരളത്തിൽ വന്ന് സൂം വന്ന് 500 പ്രവാചകിമാരായി. സ്വോത്രം. സ്വോത്രം. മരച്ചീനി അടിയുമ്പോൾ സൂമില അല്ലേലില്ല, താഴെ മരച്ചീനി. സ്വോത്രം. അത് കഴിഞ്ഞിട്ട് ചില സഹോദരിമാർ സൂമിനകത്ത് വരുന്നത്, ദാ വഴി തുറക്കുന്നു. പിന്നെ മേശയിലിട്ട് 15 ഇടിയാ. സ്വോത്രം. സൂമി കൂടെ. സ്വോത്രം. ഇന്ന് സകലയിടത്തും പ്രവാചകിമാരായി. സ്വോത്രം. അതുകൂടെ ഞാൻ തമിഴ്നാട്ടിൽ പറയുക. സൂമം തീർന്ന് കോവിഡും മാറി. ഇനി നിങ്ങളുടെ സഭായോഗങ്ങളെ ബഹിഷ്കരിക്കരുത്. കരമുയരുന്നില്ലല്ലോ? സ്വോത്രം. നിങ്ങളുടെ നന്മയുടെ വഴി ദൈവസഭയായിരുന്നു. വന്ന വഴികൾ മറക്കരുത്. ഇന്ന് രാത്രി പെന്തിക്കോസുകാരോട് പറയാ, മാസ്ക് മാറി, സാനിറ്റൈസർ മാറി, കോവിഡ് മാറി. നീ ടെലിവിഷന്റെ മുൻപിലല്ല ഇരിക്കേണ്ടത്. 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ മുട്ടുമടക്കിയാലും അതിൻ്റെ നടുവിൽ വരാമെന്ന് പറഞ്ഞ കർത്താവിനെ മറന്ന് നിങ്ങളുടെ സഭായോഗങ്ങള് നിങ്ങൾ ഉപേക്ഷയായി വിചാരിക്കരുത്. കരമുയർത്തുന്നവർക്കായി. ഗോത്രം. പലരും സൂം കഴിഞ്ഞിട്ട് ദൈവദാസന്മാർ ജാനസെൽവം പാസ് വിളിക്കുക കേരളത്തിൽ. അച്ചായനെ അമ്മച്ചും വിളിച്ചു, ഞങ്ങളിപ്പോൾ സഭായോഗത്തിൽ സൂമില്ലാന്ന്. അവിടെ ഇരുന്നോ അപ്പച്ച? സ്വോത്രം. ബാക്കി സൂമുകാർ നോക്കിക്കോളും. നിങ്ങൾ ഇറങ്ങി തിരിച്ച കാലത്ത് നിങ്ങളുടെ സഭയെ തന്ന് മുട്ടുമടക്കി കരഞ്ഞ് കുഞ്ഞുങ്ങളെ വെളിനാട്ടി വിട്ട് നല്ല വീടും തന്ന് കാറും തന്നിട്ട് വന്ന വഴി മറക്കരുത്. പെന്തിക്കോസുകാരെ, സൂം നല്ലതാ, ഗൂഗിള് നല്ലതാ, ഹെബ്രോന്റെ ലൈവ് നല്ലതാ. ഇന്ന് രാത്രി നെഞ്ചത്ത് കൈവച്ച് പറയുക, നിങ്ങളുടെ സഭായോഗങ്ങള് നിങ്ങൾ ഉപേക്ഷയായി വിചാരിക്കരുത്. മടങ്ങി വരിക. ദൈവസന്നിധിയിൽ മുട്ടുമടക്കുന്ന ഒരു കൂട്ടം ചെങ്കവളയിൽ എഴുന്നേൽക്കട്ടെ. ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കുകയല്ല. സ്വോത്രം. സൂമനകത്ത്. സ്വോത്രം. ഒരു കാര്യം കൂടെ പറയാം. இந்த நாட்களில் സ്വോത്രം குமரி மாவட்டம் அங்கே ஒரு அருமையான கன்வென்ஷன் ஞான் போயிருக்குது. அங்கே ஒரு அப்பச்சை இருக்குது, தலைமை போதகர். ஏவரும் கேட்குறது ககனமா.
അപ്പോൾ രാത്രി യോഗം കഴിഞ്ഞ് ഇന്ന് ഞാനിവിടെ വന്നപ്പോഴേ അമ്മമ്മ ഒരു ചായ ഇട്ടുകൊണ്ട് വന്ന് വർഗീസ് പാസ്റ്ററുടെ ശബ്ദം എടുക്കുന്നുണ്ട്. അടുത്ത ചായ പിന്നെയും കൊണ്ട് തന്ന് മേടയ്ക്കുള്ള രാത്രി 2 മണിക്കൂർ പ്രസംഗിച്ച് അരുമയാനം നല്ല പാടൽ പാടിക്കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നു 1-ാം ദിവസം. അപ്പം ഞാൻ അവിടെ പയ്യനോട് പറഞ്ഞു, മോനെ സീനി പോടാതെ ഒരു അരുമയാന ടീയെ കൊടുക്കുങ്കേ. അവൻ കൊണ്ടുവന്ന് ഞാൻ നോക്കിയപ്പോൾ 85 വയസ്സുകാരൻ തലമൈ പോതകർ അപ്പച്ചൻ ലാപ്ടോപ്പ് ഇട്ട് ഞെക്കുന്നു. സ്വോത്രം കൈ വറയ്ക്കുന്ന മത്തിത്തല തിന്നുന്ന അരുമയാന അപ്പച്ചൻ ലാപ്ടോപ്പ് ഇട്ട് ഞെക്കുന്നു. എനിക്ക് ഇത്രയും വിദ്യാഭ്യാസം ഉണ്ട്. ജയദാസൻ അറിയാം, സാമ്പാറിനകത്ത് മല്ലിയില കടന്നാൽ ഞാൻ ചോദിക്കും എവിടുന്ന് വന്ന് സിസ്റ്റർ ചോദിക്കുന്ന ആളാണ് ഞാൻ. സ്വോത്രം എനിക്ക് സംശയം ചോദിക്കാൻ പറ്റുമോ. 2-ാം ദിവസവും ഇത് തന്നെ. ഞാൻ രാത്രി പ്രസംഗം കഴിഞ്ഞ് ടീ കുടിച്ചു. അയ്യാ யாருக்கிட்ட நைட்டுக்கு கூப்பிடுது അപ്പം പറഞ്ഞ് എൻ ചെറിയ കുളന്ത UK നേഴ്സായിരിക്കുന്നു, അവള് ജോലി മുടിഞ്ചാച്ചോന്ന് ഞാനിപ്പോൾ ലൈവ് പോവാന്ന്. സ്വോത്രം 85-കാരൻ അപ്പച്ചൻ കുമരി മാവട്ടം, ആളെയൊന്നും ഞാൻ പറയത്തില്ല. സ്വോത്രം ഇത്രയും നിങ്ങൾ കേട്ടാൽ മതി. അപ്പം ഞാൻ ചോദിച്ചു, അയ്യാ ഇതെങ്ങനെ ഈ ലാപ്ടോപ്പ് പഠിച്ച്? അപ്പം എന്നോട് പറഞ്ഞു, ഊളിയക്കാരാ இந்த நாட்களில் கோவிட் வந்திருக்குது, ഞാൻ എന്താ സഭായോഗമല്ല ഇത് കൂടെ ചെയ്തിയായി കൊടുത്ത് ഇപ്പം അരുമயான കമ്പ്യൂട്ടർ ഞാൻ ഉപയോഗിക്കുന്നു. നല്ല കാര്യം. 85-കാരൻ അപ്പച്ചൻ ലണ്ടനിലിരിക്കുന്ന കൊച്ചുമോളുമായിട്ട് ചാറ്റ് ചെയ്യുന്നു. സ്വോത്രം. അപ്പം അപ്പച്ചൻ പറയാം, എവിടെ ചോദിക്കണം, എനിക്ക് മാസാമാസം പൈസ അയച്ചു തരുന്നു. സ്വോത്രം. നേഴ്സ് കാലം റെഡിയായോ? അതാ ഇന്നത്തെ എല്ലാം. ഇത് സാത്താൻ്റെ കയ്യിൽ കിട്ടും. കോവിഡിൻ്റെ മറവിൽ നിങ്ങളുടെ സ്ലോട്ട് മൊബൈൽ വന്നെങ്കിൽ നിങ്ങളുടെ ഇന്റർനെറ്റ് സംവിധാനം മുഴുവൻ അവൻ്റെ കയ്യിൽ. അവൻ നിങ്ങളെ കാണും. എന്നാൽ ഇന്ന് ചെങ്കവളയിൽ കൺവെൻഷൻ്റെ ആദ്യത്തെ കൂട്ടങ്ങൾ അരുമയാന ചെയ്ത് മുടിക്കത് 5 നിമിഷത്തേക്കുള്ള ഞാൻ നിർത്തും. അവൻ നിങ്ങളെ കാണുന്നതിന് മുമ്പ് അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ തൻ്റെ മക്കളെ ചേർക്കുവാൻ മേഘാരൂഢനായി അവൻ വരാറായി. ഒരു സയൻസ് കൂടെ പറഞ്ഞു നിർത്താം മോളെ. അടുത്ത വാക്ക്, അവന്റെ കണ്ണ് നിന്നെ കാണും. അടുത്ത വാക്കൂടെ, വമ്പ് പറയുന്ന വായുമുണ്ടായിരുന്നു. വമ്പ് പറയുന്ന വായ് സാത്താൻ ലോകത്തോട് സംസാരിക്കും. എല്ലാവരും കേട്ടാട്ടെ. ഇന്ത്യക്കാരനാ സുന്ദർ പിച്ച, തമിഴ്നാട്ടുകാരൻ. ദാണ്ടേ ഇന്ന് ഗൂഗിൾ ഉണ്ടാക്കിയത് എല്ലാവരും കാണാം. ഗൂഗിൾ ഇതിന്റെ നേതാവ് ഇന്ത്യക്കാരൻ സുന്ദർ പിച്ച, തമിഴ്നാട്ടുകാരൻ, അമേരിക്കയിലുണ്ട്. സ്വോത്രം. അദ്ദേഹമായി ഗൂഗിൾ ഉണ്ടാക്കിയത്. പണ്ട് നിങ്ങൾ പാറശാല വന്ന് കൊല്ലംകോട് 1000 ചെങ്കവിള അവിടേക്ക് താഴെ മുല്ലക്കൽ മെഡിക്കൽ സ്റ്റോർ ചോദിക്കണം. അങ്ങനെ ഒരു മെഡിക്കൽ സ്റ്റോർ കേട്ടിട്ടുണ്ട്. എവിടെ കേൾക്കാനോ സ്വോത്രം. അവിടേക്ക് 5 പണിക്കാരൻ്റെ പ്രശ്നം കേൾക്കുന്നത് പാറശാല മുല്ലക്കൽ മെഡിക്കൽസ്. സന്തോഷമില്ലല്ലോ. അപ്പുറത്ത് ജോൺസൺ ബേക്കറി ചോദിച്ചാൽ അവർ ചായ തരും. നിങ്ങൾ ചൊവ്വേന്ന് വന്നവരാ. പാറശാലയിലെ കാര്യം ഞാൻ ചോദിച്ചത്. സ്വോത്രം. അത് കഴിഞ്ഞ് കളിക്കാനുള്ള ബസ് സ്റ്റാൻഡിൽ ഓപ്പോസിറ്റ് ചായ കുടിക്കുന്നത് അവരാരാന്നറിയത്തില്ല. എന്നെ കാണുമ്പോഴേ ചോദിക്കും, പാസ്റ്റർ ഇന്ന് എവിടാ പ്രസംഗം ഒന്ന്. സ്വോത്രം. സ്ഥിരം വരുന്നുണ്ട്. സ്വോത്രം. അപ്പം പണ്ടാന്നേ ചോദിക്കും, ഇതിലൊക്കെ എവിടാ ഈ റോഡ്? ഇപ്പം ഗൂഗിളിനോട് ചോദിച്ചാൽ പോരെ, ചെങ്കവിള എവിടെ, 1000 എവിടാന്ന് ചോദിച്ചാൽ പോരെ. അവൻ പറഞ്ഞു തരത്തില്ലേ, ഗോ റൈറ്റ് ലെഫ്റ്റ് ഊരമ്പ് പൂവാർ. ക്ലിയർ ആയില്ലേ? സ്വോത്രം. അടക്കുന്ന ഗൂഗിൾ. അടുത്ത കേട്ടോണം. അങ്ങനെയെങ്കിൽ ഇത് അവൻ്റെ കയ്യിൽ ചെല്ലും. ശബ്ദം മാറ്റും. ഇനിയുള്ള കാര്യം നിങ്ങൾ കേൾക്കണം, എല്ലാവരും കേൾക്കണം. ഇന്ന് തമിഴ്നാട്ടിലെ മുതലமைச்சർ സ്റ്റാലിൻ ഒരു സോഫ്റ്റ്വെയർ എടുത്താൽ അദ്ദേഹം പറയുന്നത് നിങ്ങളുടെ മൊബൈലിൽ കേൾക്കും. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഓണാശംസ മൊബൈലിൽ കൂടെ പറഞ്ഞു. പക്കത്ത് കേരളക്കാർ മുഴുവൻ കേട്ടു. അത് കഴിഞ്ഞിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്ത് എല്ലാവരും 8 കോടി പേരാ BSNL ഒറ്റ സോഫ്റ്റ്വെയർ ചായക്കടയിരുന്ന് ചായ കുടിച്ച് കേട്ടത്. മൻ കി ബാത്ത്. മൻ കി ബാത്ത് കുരങ്ങൻ കുളിക്കാൻ പോയതല്ല. പുഴയിൽ മനസ്സ് കീ ബാത്ത് നല്ല കാര്യം. സ്വോത്രം. അതുകൂടെ മനസ്സിലാക്കണം. മൻ കി ബാത്ത് നല്ല കാര്യം. 8 കോടി പേർ 100 എപ്പിസോഡ് കേട്ടെങ്കിൽ ഇന്ന് രാത്രി ഇതുകൂടെ കേട്ടിട്ട് ഇന്ന് നിർത്താം. മോളൊരു വാക്യം കൂടെ വായിച്ച് ബാക്കി നാളെ പറയാം. ഇന്ന് രാത്രി സമയം പോകുന്നുണ്ട്, നിർത്താം. ഇന്ന് രാത്രി നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ ഗഗനമാ സൈദിയെ കേൾക്കണം. ഇസ്രയേലിന്റെ പർവ്വത നിര, അവിടെ മെഗിദോ താഴ്വര, 1000 മനുഷ്യന്റെ തലച്ചോറ് വലിപ്പത്തിൽ ഒരു കമ്പ്യൂട്ടർ സെറ്റ് ചെയ്യുന്ന അതിൻ്റെ പേരാ വോയിസ് ട്രാൻസ്ലേറ്റർ. അത് 1000 ഹ്യൂമൻ ബീങ് ബ്രെയിൻ സാച്ചുറേറ്റഡ് കമ്പ്യൂട്ടർ. 1000 മനുഷ്യന്റെ തലച്ചോറ്. ഗൂഗിൾ ഇതിന്റെ പിൻപിൽ സുന്ദർ പിച്ചയുടെ ടെക്നോളജി അവർ ചെയ്യുന്നത്. കേട്ടോണ്. അവൻ ലോകത്തോട് സംസാരിക്കാൻ പോന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് 600 ഭാഷ കൺവേർട്ട് ചെയ്തു. ഇനി തമിഴ്നാട്ടിൽ ഒരു ഊളിയക്കാരിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പേരാ നാലുമാവടി മോഹൻ സി ലാസറസ്. കേൾക്കണം, എല്ലാവരും കേൾക്കണം. പണ്ട് അദ്ദേഹം മലയാളത്തിലൊരു പ്രസംഗം കൊടുക്കണമെങ്കിൽ അദ്ദേഹം തമിഴ് പേജും ട്രാൻസ്ലേഷൻ വേണം. ഇന്ന നാൾക്കളിൽ അത് വേണ്ട. അദ്ദേഹത്തിന് ഇസ്രയേൽ ഒരു സോഫ്റ്റ്വെയർ കൊടുത്തു. ആ സോഫ്റ്റ്വെയർ വഴി ആ മെഗിദോ താഴ്വരയിൽ നിന്ന് കിട്ടിയ ആ ലൈൻ വഴി അതിൽ കൂടെ അദ്ദേഹം നാലുമാവടി ആലയത്തുക്കുള്ള ചെയ്തി തമിഴിൽ കൊടുക്കുമ്പോൾ മലയാളത്തിക്കുള്ള വോയിസ് ട്രാൻസ്ലേറ്റർ നമ്പർ 1. ഇനി നിങ്ങൾ കരമുയർത്തണം. ജോയിസ് മേയർ ഒരമ്മാമ പ്രസംഗിക്കുന്ന TV കൂടെ കണ്ട യാർക്കത് കരത്തെ ഉയർത്താം. അവർ കേരളത്തിൽ വന്നിട്ടില്ല, ആന്ധ്രയിൽ ബേസ്. അവര് ആന്ധ്രയിൽ നിന്ന് അഥവാ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഹാർവസ്റ്റിലും പവർ വിഷനിലും മലയാളത്തിൽ തത്സമയം ട്രാൻസ്ലേഷൻ ആള് വേണ്ട.
അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ഇന്നത്തെ മോഹൻ സി ലാസറസ്, അതുപോലെ ഇന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്ത്, തമിഴ്നാടിൻ മുതലമച്ചർ ക്രിസ്മസ്, കേരളത്തിൻ്റെ ഓണാശംസയും, അത് കഴിഞ്ഞിട്ട് ജോയ്സ് മേയറുടെ മലയാളവും കേട്ട ചെങ്കവിളയോട് എനിക്ക് പറയാനുള്ളത്, കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ഈ സിസ്റ്റം ഏറ്റെടുത്ത് സാത്താൻ ലോകത്തോട് സംസാരിക്കുക. എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, അവൻ്റെ ശബ്ദം ഞങ്ങളുടെ കർണപടങ്ങളിൽ മുഴങ്ങുന്നതിന് മുമ്പ് മറ്റൊരു ശബ്ദം ഈ തലമുറയിൽ മധ്യാകാശത്തിൽ മുഴങ്ങും. കരമുയർത്തുന്നവർക്കായി അതിൻ്റെ പേരാ കർത്താവ് തൻ ഗംഭീരനാദം, പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹളം. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്ക്. ജീവനോടിരിക്കുന്ന നാം അവനെ എതിരേൽക്കുവാൻ ഈ തലമുറയിൽ മധ്യാകാശത്തിൽ എടുക്കപ്പെടും. ചെങ്കവിളേ, അടയ്ക്കാക്കുഴിയേ, കാലം സമീപം, ദൈവരാജ്യ സമീപിച്ചു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിലേക്ക് മടങ്ങിവ. നാഥന്റെ വരവിന്റെ ചിലമ്പൊലികൾ മധ്യാകാശത്തിൽ മുഴങ്ങാൻ കാലമായി. ഒറ്റ കാര്യം പറഞ്ഞ് നിർത്താൻ, ബാക്കി നാളെ എൻ്റെ സമയം അവസാനിക്കുന്നു. റെയിൽവേ സ്റ്റേഷനിൽ പോയാൽ തായേ, തകർപ്പര്, തമ്പി, തങ്കച്ചി, இந்த ஒலி பக்கத்தில் இருக்கின்ற வாலிபா அங்கே 2 ടിക്കറ്റ് கிடைக்கும். ഒരു ടിക്കറ്റ് പ്ലാറ്റ്ഫോം ടിക്കറ്റ്. പ്ലാറ്റ്ഫോം ടിക്കറ്റിക്ക് പ്രത്യേകത, ട്രെയിനിക്കുള്ള പോകാതെ മറ്റൊരു ടിക്കറ്റ് നിങ്ങൾക്ക് ഓൺലൈനിൽ കിട്ടും. അല്ല, അവിടെ കിട്ടും സ്ലീപ്പർ. അതിനകത്ത് കമ്പാർട്ട്മെന്റ് നമ്പരും ബർത്ത് നമ്പരും എഴുതിയേക്ക്. അരുமையான செய்திகள் നാളുകളായി ഇങ്ങ പക്കത്തിൽ ഒലി പക്കത്തിൽ കേട്ടിരിക്കുന്ന തായെ തകർപ്പര്. പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്താൽ ട്രെയിൻ വരുമ്പോൾ കയറാൻ പറ്റത്തില്ല. പക്ഷെ നിന്റെ സീറ്റ് നമ്പരും ബർത്ത് നമ്പരും എഴുതിയ ഒരു ടിക്കറ്റ് ഉണ്ടെങ്കിൽ നിന്റെ ചങ്കിനകത്ത് ഒരുറപ്പുണ്ട്, എൻ്റെ ട്രെയിൻ വരാറായി, അതിനകത്തൊരു സീറ്റുണ്ട്. കരമുയർത്തുന്നവർക്കായി പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്തവൻ വഴിയരികെ പാട്ടുപോകും. രക്ഷയുടെ ടിക്കറ്റ് ഉള്ളവനെ ചേർക്കാൻ യേശു മടങ്ങി വരാറായി. ഒറ്റ വാക്യം, ആരാധന. വായിക്കാം. യേശു എന്താ ഇതിനെപ്പറ്റി പറഞ്ഞ്? യോഹന്നാൻ 14:30. ഇന്ന് നിർത്താം, ബാക്കി നാളെ നേരത്തെ. യോഹന്നാൻ 14:30. ഞാൻ ഇനി നിങ്ങളോട് വളരെ സംസാരിക്കുകയില്ല. ക്രൂശീകരണത്തിന് മുമ്പ് ശിഷ്യന്മാരോട് സംവദിക്കുന്നതാ യോഹന്നാൻ 14. അതിന്റെ അവസാനം ഞാൻ അവസാന രാത്രി പറയാം, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. 30 എഴുതിയേക്ക്. ശിഷ്യന്മാരോട് പറഞ്ഞു, എൻ്റെ നാഴികയായി, ഞാനിനി അധികം നിങ്ങളോട് സംസാരിക്കില്ല. അടുത്ത വാക്യം, ലോകത്തിന്റെ പ്രഭു വരുന്നു, അന്തിക്രിസ്തു. അടുത്തത്, അവൻ എന്നോട് ഒരു കാര്യവുമില്ല. ദൈവമക്കളെ, യേശുവിനോട് അവന് കാര്യമില്ലെങ്കിൽ യേശുവിന്റെ മക്കളോടും അവന് കാര്യമില്ല. കരമുയർത്തുന്നവർക്കായി അതിനു മുമ്പ് തൻ്റെ മക്കളെ ചേർക്കുവാൻ കാന്തൻ മധ്യാകാശത്തിൽ വരും. മക്കളെ, ഞാൻ തുടങ്ങിയത് എവിടാന്നറിയാമോ? യോസഫിലാണ്. ഇന്ന് രാത്രി യോസഫിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? അവൻ, എല്ലാവരും വചനം കേൾക്കണം, അവർ നിഴല, എല്ലാവരും കേൾക്കണം. യോസഫ് ഇപ്പം മിസ്രൈമിൽ ഉപപ്രധാനമന്ത്രിയായി. ചേട്ടന്മാരും അരിയും പലഞ്ഞോണം മേടിക്കാൻ വർഗീസ് പാസ്റ്ററെ വന്നത്. ചേട്ടന്മാർക്ക് അവനെ മനസ്സിലായില്ല, അവന് ചേട്ടന്മാരെ മനസ്സിലായി. അരിയും പലഞ്ഞോണം കൊടുത്ത് 72 പേർക്ക് വിസയും കൊടുത്തു. എവിടാ? ഇസ്രയേലിന്റെ മണ്ണിനകത്ത് ഫറവോന്റെ രഥമിറങ്ങി. വചനം മനസ്സിലാകുന്നവർക്കായി ഇതാ നിഴൽ. ആരെ ചേർക്കാൻ? തൻ്റെ രക്തബന്ധങ്ങളെ ചേർക്കാൻ, കണ്ണുമങ്ങി അപ്പനെ കൊണ്ടുപോകാൻ. അങ്ങനെയെങ്കിൽ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി മധ്യാകാശത്തിൽ വെളിപ്പെടുമ്പോൾ ഇന്ന് രാത്രി തൻ്റെ ചങ്കില ചോരയാൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കുവാൻ മേഘാരൂഢനായി അവൻ വരാറായി. ഇന്ന് രാത്രി ഇതാ ഞാൻ വേഗം വരുന്നു. ഏത് കണ്ണും അവനെ കാണും, അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. ഭൂമിയിലെ സകല ഗോത്രങ്ങളും അവനെ ചൊല്ലി വിലപിക്കും. നാളെ ഇതിന്റെ ബാക്കി. അവൻ ന്യായാസനങ്ങളെ തുറന്നു. മൃഗത്തോടും അതിന്റെ പ്രതിമയോടും അതിന്റെ സംഖ്യയോടും ജയിച്ചവർ 1000 ആണ്ട് ക്രിസ്തുവിനോട് യേശുവിന്റെ വചനവും സാക്ഷ്യവും നിമിത്തം തല ഛേദിക്കപ്പെട്ടവർ 1000 ആണ്ട് ക്രിസ്തുവിനോട് കൂടെ വാണു. ഇന്ന് രാത്രി ഒരു ഭാഗം കഴിഞ്ഞു. ഒരിക്കൽ കൂടി ഇന്ന് രാത്രി ചെങ്കവിളയോട് എങ്കയോ കാറ് നെഞ്ചത്ത് കൈവച്ച്, തായേ, തകർപ്പരെ, തമ്പി, തങ്കച്ചി, അയ്യാ, യേശു എൻ പാപத்துக்கு പരിഹാരമായി 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കൽവാരി സിൽവയിൽ അവന്റെ നെഞ്ച് പിളർന്നു. ആ രക്തത്താൽ എന്നെ ഒന്ന് ഇന്ന് രാത്രി കഴുകണമെന്ന് ആര് പ്രാർത്ഥിക്കും? നിന്റെ മദ്യപാനത്തെ മാറ്റുവാൻ, നിന്റെ മയക്കുമരുന്നിനെ മാറ്റുവാൻ ഇന്ന് രാത്രി ഒരേ ഒരു നാമം, യേശു എന്ന നാമം. എല്ലാവരും എഴുന്നേറ്റാട്ടെ. അരുമயான ഒരു തമിഴ് പാടൽ இந்த നാൾക്കളിലെ മക്കൾ പാടും.
എത്ര പേർക്ക് ഇന്ന് രാത്രി കഴിഞ്ഞ മാസം ദൈവമക്കളെ നമുക്ക് വലിയ സന്തോഷമൊന്നുമില്ല. കഴിഞ്ഞ മാസം വയനാട് ഇതേ സമയം രാത്രി ഉറങ്ങാൻ കടന്നത് 2:30 ഭൂമി ഒന്ന് പൊട്ടി, പടുപട പൊട്ടും, കിടുകിട കീറും, മത്തനെ പോലെ ചാഞ്ചാടും, കാവൽ മാടം പോലെ ആടും. നടന്ന് വയനാട്ടിൽ 4:30 ഒന്നൂടെ 500 പേര് 400 പേരെ കിട്ടി. ഇന്ന് 100 പേര് ഭൂമിയുടെ അടിയില്ല. ചിലരെ കൈയില്ല, കാലില്ല, DNA വരെ നോക്കിയ ശവക്കല്ലറെ കൊണ്ട് അടക്കി ഒരു നമ്പരും വെച്ചത്. മക്കളെ, ചെങ്കവിളയിലും ഭൂമി ഒന്ന് കുലുങ്ങാമായിരുന്നു. ഊരമ്പിലും ഒരു ഭൂകമ്പം വരാമായിരുന്നു. 1000 വീടുകൾ തകരാമായിരുന്നു. അതിൻ്റെ നടുവിൽ നിങ്ങളെ നിർത്തിയത് ആണ്ടവരിൻ വല്ലമൈ കൃപയും. കരങ്ങളെ തട്ടി കർത്തർക്ക് മഹിമ. യവനേസറേ അൻപ് കൂറുവ ഇന്നും അധികമാണ്. എന്നെ കർത്തർക്ക് നന്ദി. എല്ലാ കരങ്ങളെ തട്ടി കർത്തർക്ക് മകി. എല്ലാ കരങ്ങളും അടിച്ച് ദൈവത്തെ ആരാധിച്ചാട്ടെ. യെസ്.